നമ്മളെപ്പോഴും പറയും പഴയ കാലമാണ് നല്ലത് എന്ന്. ഒരിക്കലുമല്ല. നമ്മൾ ഇപ്പം ഈ പഴയതിൻ്റെ ചരിത്രം എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു ബിസിനസിന്റെ ഓണർ അയാളെ തന്നെ പ്രസന്റ് ചെയ്യേണ്ട എത്ര ഇമ്പോർട്ടൻ്റ് ആണ്. പണ്ട് മനുഷ്യന്മാരായിരുന്നു സർജറി ചെയ്തിരുന്നത്, എനിക്ക് പേടിയാവുന്നു കേൾക്കുന്നതെന്ന് പറയുന്ന ഒരു സ്റ്റേജിലേക്ക് എത്തും. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ എനിക്ക് ഇതാ ഇന്നൊരു പ്രൊഡക്റ്റ് ഉണ്ട്, അത് ഇന്ന സ്ഥലത്ത് മാർക്കറ്റ് ചെയ്യണം, എത്ര പൈസയാണ്? എൻ്റെ ഒരു മെൻറ്റർ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിൻ്റെ ഒരു 1000 മടങ്ങ് റിട്ടേൺ തരാൻ കഴിയുന്ന ഒരു സംഭവം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ശരിക്കും ഒരു ബിസിനസ് ഓണറെ സംബന്ധിച്ചിടത്തോളം അയാൾ ഏറ്റവും ആദ്യം സെറ്റ് ചെയ്യേണ്ട സെയിൽസ് ടീമില്ലേ. ആകെ 5 ടൈപ്പേ ഉള്ളൂ മാർക്കറ്റിംഗ്. അതിൻ്റെ അപ്പുറത്തേക്കൊന്നും പഠിക്കണ്ട എന്നുള്ളതാണ് ഇതിൻ്റെ ബ്യൂട്ടി. സീരിയസ് ആണെന്ന് വിചാരിച്ചിട്ട് ഞാനിങ്ങനെയാണ്. അപ്പോൾ എനിക്കറിയൂല, സത്യത്തിൽ അറിയൂല ഇനി ഈ ഒരു 20 വർഷത്തിൽ എന്താ സംഭവിക്കാൻ പോകുന്നുള്ള കാണാനുള്ള ഒരു ആഗ്രഹത്തിലാണ് ശരിക്കും ജിമ്മിൽ പോയി കുറച്ച് ഹെൽത്തൊക്കെ റെഡിയാക്കാൻ തോന്നി. അപ്പോൾ കസ്റ്റമർ അക്വിസിഷൻ കോസ്റ്റ് കുറക്കുക എന്നുള്ളതാണ് ഒരു കമ്പനിയുടെ അൾട്ടിമേറ്റ് എയിം. ഇത് അറിയാണ്ട് ഇതൊന്നും അറിയൂല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബിസിനസ്സുകാരനെ അറിയാത്തത് അയാളുടെ പ്രോബ്ലമാണ്. അയാൾ പിന്നെ ബിസിനസ് രക്ഷപ്പെട്ടില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഹലോ ആൻഡ് വെൽക്കം ടു എ ബ്രാൻഡ് ന്യൂ എപ്പിസോഡ് ഓഫ് വോയിസ് പോഡ്കാസ്റ്റ്. ഇന്ന് നമ്മളുടെ കൂടെ കേരളത്തിൽ 200ഓളം ബ്രാൻഡുകൾക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കൺസൾട്ടിങ് ചെയ്തിട്ടുള്ള വിച്ച് ഇൻക്ലൂഡ്സ് മൈജി, ലക്ഷ്യ, അതേപോലെ അജിനോറ, ഇത്തരം വലിയ ബ്രാൻഡുകൾക്ക് കൺസൾട്ടിങ് ചെയ്തിട്ടുള്ള ഒരുപാട് കമ്പനീസിന് വേണ്ടി ഡിജിറ്റൽ മാർക്കറ്റിംഗ് സർവീസസ് കൊടുക്കുന്ന ഗ്രോത്ത് ഫാദർ ഏജൻസിയുടെ സിഇഒയും ഫൗണ്ടറും കൂടിയായിട്ടുള്ള നിയാസ് ആണ്. നിയാസ് എൻ്റെ ഒരു വൺ ഓഫ് ദ ക്ലോസസ്റ്റ് ഫ്രണ്ട്സ് കൂടിയാണ്. സോ വെൽക്കം നിയാസ്. താങ്ക് യു സോ മച്ച്. സോ നിയാസ് ഒരു കേരളം അറിയപ്പെടുന്ന ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സ്പെർട്ട് എന്നൊക്കെ ഉള്ളതൊക്കെ ഒരു ഭാഗത്തേക്ക് വെച്ചാൽ നമ്മൾ ഫ്രണ്ട്സാണ്. 2018 മുതൽ അറിയാം. സോ അന്ന് നിയാസിനെ കാണുന്ന സമയത്ത് നമ്മൾ രണ്ടുപേരും ഏകദേശം ഒരേപോലെയായിരുന്നു ഇൻ ടേംസ് ഓഫ് ബിസിനസ് ഉണ്ടായിരുന്നത്. ഞങ്ങളുടെ സൈഡിൽ നിന്ന് ആ സമയത്ത് ഒരു 4-5 പേരുള്ള ഒരു ടീമായിരുന്നു. അതേപോലെ തന്നെയായിരുന്നു നിയാസും റൺ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ എയർ ട്രാക്ട് റൺ ചെയ്യുന്ന സമയത്താണ്. ഇപ്പൊ അവിടെ നിന്നൊക്കെ നമ്മൾ രണ്ടുപേരും ഗ്രോ ആയി. രണ്ടുപേരും സെപ്പറേറ്റ് കമ്പനി എന്നുള്ള ലെവലിൽ തന്നെ ഗ്രോ ആയിട്ടുണ്ട്. ഇപ്പോ ഇത്രയും നാൾ കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ ഹൗ വാസ് ദ ജേർണി സോ ഫാർ ആൻഡ് സക്സസ്ഫുൾ ആയോ ഇപ്പോൾ ആലോചിക്കുമ്പോൾ? ഭയങ്കര അടിപൊളിയായി എന്ന് പറയാമോ. നമുക്ക് ഒന്നാമത്തേത് അത് വലിയൊരു ജേർണി ആയിരുന്നു. എയർ ട്രാക്ക് പല കാരണങ്ങൾ കൊണ്ടും അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ ഒരു റീസ്റ്റാർട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കോവിഡ് ആണ് ഒരു റീസ്റ്റാർട്ട് എന്നുള്ളത്. കാരണം എൻ്റെ ഒരു കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത് 2010 മുതലാണ് ബേസിക്കലി. അതിലൊരു 13-14 സമയത്തൊക്കെ ഒരു എസ്സിയോടെ ഒരു വലിയൊരു അഡ്വാൻറ്റേജ് ഡ്യൂറിങ് എഞ്ചിനീയറിംഗിൽ എടുക്കാൻ പറ്റിയിട്ടുണ്ട്. എസ്സി ആയിരുന്നു പ്രധാനമായിട്ടുള്ള ഒരു ഔട്ട്കം എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ അതിൻ്റെ ഒക്കെ ഒരു ബെനിഫിറ്റ് കിട്ടിയത് കോവിഡ് ടൈമിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നമ്പർ ഓഫ് ആൾക്കാരിലേക്ക് പ്രസൻറ്റേഷൻസ് കൊടുക്കാൻ പറ്റിയ, അവിടുന്ന് കിട്ടിയ കൺസൾട്ടേഷൻ കൊടുക്കാൻ പറ്റുകയാണ്. അപ്പം ആ സമയത്ത് തന്നെ എനിക്ക് തോന്നുന്നു ഒരു 50-ലധികം കമ്പനി കോവിഡിൻ്റെ പീരീഡിൽ ഞാൻ കൺസൾട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ കിട്ടിയ ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പല കമ്പനികളുടെയും ഡീപ്പായിട്ടുള്ള ഇൻഫർമേഷൻസ്, അതായത് അവരുടെ റവന്യൂ, അവർ എങ്ങനെയാണ് മാർക്കറ്റിംഗ് ചെയ്യുന്നത്. അപ്പോൾ ഒരേ ടൈപ്പ് ഓഫ് കമ്പനികൾ തന്നെ ഡിഫറെൻറ്റ് ലെവലിലാണ് മാർക്കറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ള ഒരു വളരെ ഡെപ്ത് ആയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് കിട്ടി. അപ്പോൾ എനിക്ക് കുറേ കൺസൾട്ടിങ് ചെയ്തപ്പം എനിക്കൊരു ഡിഫറെൻറ്റ് തോട്ട് തോന്നിയതാണ് ഗ്രോത്ത് ഫാദർ എന്ന് പറയുന്ന ഒരു ഫേം സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളതും. അപ്പോൾ അങ്ങനെയാണ് എൻ്റെ ഒരു മെൻറ്റർ, ഞാൻ കോഴിക്കോട് ഉണ്ടായിരുന്ന എന്നെ നേരെ കൊച്ചിയിലേക്ക് കൊണ്ടുപോകുന്നതൊക്കെ. ഒരു ബേസിക്കലി ജേർണി, ബട്ട് നല്ല ഹാപ്പിയാണ് ആക്ച്വലി ആ ക്വസ്റ്റ്യനോട് ആൻസർ പറയുകയാണെങ്കിൽ. ഇപ്പം പറഞ്ഞു, ഇപ്പം നല്ലൊരു മൊമെന്റിൽ നിൽക്കുകയാണ് സക്സസിന്റെ. ശരിക്കും പറഞ്ഞാൽ ഇപ്പം കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു കൺസൾട്ടന്റ് ആണ്. ഒരുപാട് ബ്രാൻഡ്സിന്റെ മാർക്കറ്റിംഗ് ചെയ്തു. ഇപ്പം മൈജി പോലത്തെ, അല്ലെങ്കിൽ ലക്ഷ്യ, ഒരുപാട് ഇവന്റ്സിന് സ്പീക്കറായിട്ട് പോകുന്നുണ്ട്. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു ഓവർനൈറ്റ് സക്സസ് അല്ല. ഇപ്പം ഒരു ജേർണി പറയുന്ന സമയത്ത് എന്തൊക്കെ സാക്രിഫൈസ് ചെയ്തിട്ടുണ്ട്? ശരിക്കും എന്തായിരുന്നു ഏറ്റവും വലിയ ചലഞ്ച് ഈ ഒരു സക്സസിൽ എത്തിക്കുമ്പോൾ? വളരെ ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ നമ്മൾ ഡേ ബൈ ഡേ ഇമ്പ്രൂവ് ആവുക എന്നുള്ളൊരു പാർട്ട് ഉണ്ടല്ലോ. ഞാൻ ബൈ ഡിഫോൾട്ട് ഒരു ക്യൂരിയോസിറ്റി ടൈപ്പ് ഓഫ് പേഴ്സൺ ആണ്.
അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എഞ്ചിനീയറിംഗ് ടൈമിൽ തന്നെ എനിക്ക് അത്യാവശ്യം ഇൻകം ഉണ്ടായിരുന്നു. ഉം. ഒരു തേർഡ് ഇയർ ഒക്കെ വലിയൊരു എമൗണ്ട് ഉം. ഉണ്ടായിരുന്നു ഇൻ ലാക്സിൽ പെർ മന്ത് വെച്ചിട്ട്. ഉം. അപ്പോൾ ആ സമയത്ത് തന്നെ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ ഡ്യൂട്ടി ഒരു ജോലിക്ക് പോകലല്ല, ഉം. സംതിങ് ആഡ് ചെയ്യണം എന്നുള്ള ഒരു തീരുമാനം ഉം. ഉണ്ടായിരുന്നു. അപ്പം അവിടെ മുതൽ നമ്മളുടെ പഠനം കുറേ കൂടെ നെക്സ്റ്റ് ലെവലിലേക്ക് എങ്ങനെ പോകാൻ പറ്റും ഉം. എന്നുള്ളതാണ്. സാക്രിഫൈസ് ഉണ്ട്, ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട് നല്ല ഉം. രീതിയിൽ. പക്ഷേ ഡെഫിനറ്റ്ലി ഉണ്ടാവുമല്ലോ നമുക്ക് ഉം. ഇപ്പം ഒരു വലിയൊരു ടീമൊക്കെ ആവുന്ന സമയത്ത് അതിൻ്റെതായുള്ള ഒരുപാട് സാക്രിഫൈസസ് ചെയ്യേണ്ടി വരും. പക്ഷെ അതൊന്നും ഞാൻ വലിയ സംഭവമായി കാണുന്നില്ല. ഉം. പക്ഷെ മോറോവർ ഡെയിലി ലെവലിൽ ലേൺ ചെയ്തതാണ്. ഇപ്പം എൻ്റെ ഒരു മെൻറ്റർ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിൻ്റെ ഒരു 1000 മടങ്ങ് റിട്ടേൺ തരാൻ കഴിയുന്ന ഉം. ഒരു സംഭവം നമ്മളിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഉം. ഇപ്പം നമ്മളൊരു ബാങ്കിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ 1 ഉം. ലക്ഷം ചിലപ്പോൾ ഒരു വർഷത്തിൽ 7% ഉം. നമുക്ക് റിട്ടേൺ തരിക. ഉം. പക്ഷേ നിയാസിൻ്റെ പേഴ്സണലി ഇൻവെസ്റ്റ് ചെയ്ത് നോക്ക്, ഉം. മേ ബി അത് എത്രയോ വർഷത്തിനെ കുറയ്ക്കുകയും ചെയ്യും. ഇത്രയും ആ 1 ലക്ഷം എടുത്തിട്ട് നേരെ പേഴ്സണലി ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിന് കിട്ടാവുന്ന റിട്ടേണിന് ലിമിറ്റ് ഉണ്ടാവില്ല. നമ്മൾക്ക് നമ്മളുടെ എക്സ്പീരിയൻസുകളിൽ നിന്ന് തന്നെ നോക്കിയാൽ മതി. അതെ. നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന ചിലപ്പോൾ നമ്മുടെ ടൈം ആവും. നമുക്ക് ഉം. കാശില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ടൈം ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. ആ ടൈമിന് കിട്ടുന്ന റിട്ടേൺ നമ്മളെ അത്രയും നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകും എന്നുള്ളതാണ്. ഉം. അപ്പം ഡെഫിനറ്റ്ലി ഐ ലൈക്ക് ടു ലേൺ എ ലോട്ട് ഓക്കെ. ആക്ച്വലി. ഇപ്പൊ ഇവിടുന്ന് കോഴിക്കോട് ഉണ്ടായിരുന്ന നിയാസ് പിന്നെ കൊച്ചി പോയി. ഉം. കൊച്ചിയിൽ കമ്പനി സെറ്റപ്പ് ചെയ്തു. ഇപ്പോഴും ഞാൻ അറിയുന്നത് നിയാസ് ഓഫീസിൽ കറക്റ്റായിട്ട് പോകാറില്ല. വർക്ക് ഫ്രം ഹോം എന്നുള്ള ഒരു രീതിയിലാണ് ഫോളോ ചെയ്യുന്നത്. പക്ഷെ ഇപ്പോൾ ഫാമിലി ആയി. നാട്ടിൽ പോകാറുണ്ടോ? നാട്ടിൽ മാസത്തിൽ 1-2 പ്രാവശ്യം പോകും. നാട് മിസ് ചെയ്യാറൊന്നുമില്ല? അത് എനിക്കറിയില്ല അത്. I'm- ഞാനിങ്ങനെയാണ്. അപ്പോൾ എനിക്കറിയൂല, സത്യത്തിൽ അറിയൂല. ഓക്കെ എനിക്ക് മിസ് അങ്ങനെ ഒരു മിസ്സിംഗ് ഒന്നും അറിയൂല. ഒന്നാമത്തെ എനിക്ക് കുറച്ച് കുറവാ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഓക്കെ പക്ഷേ എനിക്ക് കുറേ എന്താ പറയുക, എന്നെയായിട്ടൊരു ബിസിനസ് സംസാരിക്കും. ഞാനിപ്പോൾ ഈ ഒരു പോഡ്കാസ്റ്റ് ആണെങ്കിൽ 2 ദിവസം ഇരുന്ന് സംസാരിക്കാൻ ഞാൻ ഹാപ്പിയാ. അല്ല ഞാൻ ആലോചിക്കുമ്പോഴേ ഇപ്പോൾ 2020 കൊറോണേന്റെ മുന്നേ വരെ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത് 2018 സെപ്റ്റംബറിലാണ്. സെപ്റ്റംബർ 3 ടു ബി എക്സാക്ട്. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ അവിടെ വരുന്ന സമയത്ത് ഓൾറെഡി നിയാസ് അവിടെ ഉണ്ട്. ഉം. പിന്നെ നമ്മൾ ഒരുമിച്ചായിരുന്ന ഒരു കൊറോണ ഒക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ വേറെ ഇതായി. കൊറോണേന്റെ തൊട്ട് മുന്നുള്ള ടൈം വരെ ഉണ്ടായിരുന്ന രീതിയിലല്ല നമ്മളൊന്നും ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് അതെ അല്ലേ. അതെ അന്ന് ഉണ്ടായിരുന്ന ഒരുപാട് കണക്ഷൻസ് ഇപ്പോൾ ഇല്ല. അതെ ലിമിറ്റഡ് കണക്ഷൻസ് അതെ ആയിരുന്നു. അതെ അപ്പോൾ ഈ നമ്മൾ ഗ്രോ ആകുന്ന സമയത്ത് കുറേ ഫ്രണ്ട്സിനെയൊക്കെ കട്ട് ചെയ്ത് പോകേണ്ടി വരും, എന്നാലേ ഗ്രോ ആകാൻ പറ്റൂ എന്നൊക്കെ പറയുന്നതിൽ എന്താ കാര്യമുണ്ടോ? അത് സത്യം പറഞ്ഞാൽ അത് സംഭവിച്ചു പോകുന്നതല്ലേ. നമ്മളായിട്ട് ഇതുവരെ ആരെങ്കിലും ജിജിൻ കട്ട് ചെയ്തിട്ടുണ്ടോ? നമ്മളായിട്ട് മനഃപൂർവ്വം. കട്ട് ചെയ്തിട്ടില്ല, മനഃപൂർവ്വം ആരും കട്ട് ചെയ്യില്ല. അപ്പോൾ നമ്മൾ കാറ്റഗറി മാറുമ്പോൾ നമ്മൾ ഉം. പുതിയ കാറ്റഗറിയിലേക്ക് എൻ്റർ ആവുന്നു. ഉം. അതിൽ നമ്മൾ എന്നാലും കീപ്പ് ചെയ്യുന്ന കുറച്ച് ആൾക്കാരുണ്ടാവും. ഉം. കാരണം നമുക്ക് അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ഉണ്ടാവണമല്ലോ. ഉം. അപ്പം അവരിൽ നമ്മളെപ്പോഴും കീപ്പ് ചെയ്യുന്നുണ്ടാവും. ഉം. പക്ഷെ അതല്ലാതെ കാറ്റഗറി മാറുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ എലിമിനേറ്റ് ആവുന്നതാണ്. ഉം. നമ്മൾ പുതിയ കാറ്റഗറി ഓഫ് ആൾക്കാരിലേക്ക് എത്തും. ഉം. അപ്പോൾ ഇത്രയും കാലമായിട്ട് നമ്മളുടെ ഫ്രണ്ട്ഷിപ്പിന് പ്രത്യേകിച്ച് ഒരു മാറ്റം ആ, വന്നിട്ടില്ലല്ലോ. ഓക്കെ. അപ്പം നമ്മൾ ആ ഉദ്ദേശിക്കുന്ന ആ ഒരു ലെവലിൽ നിൽക്കുമ്പോൾ ആ ഒരു ലെവലിൽ ഉണ്ടാവും എന്നുള്ളതാണ് ഉം. എനിക്ക് തോന്നിയിട്ടുള്ളത്. അതാണ്. ഉം. Right. പക്ഷേ ഈ പറഞ്ഞ വളരെ ഗുഡ് ആയിട്ട് എനിക്ക് തോന്നുന്ന പാർട്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ അങ്ങനെ ഭയങ്കര ഫ്രണ്ട്സ് ആയിട്ടുള്ള പലരും ഇപ്പോൾ അതിലില്ല ഉം. എന്നുള്ളത് സത്യമാണ് ഉം. ആക്ച്വലി. അത് നമ്മളുടെ ഒരു റീസൺ ആണോ അല്ലെങ്കിൽ നമുക്ക് ഓടിപ്പോയി അങ്ങനെ വിചാരിച്ചിട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് നടന്നതല്ല. ഉം. പക്ഷെ ഉം. നമ്മൾ തിരക്കായപ്പം നമ്മൾ അത് ഈ മറ്റേ വിന്നിങ് മൈൻഡ് സെറ്റ് ഇല്ലാത്തവരാണ് ഔട്ടായി അങ്ങനെയൊക്കെ പറയുന്ന ഒരു കാര്യമാ. എനിക്കറിയില്ല. ജിജിന്റെ അഭിപ്രായം എന്താ? അല്ല, ഇതൊക്കെ ആൻഡ്രൂ ടേറ്റ് പറഞ്ഞ, ഞാൻ പറഞ്ഞതല്ല. അതെ സോ എനിക്ക് അവിടുന്ന് ആ പോയിന്റ് ഇപ്പൊ എയർ ട്രാക്ടർ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അത് നിയാസ് ഡിസൈൻ ചെയ്യുന്ന മുതൽ അത് ഇംപ്ലിമെന്റ് ചെയ്തതും അത് ഇനീഷ്യലി അതിൽ കുറെ പ്രൊഫഷണൽസിനെ ആഡ് ചെയ്തതും കാണിച്ചു തന്നൊക്കെ ആയിട്ട് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അതിന്റെ ഫുൾ ആൻഡ് ഫുൾ ആയിട്ട് നിയാസ് തന്നെയാണ് ഇരുന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ അവിടെ നിന്ന് അന്നൊരു ഇൻവെസ്റ്ററും ഉണ്ടായിരുന്നു, അതെ ഇഫ് ഐ എം നോട്ട് റോങ്. അപ്പൊ അവിടെ നിന്ന് പിന്നെ എയർ ട്രാക്ട് നിയാസ് ക്ലോസ് ചെയ്തു. പിന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കൺസൾട്ടിങ് എന്നുള്ള രീതിയിൽ ഇറങ്ങേണ്ടത്. ഉം. അപ്പോൾ ഈ എയർ ട്രാക്ട് ക്ലോസ് ചെയ്തിട്ട് നിയാസിന് വേറെയും IT തന്നെ വേറെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിരുന്നു. വേണമെങ്കിൽ വേറെ ഒരു സാസ് എന്നുള്ള മോഡൽ കുറച്ചുകൂടി ഒപ്റ്റമൈസ്ഡ്, കുറച്ചുകൂടി നല്ലൊരു സാധനത്തിലേക്ക് മേ ബി പോവായിരുന്നു. അല്ലെങ്കിൽ സർവീസ് സെക്ടറിൽ തന്നെ വേണമെങ്കിൽ ആപ്പ് ഡെവലപ്മെന്റ്, വെബ് ഡെവലപ്മെന്റ് എന്നൊക്കെ പറഞ്ഞിട്ട് പോവായിരുന്നു.
അങ്ങനെ പല ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിരുന്നു. പക്ഷെ എന്തുകൊണ്ടാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നുള്ള ഒരു ഫീൽഡിലേക്ക് തന്നെ എത്തിയത്? അതിൽ 2 ആസ്പെക്ട് ഉണ്ട്. അതിൽ ഒരെണ്ണം ഓൾറെഡി ഞാൻ പാർട്ടാണ് codesign.ai എന്ന് പറയുന്നത്. ആക്ച്വലി 2020, 2021 തന്നെയാണ് സ്റ്റാർട്ട് ചെയ്തത്. ഉം. നമ്മളത് ബിൽഡ് ചെയ്ത് ഇന്നിപ്പം ഈ നാഷണൽ ലെവലിൽ നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ നിന്നുള്ള ഒരു വൺ ഓഫ് ദ ബെസ്റ്റ് പ്രോഡക്റ്റ് ആണ്. ബട്ട് ഉം. വിച്ച് ഇസ് ഇൻകോർപ്പറേറ്റഡ് US-ലാണെങ്കിലും ഉം. നമ്മളെ ഇന്ത്യൻ ആൾക്കാർ വർക്ക് ചെയ്തിട്ടുള്ള codesign.ai ഇപ്പോൾ ഇന്ന് നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താലും ഉം. ആദ്യത്തെ ഒരു 5-6 പൊസിഷനിലുണ്ടാവും. ഉം. അതും കോമ്പീറ്റിംഗ് അഗെയിൻസ്റ്റ് ഹൈലി ഫണ്ടഡ് കമ്പനികളിൽ ഉം. എഗെയിൻസ്റ്റ്. ഓക്കെ. അപ്പം ആ ഒരു പ്രോഡക്റ്റിനെ നമുക്ക് 1.5 ലക്ഷത്തിലധികം യൂസേഴ്സ് ഉണ്ട് ഉം. കഴിഞ്ഞ 1.5 വർഷമായിട്ട്. ഉം. ഒരാൾക്കൊരു ജസ്റ്റ് ഒരു പ്രോംപ്റ്റ് യൂസ് ചെയ്തിട്ട് ഒരു വെബ്സൈറ്റ് കംപ്ലീറ്റ്ലി കംപ്ലീറ്റ് ബിൽഡ് ബിൽഡ് ചെയ്യാം. ചെയ്യാൻ പറ്റും. ഒരു 10 മിനിറ്റോ 15 മിനിറ്റോ ഉം. മാത്രം ഉം. യൂസ് ചെയ്താൽ മതി. ഉം. അപ്പോൾ അതിൻ്റെ പാർട്ട് തന്നെയാണ്. പക്ഷേ നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് റിട്ടേൺ വരണം ഒരു ഉം. പാർട്ട്. പിന്നെ ആ സമയത്ത് എനിക്ക് വേറൊരു എനിക്കൊരു ഇതുണ്ടായിരുന്നു. ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസി അല്ല എൻ്റെ അൾട്ടിമേറ്റ് എയിം. ഉം. ഉം. ഗ്രോത്ത് ഫാദർ ക്യാപിറ്റൽ എന്ന് പറയുന്ന ഒരു അൾട്ടിമേറ്റ് എയിം ഉണ്ട് ഇതിൻ്റെ ഓക്കെ. ബിഹൈൻഡിൽ. ഓക്കെ. അത് സിമ്പിളായി എന്താ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഗ്രോത്ത് ഫാദർ ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ നമുക്ക് 8 to 10 കോടിയൊക്കെ ആനുവൽ ടേൺ ഓവറുള്ള ഫേംസിൽ ഉം. മാർക്കറ്റിങ്ങിലും ടെക്നോളജിയിലും ഉം. ഇൻവെസ്റ്റ്മെന്റ്സ് ഐഡന്റിഫൈ ചെയ്തിട്ട് ഉം. അതിലേക്ക് എക്സ്റ്റേണൽ ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുവന്നിട്ട് ഉം. ആ കമ്പനികളെ 8 to 10 കോടി ചെയ്യുന്ന കമ്പനികളെ ഹൈലി ഫിൽറ്റേർഡ് കമ്പനികളെ ഇപ്പോൾ ഒരു ഉം. 200-300 കമ്പനി എടുക്കുമ്പോൾ ഉം. നമ്മൾ 1-2 കമ്പനികളെ ഉം. സെലക്ട് ചെയ്ത് ഉം. അവരിലേക്ക് മാർക്കറ്റിങ്ങിലും ടെക്നോളജിയിലും ഉം. ഉം. ഫണ്ട് ഇറക്കി ഉം. അതിനെ ആക്സലറേറ്റഡ് ആയി 100 crore കമ്പനികളിലേക്ക് ഉം. ഉം. വിത്തിൻ ഒരു 3 yearsൽ എത്തിക്കുക. ഓക്കെ. അപ്പം നമ്മൾ അതിന്റെ ഇക്വിറ്റി ലെവലിൽ പാർട്ട്ണർഷിപ്പ് ആവും. ആ, സോ റൈറ്റ്. ഇപ്പം ഓക്കെ. അതിന്റെ ഒരു ബേസിക് ലെവലിൽ നമുക്ക് എന്ത് വേണം? മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് വേണം. ഉം. 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 അത് സെൽഫ് സസ്റ്റൈനിങ് മോഡലിലാവണം. ഉം. ഉം. അതാണ് ആക്ച്വലി ഗ്രോത്ത് ഫാദർ ഇപ്പോൾ ഉള്ളത്. ഓക്കെ. അപ്പോൾ അതൊരു വലിയ വിഷന്റെ ഒരു ഇത് പാർട്ടായിട്ടുള്ള എപ്പോഴാ നിയാസ് ഫോർമുലേറ്റ് ചെയ്ത് ഇങ്ങനെ ഒരു സാധനത്തിലേക്ക് എത്തേണ്ടതെന്നുള്ളത്? 2020 ഞാൻ അതെന്റെ ഒരു ഫസ്റ്റ് ഓക്കെ. സ്റ്റെപ്പാണ് ആക്ച്വലി. വേറെ ഏതെങ്കിലും കമ്പനി ഇൻസ്പിറേഷൻ ആയിരുന്നു അതിലേക്ക് എത്താൻ? യെസ് ഇന്ത്യൻ കമ്പനിയുണ്ട് മെൻസ ബ്രാൻഡ്സ്. നമ്മളെപ്പോഴും പറയാറുള്ള ഒരു അറിയാം. ഒരു നെയിമാണ് യെസ്. മെൻസ. അതേപോലെ തന്നെ ത്രാസിയോ ബട്ട് അത് പറഞ്ഞിട്ടുള്ള ഒരു US-ലും ഉണ്ട് ഒരു ഫേം. ത്രാസിയോ യെസ് ത്രാസിയോന്റെ കൺസെപ്റ്റ് ആണ് മെൻസ കൊണ്ടുവന്നത്. യെസ്. നമ്മൾ ആക്ച്വലി ആ ലെവലിലൊക്കെ എനിക്ക് നമ്മൾ നല്ല എല്ലാ മാർക്കറ്റിംഗ് കമ്പനീസും പക്ഷെ ഈ ഒരു ഇതിൽ ലെവലിൽ ചിന്തിക്കാൻ തുടങ്ങും. ആക്ച്വലി ഞാനിതിന്റെ മൾട്ടിപ്പിൾ കമ്പനീസ് ഈ ഒരു സാധനം ഞാൻ എക്സിക്യൂട്ട് ചെയ്തു ഓൾറെഡി. ഉം. 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 അതിലെ വണ്ണായിരുന്നു അജിനോറ. ഉം. ഉം. പിന്നെയുണ്ട് വേറെ കമ്പനികൾ. Right. പലതും എനിക്ക് പേര് പറയാൻ പറ്റില്ല. ഉം. അവിടെ ഞാൻ ചെല്ലുന്ന സമയത്ത് ഓൾമോസ്റ്റ് നത്തിങ് ആയിരുന്നു. ഉം. ഉം. ടെക്നോളജി ലെവലിൽ നമ്മൾ ഉം. ഇംപ്രൂവ് ചെയ്തു. ഉം. ഓൾമോസ്റ്റ് 4 times നമുക്ക് വളരെ ഷോർട്ടസ്റ്റ് പീരീഡിൽ ഓക്കെ. റവന്യൂ ഡബിൾ ചെയ്യാൻ പറ്റിയ. ഓക്കെ. അതിന് ക്രോഡ്സിലാണ്. ഉം. അപ്പോൾ ഇത് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മാർക്കറ്റിംഗ് ആക്സിലറേറ്റ് ആക്കുക, ഉം. ടെക്നോളജി പ്രോപ്പർലി ഇംപ്ലിമെന്റഡ് ഉം. ആക്കുക. ഉം. അപ്പോൾ ഇത് നമുക്ക് എക്സ്പെരിമെന്റ് ചെയ്യാനുള്ള ഒരു ഗ്രൗണ്ടും കൂടെയാ. അതെ 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 ഞാൻ പറഞ്ഞ അതെ മനസ്സിലായോ? മനസ്സിലായി. ഡിജിറ്റൽ മാർക്കറ്റിംഗ് നമ്മൾ ചെയ്യുന്ന സമയത്ത് ഒരു കമ്പനീനെ ഉം. എനിക്കുള്ള അഡ്വാൻറ്റേജ് ഞാൻ ഒരേ ലെവലിൽ തന്നെ ഉം. ടെക്നിക്കൽ ഫീൽഡിലും വർക്ക് ചെയ്തിട്ടുണ്ട്. ഉം. 2 SaaS പ്ലാറ്റ്ഫോം എൻ്റെ ഉം. പാർട്ടായി വന്നിട്ടുണ്ട്. അതെ അതെ. അതിന് മുമ്പ് ഞാൻ നടത്തിയിട്ടുണ്ടായിരുന്ന പ്രോഡക്റ്റുകളും SaaS റിലേറ്റഡ് ആയിരുന്നു, ഉം. അല്ലെങ്കിൽ കോളേജ് ടൈമിലൊക്കെ. ഉം. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ടെക്നോളജിക്കലി എനിക്ക് ഒരു ഗ്രൗണ്ട് ഉണ്ട്, ഗ്രൗണ്ട് ഒരു ഉണ്ട്. വലിയ ലെവലിലുള്ള സപ്പോർട്ട് ഉണ്ട്. ആൻഡ് മാർക്കറ്റിംഗ് നോക്കുകയാണെങ്കിൽ ഒരു 14 years ഇപ്പം കമ്പൈൻഡ് ആയി. അപ്പോൾ ഇത് രണ്ടിൻ്റെ ഒരു അഡ്വാൻറ്റേജ് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നതാണ് യെസ്. ആക്ച്വലി ഇതിൻ്റെ. കൺസൾട്ടിങ് ചെയ്തപ്പോൾ എക്സ്പീരിയൻസ് ആയി വരുന്നു ടു. യെസ് 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 യെസ്. ഈ മാർക്കറ്റിങ്ങിന്റെ കേസിൽ തന്നെ ഇപ്പം ഒരുപാട് ഫേംസ് ശരിക്കും അതായത് ഇനീഷ്യൽ സ്റ്റേജിൽ ഒരു ഏജൻസിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ട് അവരുടെ സൈഡിൽ നിന്ന് ഏകദേശം ഒരു പേജും കാര്യങ്ങളും SEO ഒക്കെ ചെയ്യും. ഉം. അതൊരു ട്രാക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ സ്വന്തമായിട്ട് ഒരു ടീമിനെ ഇൻഹൗസ് ബിൽഡ് ചെയ്തെടുക്കുക എന്നുള്ള അവിടെ ഒരു SEO അല്ലെങ്കിൽ ആഡ്സ് ചെയ്യാനൊരു ആഡ് എക്സ്പെർട്ട് അങ്ങനെ ഒരു ചെറിയ ടീമിനെ ബിൽഡ് ചെയ്തിട്ട് ഇൻഹൗസ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആക്കുക. അപ്പൊ ഈ ഒരു ട്രെൻഡാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ ഏജൻസിന്റെ ഒരു ഇമ്പോർട്ടൻസ് എപ്പോഴും അവിടെ ഉണ്ടാവുമോ? ഏജൻസി എപ്പോഴും ഈ സമയത്ത് മാത്രമല്ല. അപ്പോൾ അതിനൊരു വളരെ ക്ലിയർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞങ്ങൾ വർക്ക് ചെയ്യുന്ന പല കമ്പനികൾക്കും ഇൻഹൗസ് ടീംസ് ഉണ്ട്. ഉം. ഉം. അപ്പോൾ അവരെ ഇൻഹൗസ് ടീം ഉണ്ടെങ്കിലും സം ഓഫ് ദ ഇപ്പം ഫോർ എക്സാമ്പിൾ യൂണിമണി ഉം. നമ്മുടെ വൺ ഓഫ് ദ വലിയ ക്ലയന്റുകൾ. അത് മറ്റേ UAE എക്സ്ചേഞ്ച് അല്ലേ ആ യൂണി അതെ മണി അതെ യെസ് അല്ലേ? യെസ്. അപ്പം അവർക്ക് അത്യാവശ്യം 25 പേരിലധികം ഡിജിറ്റൽ മാർക്കറ്റേഴ്സ് ഉണ്ട്. പക്ഷെ അവരുടെ ഒരു 10,000 ആൾക്കാരുടെ ഒരു സ്റ്റുഡൻസിന്റെ ഒരു സ്കോളർഷിപ്പ് ക്യാമ്പയിൻ ഞങ്ങൾ പർട്ടിക്കുലർലി ചെയ്ത് ഓക്കെ. ഈ 10,000 കാരണം ഇതൊക്കെ ഉണ്ടെങ്കിലും അവർക്ക് വേറെ വേറെ റിക്വയർമെന്റ് ഉണ്ടാവും. ഉം. ഇത് ഈ ഒരു കമ്പനിയുടെ പാർട്ട് ടൈം ഉം. പറഞ്ഞത്. ഉം. ഇതുപോലെ പല കമ്പനികളും ഉണ്ട്. Okay. ഇപ്പൊ ഞങ്ങൾ ചില കമ്പനികളുടെ ഫുൾ മാർക്കറ്റിംഗ് ആവില്ല ചെയ്യില്ല. ഉം. ചിലപ്പം ഗൂഗിൾ ആഡ്സ് ആവും ചെയ്യുക, ഉം. ചിലപ്പം ഒരു SEO പാർട്ട് മാത്രം പാർട്ട് ചെയ്യുന്നത്. ആവും ചെയ്യും. ഓക്കെ. ഇതിന്റെ വേറൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമുക്കൊരു ടീമിനെ ബിൽഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഉം. മിനിമം
ഒരു SEO ആണ് ഉണ്ടെങ്കിൽ ഉം. കോണ്ടന്റ് റൈറ്റർ വേണം. അതെ. നമ്മളെപ്പോഴും ഡിജിറ്റൽ മാർക്കറ്റർ എന്നാ പറയുന്നത്. അതെ അതെ അങ്ങനെ ഒരു പേഴ്സൺ ഇല്ല ഉം. ശരിക്ക്. ഉം. ഡിജിറ്റൽ True. മാർക്കറ്റർ എന്ന് പറയുന്നത് കോമ്പിനേഷൻ ഓഫ് ഉം. ഒരുപാട് മൾട്ടിപ്പിൾ അതെ അതെ സാധനമാണ്. അതെ 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 പെയ്ഡ് അഡ്വർടൈസ്മെന്റ് ഉണ്ടാവും. അതെ പെയ്ഡ് അഡ്വർടൈസ്മെന്റിൽ തന്നെ ഗൂഗിൾ ആഡ്സിൽ എക്സ്പേർട്ട് ഉം. ഉണ്ടാവും. മെറ്റ അതിൽ വേണം നോക്കുകയാണെങ്കിൽ മെറ്റയിൽ ഉം. എക്സ്പേർട്സ് ഉണ്ടാവും. ഇനി അത് മാത്രമല്ല ക്രിയേറ്റീവ് എക്സ്പേർട്സ് ഉം. വേറെയാണ്. ഉം. ഈവൻ ഒരു കൺവേർഷൻ ഒപ്റ്റിമൈസേഷൻ ചെയ്യുന്നക്ക് ഉം. അതിൻ്റെതായുള്ള സ്കിൽ ഉണ്ടെങ്കിൽ അത് ഡിഫറെൻ്റ് ആണ്. അതെ ഉം. കോപ്പി റൈറ്റർ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് Yes. മെറ്റ വേറെ ക്യാമ്പയിൻസിൽ. തന്നെ അത് വേറെയാണ്. ക്രിയേറ്റീവ്സ് വേറെയാണ്. ഉം. അപ്പൊ ഇതിന്റെ ഒരു കോമ്പിനേഷനാണ്. അപ്പോൾ ഒരു കമ്പനീനെ സംബന്ധിച്ചിടത്തോളം ഇത്രയും ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെ ഉം. അഫോർഡബിൾ കോസ്റ്റിൽ എടുക്കാൻ പറ്റുന്ന ഒരു ഏജൻസിയാണ്. പക്ഷെ അവിടെ നമ്മൾ ഇവിടെ ഒരുപാട് ഏജൻസീസ് ഉണ്ടാവും. ഉം. അവിടെ ചൂസ് ചെയ്യുന്ന ഏജൻസിയുടെ എന്താ പറയാ സക്സസ് നമ്മൾ മനസ്സിലാക്കുക. ഉം. ചിലപ്പം സം ഏജൻസീസ് മോർ ഇൻ ടു ബ്രാൻഡിങ് ഉം. അല്ലെങ്കിൽ ക്രിയേറ്റീവ് ഉം. അപ്രോച്ചുകളാവും. ഉം. ഇപ്പം ഗ്രോത്ത് ഫാദർ ആക്ച്വലി ഒരു ക്രിയേറ്റീവ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ മാനേജ്മെന്റ് കമ്പനി അല്ല. അതെ ഉം. വി ആർ മോർ ഇൻ ടു പെർഫോമൻസ് മാർക്കറ്റിംഗ് ഉം. അല്ലെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന കമ്പനിയുടെ സെയിൽസ് ആണ് കൂടുതൽ നമ്മൾ ഉം. ഫോക്കസ് ഉം. ചെയ്യുന്നുണ്ടാവുക. ഓക്കെ അപ്പം അതിൽ നമ്മൾ ചൂസ് ചെയ്യുന്ന പെയ്ഡ് അഡ്വർടൈസ്മെന്റ്സ് ഉം. അതേപോലെ ഉം. SEO ഉം. ആൻഡ് ഉം. ഇപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ ഇപ്പം ഞാൻ കാണുന്ന ഏറ്റവും വലിയ അസറ്റ് ഉം. വീഡിയോസ് ഡെവലപ്പ് ചെയ്യുക അതെ എന്നുള്ളതാണ്. ഉം. അതെ അതെ അപ്പോൾ അതെ ആ ഒരു ഡിപ്പാർട്ട്മെന്റും കൂടി നമുക്ക് ഉള്ളൂ ആക്ച്വലി. ഓക്കെ അതല്ലാതെ സോഷ്യൽ മീഡിയ മാനേജ്മെന്റ് എന്ന് പറഞ്ഞ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടായിരുന്ന ഡിപ്പാർട്ട്മെന്റിന് ഞാൻ 7 to 8 പേരെ കംപ്ലീറ്റ്ലി ഇപ്പോൾ ഇല്ല. ആ ഡിപ്പാർട്ട്മെന്റേ ഇല്ല. സോഷ്യൽ മീഡിയ മാനേജ്മെന്റ് എന്ന് പറഞ്ഞ പരിപാടി ഇല്ല പരിപാടിയില്ല. ഉം. പരിപാടി ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ വളരെ മിനിമലായിട്ട് വേണ്ടവർക്ക് അതൊരു ആക്ടിവിറ്റി ആയി നമ്മൾ എടുക്കാറില്ല. ഉം. 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 അതിന് ഇപ്പം ഉണ്ടായിരുന്ന ടീം വളരെ കുറവാണ് എന്ന് മാത്രമല്ല ചില കമ്പനികൾക്ക് അതിന് വലിയ റിക്വയർമെന്റ് ഉണ്ടാവില്ല. ഉം. ജസ്റ്റ് ഒന്ന് മാനേജ് ചെയ്യുക അത്ര ഉം. മതിയാവും. ഉം. അപ്പം നമ്മൾ അത് മാത്രമേ ചെയ്യുള്ളൂ. ഓക്കെ അപ്പം ആ കമ്പനിയുടെ സ്കിൽ സെറ്റ് അനുസരിച്ചിട്ട് കൊടുക്കുക എന്നുള്ളതാണ്. ഉം. ഉം. അപ്പം ഇപ്പൊ ഗ്രോത്ത് ഫാദറിന് ഈ പറയുന്ന സോഷ്യൽ മീഡിയയിൽ കുറെ ക്രിയേറ്റീവ് ഏൽപ്പിച്ചു ഉം. കഴിഞ്ഞാൽ നല്ലതല്ല. ഓക്കെ ഉം. ഇറ്റ്സ് ഉം. ഉം. ബെറ്റർ വി ആർ ഗുഡ് അറ്റ് സ്കെയിലിംഗ് ദ ക്യാമ്പയിൻസ് ഉം. അല്ലെങ്കിൽ ആ കമ്പനിയുടെ റവന്യൂ മോർ കൊണ്ടുവരാനുള്ള ഉം. സ്ട്രാറ്റജീസ് ഉം. ഫോക്കസ് ചെയ്യുക. SEO ഇപ്പം മൈജിയോ ഒക്കെ നമ്മുടെ ഒരു SEO Client ആണ്. റിലേറ്റഡ് ക്ലൈന്റ് ആണ്. അപ്പം ഉം. നമുക്ക് ആ ലെവലിൽ സ്കെയിൽഡ് ആയിട്ടുള്ള പ്രോജക്റ്റുകൾ വർക്ക് ചെയ്യാനും ആ ലെവലിൽ ടാക്ടിക്കലായിട്ട് നമുക്ക് അഡ്വാൻറ്റേജസ് എടുക്കാനൊക്കെ പറ്റും. ഓക്കെ അപ്പോൾ ഇങ്ങനെ ഒരു ടീമിനെ ഇന്റേണലി ക്രിയേറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ ഓൺ ആൻ ആവറേജ് നമ്മൾ ആലോചിക്കുക 35,000 to 40,000 രൂപ ആണ് ഒരു അത്യാവശ്യം ഒരു കോപ്പില്ലാത്ത ഒരു എക്സിക്യൂട്ടീവിന്. ഞാൻ എക്സ്പേർട്ട് പറയുന്നില്ല. ഉം. നമ്മുടെ കേരള മാർക്കറ്റിൽ ഉം. 4 പേര് ആഡ് ചെയ്യുന്ന ഒരു സീനിയർ ഒരു 70,000 ആഡ് ചെയ്യുന്നു. ഉം. മിനിമം ഒരു 2-3 ലാക്ക് ആവൂലേ? ഉം. ഈ ഒരു സർവീസ് ഒരു 50,000 രൂപയുടെ റേഞ്ചിൽ കൊടുക്കാൻ പറ്റും ഉം. ഏജൻസിക്ക്. ഉം. അപ്പൊ ഇഫ് ദേ ഹാവ് 3 lakh ഓർ മോർ ഉം. അവർക്ക് അത് യൂസ് ചെയ്യാം. ഇറ്റ്സ് എ ഗുഡ്. Yeah. ബട്ട് ആ ഒരു സർവീസിന്റെ ഒരു ഫ്രാക്ഷണൽ ടൈമിൽ അവൈലബിൾ ആവുന്ന ഒരു പ്രോഡക്റ്റ് ഇതിൽ കിട്ടും. ഇവിടെയും നമുക്ക് സ്കെയിൽ ചെയ്യാം. ഉം. പക്ഷെ ബ്രാൻഡ്സ് സ്പെൻഡ് ചെയ്യാത്തത് ഒരു ഏജൻസിക്ക് എല്ലാ അത്രയും റിസോഴ്സസിന് ലിമിറ്റേഷൻസ് ഉണ്ടാവും. ഉം. നമുക്ക് ഇടുന്നതിന് റിട്ടേൺ അല്ലേ കിട്ടൂ. ഉം. നമ്മൾ 50,000 ഇട്ടിട്ട് നമുക്ക് 5 കോടി എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. ഉം. സോ വി ക്യാൻ ഓൺലി എക്സ്പെക്ട് അതിന്റെ ഒരു അപ്രോപ്രിയേറ്റ് എമൗണ്ട്. പക്ഷേ ഈ ഏജൻസീനെ ഏൽപ്പിക്കാന്ന് പറയുന്നത് ഭയങ്കര ഒരു എക്സ്പെൻസീവ് തിങ് ആണ്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസീസിന്റെ അടുത്ത് പോവാ. അതാ ഞാൻ അങ്ങനെ ഒരു കംപ്ലീറ്റ്ലി ക്രാക്ക് ഡൗൺ ചെയ്തത്. അതല്ല ആക്ച്വലി അത് നമ്മുടെ Direct ആണ്. പേഴ്സ്പെക്റ്റീവ് ആണ്. അതെ ഇപ്പോൾ അതിന്റെ പേഴ്സ്പെക്റ്റീവിലുള്ള വേറൊരു റീസൺ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഫ്രീലാൻസേഴ്സിന് ഒരുപാട് നമുക്ക് കിട്ടും. 5,000 10,000 കൊടുത്താൽ ഉം. അക്കൗണ്ടബിലിറ്റി ഉം. ഇതുള്ളവരും ഉണ്ട് കേട്ടോ, ഇല്ല ഉം. എന്നല്ല പറഞ്ഞു. ഉം. അക്കൗണ്ടബിലിറ്റി അവരുടെ എക്സ്പേർട്ട് ആയിട്ടുള്ള സംഭവങ്ങൾ ഉം. അവരുടെ സ്കെയിലിങ്. ഇപ്പം ഒരു എക്സാമ്പിൾ പറഞ്ഞു, സ്കെയിലിംഗ് മാത്രം എടുക്കുക. അപ്പോൾ യൂസുഫ് അലി സാറ് തുടങ്ങിയ സമയത്ത് അതുപോലെയുള്ള ഷോപ്പ് തുടങ്ങിയ ഒരുപാട് പേരുണ്ടാവും. ഉം. പുള്ളി സ്കെയിൽ ചെയ്തു. സ്കെയിൽ ചെയ്തു. ബാക്കിയുള്ളവർ ഇപ്പോഴും രാവിലെ 7 മണിക്ക് കട ഉം. തുറന്നിരിക്കണം, ഉം. എന്നാലേ അന്നത്തെ പരിപാടി ഉം. നടക്കുള്ളൂ. ഉം. അല്ലെങ്കിൽ 3 മണിക്ക് എണീറ്റിട്ട് സാധനം മേടിക്കാൻ പോകണം. ഉം. അതുപോലെ തന്നെയാണ് അയാളുടെ സ്കെയിലിങ് ആ ഒരു ലെവലിലേക്ക് ഉണ്ടായിരുന്നെങ്കിൽ ആൾ ആ ചാർജ് മേടിക്കൂല. ഉം. 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 ഞാൻ പറഞ്ഞ മനസ്സിലായി. അപ്പം നമ്മളുടെ അവിടെ നമ്മൾ വാങ്ങുന്നത് എന്താ പറയാ ഒരു ഇന്റലക്ച്വൽ പാർട്ടും കൂടിയാണ്. ഉം. ഒരു ടീമിന്റെ സപ്പോർട്ടും അതെ. ഒരു 1 person സപ്പോർട്ടും ഡിഫറെന്റ് ആണ്. ടീമിന് ഇപ്പൊ ഈ 5 പേരെ ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ 5 പേരുടെ കോസ്റ്റ് അതിന് ബൗണ്ടഡ് ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഈസി അല്ല ഏജൻസി റൺ ചെയ്യുന്നത്. നമ്മളെപ്പോഴും പുറത്തുനിന്ന് കാണുമ്പോൾ ഭയങ്കര ഈസി ആയി തോന്നും. അത്ര ഈസി അല്ല. ഇത്രയും നമുക്ക് കോസ്റ്റ് ചെയ്താൽ പോലും ഇറ്റ്സ് ലൈക്ക് സർവൈവൽ മോഡ്. അപ്പം അതിൽ മോർ ബെനിഫിറ്റ് കമ്പനികൾക്ക് എടുത്തു കൊടുക്കുമ്പോൾ അവരുടെ കൂടുതൽ റിട്ടേൺ വാങ്ങുമ്പോൾ മാത്രമാണ് നമുക്ക് ഈ ബേസിക് ചാർജിൽ ഒരിക്കലും കമ്പനി വലിയൊരു പ്രോഫിറ്റിലേക്ക് പോകാൻ പറ്റില്ല. ഇപ്പോൾ നമ്മൾ സാധാരണ ഒരു ബിസിനസ്സുകാരൻ ഇപ്പോൾ ഒരു ബ്രിക്ക് ആൻഡ് മോട്ടർ ആയിട്ടുള്ള ബിസിനസ് ആണെന്ന് വിചാരിക്കാം. അപ്പോൾ അങ്ങനെയുള്ള ഒരു ബിസിനസ്സുകാർ ഇപ്പോൾ ഒരു ഏജൻസിനെ തപ്പിപ്പോകുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് നോക്കേണ്ടത്? അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് ടൈപ്പ് ഓഫ് കമ്പനിക്ക് സ്പെസിഫിക് ടൈപ്പ് ഓഫ് ഏജൻസി പോകുന്ന അങ്ങനെ ഒരു എന്തെങ്കിലും കോറിലേഷൻ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? നമ്മുടെ റിക്വയർമെന്റ് ഡെഫിനറ്റ്ലി മാറ്റേഴ്സ്. ഇപ്പം നമുക്ക് ചില കമ്പനികൾക്ക് ഇപ്പം ഞാൻ സിമ്പിളായി പറയാം.
ഇപ്പം പെപ്സി പോലുള്ള ഒരു കമ്പനിക്ക് ഉം. മേ ബി മാക്സിമം ബ്രാൻഡിനെ ആൾക്കാരുടെ മുമ്പിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അതെ, അതെ. ഇപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളുടെ ഒരു ബ്രാൻഡ് അവയർനെസ് ക്യാമ്പയിൻസ് ആയിരിക്കും വേണ്ടത്. ക്രിക്കറ്റ് ഒക്കെ നടക്കുന്ന സമയത്ത് ഒരു 100-200 ടൈംസ് നമ്മൾ മുമ്പിൽ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അതെ, ഉം, അതെ. ഉം, ഉം. അപ്പം എന്താ വെച്ചാൽ ആ ബ്രാൻഡ് നമ്മളുടെ ഒരു ലൈഫിന്റെ പാർട്ടായി മാറുക പതുക്കെ. ഉം. പക്ഷെ അതുപോലെയല്ല ഒരു കൺസ്ട്രക്ഷൻ ഫീൽഡിലുള്ള റിയൽ എസ്റ്റേറ്റ് പ്രോജക്റ്റ് നടക്കുന്നത്. അവർ മോർ ഇൻ ടു കൺവേർഷൻ അല്ലെങ്കിൽ ഉം. ഡയറക്റ്റ് കസ്റ്റമർ അക്വയർ ചെയ്യുന്നത്. അപ്പോൾ ഉം. അവിടെ തന്നെ 2 ടൈപ്പിലായി. ഉം. ഇനി ഇതിൽ തന്നെ ഇവരുടെ പ്രൈസ് നോക്കണം. ഇപ്പം എന്താ പറയുക, ഇവർ കൂടുതൽ ഓർഗാനിക് ചാനൽസ് ആണ് ഉണ്ടെങ്കിൽ SEO പോലുള്ള അല്ലെങ്കിൽ വീഡിയോ പോലുള്ള യൂട്യൂബ് പോലുള്ള ഉം. പ്ലാറ്റ്ഫോംസ് യൂസ് ചെയ്യണം. ഇതിന് വേണമെങ്കിൽ നമുക്ക് ആ ഒരു 5 ടൈപ്പ് ഓഫ് മാർക്കറ്റിംഗ് ഉണ്ട്. അത് വേണമെങ്കിൽ നമുക്ക് പറഞ്ഞു തുടങ്ങാം. ഉം. പ്രധാനമായിട്ടും 5 ടൈപ്സ് ഓഫ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്, ആദ്യത്തെ പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു ബിസിനസ്സുകാരനും സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇതാണ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നുണ്ടാവുക. ഉം. ഇറ്റ്സ് കോൾഡ് ഔട്ട്റീച്ച്. ഉം. അതായത് നമുക്ക് അറിയാവുന്നവരോട് ചോദിക്കാം, ഉം. നമുക്ക് അറിയാൻ പറ്റുന്ന കമ്പനികളോട് ചോദിക്കാം. ഇനി അതല്ല, നമുക്കിപ്പോൾ സം കൈൻഡ് ഓഫ് ഇൻഫ്ലുവൻസേഴ്സിനൊക്കെ അറിയാമെന്ന് വിചാരിക്കുന്നത്, നമ്മൾ അവരായിട്ട് എന്തെങ്കിലും ഇപ്പോൾ ലൈക്ക് ഇപ്പോൾ ബിസിനസ് ആണ് ചെയ്യുന്നത്, അപ്പോൾ ബിസിനസ് റിലേറ്റഡ് ഓഡിയൻസ് ആണ് നമ്മളുടെ എന്നുണ്ടെങ്കിൽ ഉം. ഇപ്പം ട്രെയിനേഴ്സ്, കോച്ചസ്, ഉം. അവരൊക്കെ നമുക്ക് ഔട്ട്റീച്ച് ചെയ്ത് സം സർവീസസ് ഓഫർ ചെയ്ത് റിട്ടേൺ സംഭവം മേടിക്കാം. അത് കുറച്ചപ്പുറത്ത് വരുന്നുണ്ട്. പക്ഷേ ഇറ്റ്സ് ഓൾസോ എ പാർട്ട് ഓഫ് ഔട്ട്റീച്ച്. ഇവിടെ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പാർട്ടും കൂടിയാണ് ഡ്രീം 100 എന്ന് പറയും. ഉം. അതായത് ഡ്രീം 100 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡ്രീം ചെയ്ത് വർക്ക് ചെയ്യാൻ പറ്റുന്ന 100 കമ്പനീനെ ലിസ്റ്റ് ചെയ്യുക. ഉം. ആ 100 Okay. കമ്പനിയിൽ 100 ആൾക്കാരെ നമ്മൾ ഫോക്കസ് ചെയ്ത് ഫോളോ അപ്പ് ചെയ്ത് അവർ പോകുന്നിടത്തും അവർ യൂസ് ചെയ്യുന്ന സോഷ്യൽ മീഡിയയിലും അവരുടെ പിന്നാലെ Okay. പോവുകയാണെന്നുണ്ടെങ്കിൽ ഉം. നമുക്ക് അങ്ങനെ യൂസ് ചെയ്യാം. ഉം. അപ്പോൾ അതൊരു ഔട്ട്റീച്ച് കൂടുതലായിട്ട് ആവശ്യക്കാർ തിരയട്ടെ എന്നാണ് എൻ്റെ ഇത്. രണ്ടാമത്തെ പാർട്ട് നമുക്ക് കോണ്ടന്റ് മാർക്കറ്റിംഗ്. ഇപ്പം നമ്മുടെ വീഡിയോസ് ആവാം, ബ്ലോഗുകളാവാം, ഉം. അല്ലെങ്കിൽ റിലേറ്റഡ് ആയിട്ടുള്ള ചാനൽസ് യൂസ് ചെയ്യാം. ഇതൊക്കെ ആകെ 5 ടൈപ്പേ ഉള്ളൂ മാർക്കറ്റിംഗ്. അതിൻ്റെ അപ്പുറത്തേക്കൊന്നും പഠിക്കണ്ട എന്നുള്ളതാണ് ഇതിന്റെ ബ്യൂട്ടി. അപ്പോൾ കോണ്ടന്റ് റിലേറ്റഡ് ആയിട്ടുള്ള കംപ്ലീറ്റ് സ്റ്റഫിനെയും കോണ്ടന്റ് മാർക്കറ്റിംഗിൽ പെടും. Yeah. അപ്പൊ ഇതിലും നമുക്ക് വേണമെങ്കിൽ എന്താ പറയുക, സ്കൈ സ്ക്രാപ്പർ ടെക്നിക്, നമ്മൾ SEOയിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് സ്കൈ സ്ക്രാപ്പർ. നമ്മുടെ ബാക്ക്ലിങ്ക് കോഡ് ഫൗണ്ടർ കോയിൻ ചെയ്തിട്ടാണ്. അപ്പോൾ ഈ സ്കൈ സ്ക്രാപ്പർ ടെക്നിക് വേണമെങ്കിൽ ഒരു സിമ്പിളായി പറയുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും പെർഫോമിംഗ് ആയിട്ടുള്ള റിലേറ്റഡ് കോമ്പറ്റീറ്റേഴ്സിൻ്റെ അത് ഐഡന്റിഫൈ ചെയ്തിട്ട് ഒരു 10 or 100 ടൈംസ് ബെറ്റർ ആക്കിയിട്ട് പുറത്തേക്ക് ഇറക്കാം. അതിപ്പോൾ നമുക്ക് കോമ്പറ്റീറ്റർ നമ്മളുടെ റിലേറ്റഡ് വീഡിയോ നല്ല രീതിയിൽ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് 10 ടൈംസ് ബെറ്റർ ആക്കാം. സോ വിച്ച് പെർഫോംസ് ബെറ്റർ. കാരണം ഓൾറെഡി നമ്മൾ അനലൈസ് ചെയ്യുന്നത് ബെസ്റ്റ് പെർഫോമിംഗ് കോണ്ടന്റുകൾ എന്നാണ്. അപ്പോൾ ആ ടോപ്പിക്ക് റെലവെന്റ് ആവും. അപ്പം ഇനി മൂന്നാമത്തെന്ന് പറയുന്നത് അഡ്വർടൈസ്മെന്റ് ആണ്. അഡ്വർടൈസ്മെന്റ് എല്ലാ തരത്തിലും ആവാം. നമുക്ക് TV അഡ്വർടൈസ്മെന്റ് ആവാം, സോഷ്യൽ മീഡിയ ആവാം. ഇതൊക്കെ മാർക്കറ്റിംഗ് എൻ്റയർ ടേമിൽ നമുക്ക് എല്ലാ അഡ്വർടൈസ്മെന്റും പെയ്ഡ് ആയിട്ട് നടത്തുന്നതൊക്കെ അതിന്റെ അണ്ടറിൽ വരും. ഇതിൽ തന്നെ നമുക്ക് 0 കോസ്റ്റിൽ അഡ്വർടൈസ് ചെയ്യാം, പ്രോഫിറ്റബിൾ ആയിട്ട് അഡ്വർടൈസ് ചെയ്യാം. ഇതുപോലുള്ള അതൊക്കെ നമുക്ക് കസ്റ്റമർ അക്വിസിഷൻ കോസ്റ്റ് പോലുള്ള കുറെ കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. ഞാൻ ആദ്യം ഇത് കംപ്ലീറ്റ് ചെയ്യാം. നമുക്കിപ്പോൾ പതുക്കെ അതിലേക്കൊക്കെ പോകാൻ പറ്റുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി യെസ്. അപ്പം മൂന്നാമത്തെ പാർട്ട് പെയ്ഡ് അഡ്വർടൈസിങ് ആണ് എന്ന് വേണമെങ്കിൽ പറയാം. നാലാമത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ട്ണർഷിപ്സ് ആണ്. പാർട്ട്ണർഷിപ്സ്, ഇപ്പോൾ ഇൻഫ്ലുവൻസർ പാർട്ട്ണർഷിപ്പ്, ഇപ്പം നമ്മളിപ്പോൾ ഈ ചെയ്യുന്നത് കൈൻഡ് ഓഫ് ഇൻഫ്ലുവൻസർ ടൈപ്പ് ഓഫ് ഇതിലേക്ക് ഞാൻ വന്നിട്ട് പ്രസന്റ് ചെയ്യുന്ന അതൊരു കോണ്ടന്റ് മാർക്കറ്റിംഗിൽ ഇതിലും കൂടി മിക്സ് ആണ് ഡെഫിനറ്റ്ലി. അപ്പം അതേപോലെ മറ്റുള്ളവർ നമ്മളെ പ്രൊമോട്ട് ചെയ്യുന്നത് പാർട്ട്ണർഷിപ്പ് ത്രൂ ഇതിനെ നമുക്ക് ഹോസ്റ്റ് ബെനിഫിഷ്യറി നമ്മൾ പഠിച്ചിട്ടുണ്ടാവും പല ഏരിയയിൽ. ഹോസ്റ്റ് ബെനിഫിഷ്യറീസിനെ യൂസ് ചെയ്യാം. അപ്പോൾ ഇതാണ് 4th വൺ. 5th വൺ നമ്മുടെ കയ്യിലിരിപ്പാണ് ആക്ച്വലി. അതായത് റഫറൽസ് മൗത്ത് പബ്ലിസിറ്റി. നമ്മൾ നല്ല സർവീസസ് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല റെഫറൻസ് കിട്ടും, നമുക്ക് മൗത്ത് പബ്ലിസിറ്റി ഉണ്ടാവും. ഈ 5 കാര്യങ്ങളുടെ അപ്പുറത്തേക്ക് നമ്മൾ മാർക്കറ്റിംഗേ നോക്കണ്ട എന്നുള്ളതാണ്. ഇതിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എപ്പോഴും ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന ആൾ, ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ ഒരു ഏജൻസി, ഞാൻ എപ്പോഴും റെക്കമെൻഡ് ചെയ്യുക 10 കസ്റ്റമറെ സ്വന്തമായി ഐഡന്റിഫൈ ചെയ്യാൻ നോക്കുക ബിഫോർ ഇൻവെസ്റ്റിംഗ് എ ഫസ്റ്റ് പേഴ്സൺ ഇൻ മാർക്കറ്റിംഗ്. അത് നമ്മുടെ പ്രോഡക്റ്റ് വാലിഡേറ്റ് ചെയ്യും നല്ല രീതിയിൽ. ആദ്യത്തെ 10 കസ്റ്റമേഴ്സ് ഒരിക്കലും നമ്മൾ വെറുതെ കുറെ അഡ്വർടൈസ് ചെയ്തിട്ടൊന്നും ചെയ്യരുത് എന്നുള്ള. ഈവൻ എഡ്യൂക്കേഷനൊക്കെ ആണെങ്കിൽ 100 കസ്റ്റമേഴ്സിനെ സ്വന്തമായി ഹണ്ട് ചെയ്യുക. 10 കസ്റ്റമറൊക്കെ ഈസി ആവും. ഹാർഡ് ആവുന്നതിനനുസരിച്ച് കുറക്കുക. പക്ഷെ കുറഞ്ഞ നമ്പർ ഓഫ് കസ്റ്റമേഴ്സ് എങ്കിലും നമ്മൾ ചെയ്തിട്ട് തന്നെ ആവണം. അതായത് ആ ഫൗണ്ടറുടെ കഴിവുകൊണ്ട് തന്നെ ക്ലോസ് ചെയ്ത് അയാൾക്ക് നല്ല സർവീസ് കൊടുത്ത് അയാൾ ത്രൂ റഫറൽസ് ഉണ്ടാക്കാൻ നോക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ മാർക്കറ്റ് ചെയ്താൽ അത്രയും ലോങ് ടേമിൽ നിൽക്കുന്ന ഒരു ബ്രാൻഡ് ഉണ്ടാവില്ല. അപ്പോൾ അതാണ് എനിക്ക് എപ്പോഴും ഫീൽ ചെയ്തിട്ടുള്ളത്. ഓക്കെ. അതേപോലെ നമ്മളുടെ ഇപ്പോൾ നിയാസിന്റെ ക്ലയന്റ് ആണെന്ന് തോന്നുന്നു, ഒരു
ഒരു സോളാർ കമ്പനി, ഞാൻ ആളെ മെൻഷൻ ചെയ്യുന്നില്ല. പുള്ളി നിയാസിൻ്റെ അടുത്ത് വരുന്നതിന് മുന്നേ എന്നോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുള്ളിക്ക് ക്യാമറേൻ്റെ ഫ്രണ്ടിൽ വരാനൊക്കെ ആദ്യം കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം പുള്ളി ഫുള്ളായിട്ട് വരുന്നുണ്ട്, പ്രശ്നമൊന്നുമില്ല. വീഡിയോസൊക്കെ പുള്ളീൻ്റെ ഇറങ്ങി തുടങ്ങി. അപ്പോൾ ഒരു ഒരു ബിസിനസ്സിൻ്റെ ഓണർ അല്ലെങ്കിൽ സിഇഒ, ഹൗ ഇമ്പോർട്ടൻറ്റ് ടു ലൈക്ക് അയാളെ തന്നെ പ്രസന്റ് ചെയ്യേണ്ട എത്ര ഇമ്പോർട്ടൻ്റ് ആണ് ടു ബിൽഡ് ഹിസ് ബിസിനസ്? ഭയങ്കര അടിപൊളി ക്വസ്റ്റ്യൻ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എൻ്റെ റീസൺ ഞാൻ പറഞ്ഞുതരാം. ഇപ്പം നമുക്ക് ഇപ്പം നമ്മൾ 3 പേര് ഇരിക്കുകയാണ്. അപ്പം ഈ ഒരു ആക്ടിവിറ്റി 100 പേര് കണ്ടെന്ന് വിചാരിക്കുക. അതിലേക്ക് മിനിമം ഒരു ചെറിയൊരു ഓഡിറ്റോറിയം സ്പേസിലേക്ക് നമ്മൾ 3 പേരും ഒരു ടൈം എഫേർട്ടാണ് ആക്ച്വലി ഇത്. 100 പേരുടെ മുമ്പിലേക്ക് 1 to 1 ഇരിക്കണ്ട. അല്ലെങ്കിൽ ആ 100 പേരായിട്ടും നമ്മൾ ഇന്ററാക്ട് ചെയ്യണം, എന്നാൽ മാത്രമേ ഇത് കാണുന്നുള്ളൂ. പക്ഷെ ഇത് കംപ്ലീറ്റ് ചെയ്ത് കാണുന്ന ഒരു ഇപ്പോൾ വളരെ 100 പേരാണെങ്കിൽ പോലും ആ 100 പേരിലേക്ക് നമ്മൾ എത്തി. അപ്പോൾ ആദ്യം അവരുടെ സ്വന്തം നെറ്റ്വർക്കിലുള്ളവർക്ക് തന്നെ ഇവരുടെ ഒരു എന്താ പറയുക നോട്ടിഫിക്കേഷനാണ്, ഞാനിതൊക്കെ ചെയ്യുന്നത്, എന്തെങ്കിലും സർവീസസ് ഉണ്ടെങ്കിൽ എൻ്റെ മുന്നിലേക്ക് വരണം. അപ്പോൾ ഫ്രീ ആയിട്ട് ബ്രാൻഡ് കയറിപ്പോയി. ഓവർ ദ പീരീഡ് ഓഫ് ടൈം നമുക്ക് റെഫറൽസ് കൂടാനുള്ള സാധ്യതയുണ്ട്. പിന്നെ നമുക്ക് മാക്സിമം ഇപ്പോൾ ഇവിടെ പല നെറ്റ്വർക്കുകളുണ്ട്, അതായത് ബിസിനസ് നെറ്റ്വർക്ക് എല്ലാം അടിപൊളിയാണ് കേട്ടോ. ഞാൻ ഒരു പേരുകളൊന്നും മെൻഷൻ ചെയ്യുന്നില്ല. അപ്പോൾ അവിടെ തന്നെ നമ്മൾ നോക്കുക, മാക്സിമം പോയൊരു 60 to 70 ആൾക്കാരാണ് ആ കമ്മ്യൂണിറ്റിയിൽ ഉണ്ടാവുക. അവര് ആ ഒരു എഫേർട്ട് വീഡിയോ ഡെവലപ്മെന്റിൽ ഇട്ടാൽ ആലോചിച്ച് നോക്കുക. നമ്മളൊരു 10 വീഡിയോ ഇടുകയാണെങ്കിൽ എത്ര നമ്പർ ഓഫ് ആൾക്കാരുടെ മുമ്പിലേക്ക് നമ്മൾ 1 to 1 ചെയ്തു. നമ്മൾ പിന്നെ അത് ആലോചിക്കണ്ടല്ലോ. നമ്മൾ കൊടുക്കുന്ന സർവീസിൽ നമുക്ക് വിശ്വസ്തതയും കാര്യങ്ങളും അതുപോലെ നമുക്ക് ഡെലിവറി ചെയ്യാനും പറ്റുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ആൾക്കാർ വരുമ്പോൾ എന്താ സംഭവിക്കുക, കൂടുതൽ ബിസിനസ് വരും. ദാറ്റ്സ് ഇറ്റ്. ഇനി വേറൊരു ആംഗിളിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്ക് സക്കർബർഗിന്റെ പടുത്ത് ഞാനൊരു പോസ്റ്റർ കണ്ടു. പുള്ളി US-ന്റെ ഫ്ലാഗ് പിടിച്ചിട്ട് ഇതിലുള്ള അപ്പം സ്കേറ്റ് ചെയ്യുന്നത്. പുള്ളി വരെ എന്തിനാ ഇങ്ങനെ ഒരു ബ്രാൻഡ് ബിൽഡ് ചെയ്യാൻ നോക്കുന്നത്? എലൻ മസ്ക് എന്തിനാ ഈ പറയുന്ന ഓരോ പാർട്ടുകൾ കാണിക്കുന്നത്? ഇന്നത്തെ അസറ്റ് എന്ന് പറയുന്നത് പേഴ്സണൽ ബ്രാൻഡാണ്. ആ പേഴ്സണൽ ബ്രാൻഡ് ബിൽഡ് ചെയ്തില്ലെങ്കിൽ ഇത്രയും വലിയ $1 ബില്യൺ ചെയ്യുന്ന കമ്പനികൾ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ എന്തുകൊണ്ട് ചെയ്യുന്നില്ല? അതാണ് അത് എലോൺ മസ്കിന്റെ എവിടെയോ വായിച്ചിട്ടുണ്ട്. എവറി ടൈം എലോൺ മസ്കിനെ നമ്മൾ കാണുമ്പോഴും ടെസ്ലേനെ പറ്റിയും സ്പേസ് എക്സിനെ പറ്റിയൊക്കെ നമ്മൾ പിന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ഒരു ഇൻട്രസ്റ്റിംഗ് സാധനം കൂടി ഞാൻ പറയാം. ഞാനിപ്പം റീസെന്റ് മാനേജ്മെന്റ് കൺസൾട്ടിങ് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയി. അതിൽ ഒരു മീസ് എന്ന് പറഞ്ഞിട്ട് ഫ്രെയിം വർക്ക് ഉണ്ട്. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് സംഭവമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മ്യൂച്വലി എക്സ്ക്ലൂസീവ്, കളക്റ്റീവ്ലി എക്സോസ്റ്റീവ് എന്ന് പറയും. അതായത് ഞാനത് കറക്റ്റായിട്ട് വേണ്ടവർ പോയി നോക്കുക. നമുക്ക് ഒരു സാധനം ഇമ്പാക്ട് ചെയ്യുന്നത് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണമെന്ന് വിചാരിക്കുക. അതായത് ഒരുപാട് കാര്യങ്ങളുടെ ഔട്ട്കം ആയിട്ട് ഒരു കാര്യം ഐഡന്റിഫൈ ചെയ്യുന്നത്. ഞാൻ വളരെ സിമ്പിളായി പറയാം. നമ്മൾ വീഡിയോസ് ചെയ്യുമ്പോൾ ഓഡിയൻസ് കൂടും. ഓഡിയൻസ് ഈസ് ദ ഓൺലി തിങ് നമ്മുടെ എൻ്റെ പ്രോബ്ലം സോൾവ് ചെയ്യാൻ. ഓഡിയൻസ് കൂടുമ്പോൾ നമ്മുടെ ടോപ്പ് ഓഫ് ദ ഫണൽ ഫില്ലായി, ബോട്ടമിൽ നമുക്ക് ഫില്ലായി, കസ്റ്റമേഴ്സ് വരും, കാശ് വരും, ഓപ്പറേഷൻസ് റൺ ആവും, വേണ്ട വെൻഡർക്ക് പൈസ കൊടുക്കാം. ഓൺലി വൺ തിങ് വി ഹാവ് ടു ഫോക്കസ്, ബിൽഡിംഗ് ദ ഓഡിയൻസ്. ഈ ഓഡിയൻസിന് എന്തും സെല് ചെയ്യാം. നമ്മൾ നല്ലതാണ് ഉണ്ടെങ്കിൽ നമ്മൾ ബാക്കിയുള്ള എല്ലാം ഫോക്കസ് ചെയ്യുന്നതിനേക്കാളും ഇതിൽ മാത്രം ഫോക്കസ് ചെയ്താൽ മതി. അപ്പം ഈ ഫ്രെയിം വർക്കിന്റെ സിമ്പിൾ ഇത്രേ ഉള്ളൂ. നമുക്ക് ഇമ്പാക്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന വളരെ കുറഞ്ഞ നമ്പേഴ്സിൽ ഫോക്കസ് ചെയ്യുമ്പോൾ അതിന്റെ അണ്ടറിൽ വരുന്നൊക്കെ അതിന്റെ ബൈ പ്രോഡക്റ്റ് ആയി മാറും. ഇപ്പോ നിയാസിന്റെ തന്നെ പല ഇന്റർവ്യൂസിലും ഒക്കെ കേൾക്കുന്ന കുറെ പുതിയ ടേമുകൾ വന്നിട്ടുണ്ട് ബിസിനസ്സുകാർ പറയുന്നത്. ക്യാക്ക് ഒരു മെയിൻ സാധനമാണ്. പിന്നെ LTV, AOV, TAM, KPIs എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ സാധനങ്ങളുണ്ട്. അപ്പോൾ ഒരു പുതുതായിട്ട് ബിസിനസ്സിലേക്ക് എൻ്റർ ചെയ്യാൻ വരുന്ന ഒരു ടീൻ അല്ലെങ്കിൽ ഏർലി 20s ഒരാളാണെങ്കിലും ഒരു 40s ഉള്ള ആള് അതിന് എന്തെങ്കിലും ഒരു പരിപാടി തുടങ്ങാം എന്നൊക്കെ പറഞ്ഞാൽ ഇതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര ഓവർവെൽമിംഗ് ആവും. ഇതൊക്കെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ പറ്റുമോ? സ്വാമി കഴിഞ്ഞ പോഡ്കാസ്റ്റിൽ നമ്മളടുത്ത് സിമിലർ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പം ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസീസ് ഒക്കെ ആൾക്കാരെ പേടിപ്പിക്കുകയാണ് ഇങ്ങനത്തെ ഓരോ ടേംസ് പറഞ്ഞിട്ട്. അവർക്ക് ചെറിയ രീതിക്ക് അവർക്ക് മനസ്സിലാവുന്ന രീതിക്ക് പറഞ്ഞു കൊടുത്താൽ മതി. കസ്റ്റമറിനെ കിട്ടണമെങ്കിൽ നമ്മൾ ഇത്ര സ്പെൻഡ് ചെയ്യണം. ഇനി വരെ കാക്ക് എന്ന് പറയുമ്പോഴേക്കും ആൾക്കാർ പേടിച്ചു പോവാണ്. അപ്പൊ ഇതൊക്കെ ഒന്ന് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിക്ക് നമുക്ക് പറഞ്ഞു കൊടുക്കാം. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഫസ്റ്റ് ക്യാക്ക് മുതൽ തന്നെ തുടങ്ങാം. നമുക്ക് ഇതിന്റെ അണ്ടർസ്റ്റാൻഡിങ് ഇല്ലാത്തതിനെ കൊണ്ടാണ് ബിസിനസ് പലർക്കും നല്ലപോലെ നടക്കാത്തത്. അതാണ് ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ്.
പക്ഷെ ബേസിക്കലി ക്യാക്ക് എന്താ? ബേസിക്കലി ക്യാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കസ്റ്റമർ അക്വിസിഷൻ കോസ്റ്റ് സിംപ്ലി പറഞ്ഞാൽ. ഒരു കസ്റ്റമറെ കൊണ്ടുവരാൻ എത്ര ചെലവുണ്ട് മലയാളത്തിൽ പറഞ്ഞാൽ. അപ്പം ഒരു കസ്റ്റമറെ കൊണ്ടുവരാൻ എങ്ങനെയാ ചെലവ് കണക്കാക്കുക? ഇപ്പോഴത്തെ മോഡേൺ മാർക്കറ്റിംഗിൽ എല്ലാം നമുക്ക് അക്കൗണ്ടബിൾ ആണ്. ലീഡിന്റെ കോസ്റ്റ് അറിയാം, അഡ്വർടൈസിങ് സ്പെൻഡ് അറിയാം. നമുക്ക് ഒരു ലീഡിന് 50 രൂപ എടുക്കാം, ഒരു എക്സാമ്പിളിന് വേണ്ടിയിട്ട്. അപ്പൊ 100 ലീഡ് എടുക്കാൻ 5000 രൂപയാണ്. 50 കറക്റ്റ് ആണല്ലോ, 5000 രൂപ. അപ്പൊ ഒരു കസ്റ്റമറെ നമുക്ക് അതിൽ നിന്ന് കിട്ടി. അപ്പോൾ 5000 രൂപയാണ് നമ്മുടെ കസ്റ്റമർ അക്വിസിഷൻ കോസ്റ്റ്. 5000 രൂപയാണ്. അത്രേ ഉള്ളൂ, സിമ്പിൾ. ഇതുപോലെ നമ്മൾ സ്പെൻഡ് ചെയ്യുന്നതിന് അഗേൻസ്റ്റ് ആയി എത്ര കസ്റ്റമേഴ്സ് വന്നു അതിനെ ഡിവൈഡ് ചെയ്യുക. 5000 by 1 ആണെങ്കിൽ 5000, 5000 by 2 ആണ്, 2 കസ്റ്റമർ വന്നു 2500. പക്ഷെ ഇവിടെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. 5000 by 3 നമുക്ക് എത്തിക്കാൻ പറ്റുകയാണ്. 100 ലീഡ് വന്നപ്പം 3 കസ്റ്റമറെ കൺവേർട്ട് ചെയ്യാൻ പറ്റുകയാണ്. അത് ആക്ച്വലി ഒരു 1600 സംതിങ്ങിൽ കിട്ടും. 1600 കിട്ടുമ്പം 3000 സംതിങ് നമുക്ക് ലാഭമാണ്. ആ പൈസ എടുത്തിട്ട് കൂടുതൽ അഡ്വർടൈസ് ചെയ്യാം. അപ്പൊ കസ്റ്റമർ അക്വിസിഷൻ കോസ്റ്റ് കുറക്കുക എന്നുള്ളതാണ് ഒരു കമ്പനിയുടെ അൾട്ടിമേറ്റ് എയിം. ഇത് അറിയാണ്ട് ഇതൊന്നും അറിയൂല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബിസിനസ്സുകാരനെ അറിയാത്തത് അയാളുടെ പ്രോബ്ലം ആണ്. അയാൾ പിന്നെ ബിസിനസ് രക്ഷപ്പെട്ടില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള ഒരു സാധനം മനസ്സിലാക്കാൻ പറ്റൂല എന്ന് പറഞ്ഞിട്ട് അതിൽ നിന്ന് ഓടി ഒളിക്കുമ്പോ ബാക്കി എന്താ ശരിക്കും പഠിക്കണ്ടേ? ബിസിനസിന്റെ ബേസിക് എന്താ? ഒരു കസ്റ്റമറെ കൊണ്ടുവരിക എന്നുള്ളതാണ്. ഇത് എല്ലാ കമ്പനികളും ഉണ്ട്. ഇപ്പൊ ഇതിൽ നിന്ന് ചിലപ്പോൾ നമുക്ക് ഇപ്പം സ്വിഗ്ഗി അല്ലെങ്കിൽ സൊമാറ്റോ പോലെയുള്ള കമ്പനികളൊക്കെ ഉണ്ടാവും. അവർക്ക് ഇപ്പൊ ഈ പറയുന്നത് ചിലപ്പം 2500-3000 രൂപയാവും ഒരു കസ്റ്റമറെ കൊണ്ടുവരാൻ. പക്ഷെ ആ കസ്റ്റമറുടെ റിട്ടേൺ ഇൻസ്റ്റന്റ് കിട്ടുമോ? നമ്മൾ സ്വിഗ്ഗി മാക്സിമം ഓർഡർ ചെയ്ത 300 രൂപയുടെ പ്രോഡക്റ്റ് ഓർഡർ ചെയ്യും ഫസ്റ്റ് ടൈം. എങ്ങനെ ഇവർക്ക് 2500 രൂപ ലാഭം വരും? അവിടെ ആകെ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട പാർട്ടാണ് നേരത്തെ പറഞ്ഞ LTV, കസ്റ്റമർ ലൈഫ് ടൈം വാല്യൂ. ഒരു കസ്റ്റമർ ഇന പീരീഡിൽ ആവറേജ് മൊത്തത്തിൽ നമുക്ക് എത്ര രൂപ തരും? അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക? LTV എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവറേജ് എടുക്കുക. നമുക്ക് ഇപ്പം ഓവർ ഓഫ് പീരിയഡ് ഓഫ് ടൈമിൽ മൊത്തത്തിൽ വന്ന റവന്യൂ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് കസ്റ്റമേഴ്സ്. ആവറേജ് ഓർഡർ വാല്യൂ. അതായത് ഇപ്പം നമുക്കൊരു എന്താ പറയുക, CLV തന്നെ പറയാം. കസ്റ്റമർ ലൈഫ് ടൈം വാല്യൂ ഇപ്പം നമുക്ക് 10,000 രൂപയാണ്. നമുക്കൊരു മന്ത്ലി റിക്കറിംഗ് സബ്സ്ക്രിപ്ഷൻ ആണെന്ന് വിചാരിക്കുക, എന്തെങ്കിലും ഒരു സർവീസിന്റെ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ വാട്ട് എവർ. അപ്പോൾ നമ്മൾ 12 മാസമാണ് നമ്മൾക്കൊരു ആവറേജ് നമ്മളൊരു കസ്റ്റമർ നിൽക്കുന്ന വിചാരിക്കുക. അപ്പോൾ 1,20,000. ഈ 1,20,000 കിട്ടുമ്പോൾ നമുക്ക് എത്ര ക്യാക്ക് വരെ കണ്ടെത്താം എന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്യാം. ആ ക്യാക്കിന് അഗേൻസ്റ്റ് വരുമ്പോൾ 1,20,000 വരുന്നുണ്ടെങ്കിൽ നമുക്ക് പോസിറ്റീവാണ്. അപ്പൊ കസ്റ്റമർ ലൈഫ് ടൈം വാല്യൂ മനസ്സിലാക്കി അതിൻ്റെ ഉള്ളിൽ നിന്നുള്ള പെർസെൻറ്റേജ് വെച്ചിട്ടാണ് നമ്മൾ ഫർദർ ആയിട്ട് പോകേണ്ടത്. ചിലപ്പോൾ ഈ പാർട്ട് ഒന്നും കൂടി കേൾക്കേണ്ടി വരും, പക്ഷെ അത് കേൾക്കാൻ റെഡി ആവുന്നവര് രക്ഷപ്പെടും. അപ്പം കസ്റ്റമർ ലൈഫ് ടൈം വാല്യൂ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെട്രിക്സ് ആണ്. ഇപ്പം സ്വിഗ്ഗി സൊമാറ്റോയുടെ ഒക്കെ മേ ബി അവർക്ക് 10,000 ഒക്കെ ആവും CLV ഉണ്ടാവുക ഇപ്പോഴത്തെ ഡേറ്റ പ്രകാരം. പക്ഷെ അവർക്ക് 2,500-3,000 അക്വിസിഷൻ കോസ്റ്റ് ഉണ്ടാവും. അവർക്ക് ഓവർ ദ പീരിയഡ് ഓഫ് ടൈം രക്ഷപ്പെടുള്ളൂ. അതുകൊണ്ടാണ് ഈ കമ്പനികൾക്കൊക്കെ വലിയ ഇൻവെസ്റ്റ്മെന്റ് വേണ്ടി വരുന്നത് കസ്റ്റമർ അക്വയർ ചെയ്യാൻ. പക്ഷെ വൺസ് കസ്റ്റമർ അക്വയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മളുടെ ഓൺ പ്രോഡക്റ്റ് ആയി, മറ്റേ ഹൗസ് ഹോൾഡ് പ്രോഡക്ട്സ് എന്ന് പറയുമല്ലോ, ആ ഒരു കാറ്റഗറിയിലേക്ക് മാറും. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഓവർ ദ പീരിയഡ് ഓഫ് ടൈം അവർ രക്ഷപ്പെടും. പക്ഷെ ഇതല്ലാണ്ട് തന്നെ നമുക്ക് ഇമ്മീഡിയറ്റ് റിട്ടേൺ കിട്ടുന്ന കമ്പനികളുണ്ടാവും. ഇപ്പോൾ നമ്മൾ 1,500 സ്പെൻഡ് ചെയ്യുമ്പോൾ 10,000 വരുന്ന നമുക്ക് അതിലൊരു 3,000 ലാഭം ഉണ്ടെങ്കിൽ പോലും 1,500 നമ്മുടെ പ്രോഫിറ്റിലേക്ക് കയറും. എവറി ടൈം യു സ്പെൻഡ് 1,500 യു ഗെറ്റ് 10,000 ആൻഡ് യു ഗെറ്റ് 1,500 പ്രോഫിറ്റ്. അപ്പൊ അങ്ങനെ കിട്ടുന്നത് ഡിഫറെന്റ് ആണ്. ഇനി ആവറേജ് ഓർഡർ വാല്യൂവിൽ തന്നെ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ 10,000 രൂപ കിട്ടിയതിന് നമ്മളൊരു 2,000 കൂടി കൂട്ടാൻ പറ്റുമോ? അപ്സെൽ ചെയ്യാം, ഡൗൺ സെൽ ചെയ്യാം. AOV കൂടി ആവറേജ് ഓർഡർ വാല്യൂ കൂടുമ്പോൾ കസ്റ്റമർ ലൈഫ് ടൈം വാല്യൂ കൂടും. ഇപ്പൊ 12,000 × 12 10,000 × 12 ഭീകര വ്യത്യാസമുണ്ട്. അതേപോലെ ഈ സാം എന്നൊക്കെ പറയുന്ന സംഭവം ടോട്ടൽ അഡ്രസബിൾ മാർക്കറ്റ് നമുക്ക് അതൊന്നും അറിയേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. ക്യാക്ക് തന്നെ അറിഞ്ഞാൽ മതി. ക്യാക്കും ടോട്ടൽ അഡ്രസബിൾ മാർക്കറ്റ് ഒക്കെ ഡെഫിനറ്റ്ലി അറിയണം. നമ്മളിപ്പം വലിയൊരു ലെവലിലേക്ക് പോകുന്നത് ഇപ്പൊ നമ്മൾ കുറെ ടെക്നിക്കൽ ടേം പറഞ്ഞിട്ട് ഇവർക്ക് മനസ്സിലാവണമെന്നില്ല. ഇപ്പൊ ഏറ്റവും ബെസ്റ്റ് നമുക്ക് കസ്റ്റമേഴ്സിന് ഡിമാൻഡും സപ്ലൈയും അറിയാം ബേസിക് ആയിട്ട്.
അവിടെ ഒരു ഡിമാൻഡ് ഉണ്ടോ, നീഡ് ഉണ്ടോ, ഉം. അവിടെ ഇനഫ് ആയിട്ടുള്ള സപ്ലൈ ഉണ്ടോ, ഉം. അല്ലെങ്കിൽ സപ്ലൈ ഷോർട്ടേജ് ഉണ്ടോ, ഉം. ഇത് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഇതുപോലെ കാൽക്കുലേറ്റ് ചെയ്യാം. ഇത് എല്ലാം അറിഞ്ഞിട്ട് നമുക്ക് ഒരിക്കലും ബിസിനസ് ചെയ്യാൻ പറ്റില്ല. ഇനീഷ്യലി ഇതൊക്കെ വലിയ ലെവലിൽ അറിയാണ്ടിരുന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കസ്റ്റമർ ഉണ്ടാക്കി പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന ഏറ്റവും ബെസ്റ്റ്. ഉം. ഒന്ന് രക്ഷപ്പെട്ടതിന് ശേഷം ഇതൊക്കെ മനസ്സിലാക്കുക. അത് എന്തുകൊണ്ടാ വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ പിന്നാലെ പോയി കഴിഞ്ഞാൽ നെസസറി ആയിട്ട് ചെയ്യേണ്ട പല കാര്യങ്ങളും പ്രൊഡക്റ്റ് ഇംപ്രൂവ്മെന്റ് ഒക്കെ നമുക്ക് കയ്യിൽ നിന്ന് പോകും. എപ്പോഴും ഒരു ബിസിനസ്സിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ ഇതൊക്കെ പഠിക്കുക എന്നുള്ളതാണ്. അതായത് അതിനെ പിന്നെ സ്കെയിലപ്പ് ചെയ്യാനാണ് പ്രോബ്ലം. സ്റ്റാർട്ട് ചെയ്യൽ വളരെ ഈസിയാണ്. കാരണം നമുക്കൊരു 10 20 കസ്റ്റമേഴ്സിനെ കൊണ്ടുവരാന്ന് പറഞ്ഞാൽ നമ്മളൊന്ന് ഇറങ്ങി തിരിച്ചാൽ മതി. പക്ഷെ അതിൽ നിന്ന് ഒരു 100 1000 10000 1,00,000 കസ്റ്റമേഴ്സിലേക്ക് എത്തുമ്പോഴാണ് ഈ പറയുന്ന നമ്പേഴ്സിലേക്കൊക്കെ ഫോക്കസ് ചെയ്യേണ്ടത്. ഇനീഷ്യലി നമ്മൾ ബേസിക് ആയിട്ട് ഇപ്പൊ ഈ പറയുന്ന ടാമോ സാധനം ഒന്നും പോകണ്ട എന്നുള്ള എനിക്ക് തോന്നിയിട്ടില്ല. പ്രത്യേകിച്ച് നമ്മൾ നാട്ടുപുറത്ത് ചെയ്യുന്നവർ. അല്ലാണ്ട് അവർ വലിയ ഡിമാൻഡ് ഉണ്ട്, സപ്ലൈ ഷോർട്ടേജ് ഉണ്ട്. ആ ഡിമാൻഡിന് അഗേൻസ്റ്റ് ആയിട്ട് നമുക്കൊരു ഡ്രീം ഔട്ട്കം ഒക്കെ കൊടുക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവർ എക്സ്പെക്ട് ചെയ്യുന്നതിനേക്കാളും ബെറ്റർ. ഇപ്പം ഒരു ജിമ്മാണ് ഓഫർ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ജിമ്മിൽ 6 വീക്കിലെ പ്രോഗ്രാം ഇയാൾക്ക് ഇത്ര പൗണ്ട് കുറയ്ക്കുക അല്ലെങ്കിൽ കൂട്ടുക ചെയ്യും. അതിന് ഇന്ന സ്റ്റെപ്പുകൾ യൂസ് ചെയ്യും. അവരെ കുറച്ചിലേ ഉണ്ടെങ്കിൽ അവർക്ക് ഇത്ര എമൗണ്ട് റിട്ടേൺ കൊടുക്കും. ഒരു നോ ബ്രെയിനർ ഓഫറൊക്കെ കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ ആ ബിസിനസ് ഓട്ടോമാറ്റിക്കലി സക്സസ്ഫുൾ ആവും. അത് നമ്മുടെ ഓഫറിങ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എങ്ങനെയാണ് നമ്മൾ ആ ഒരു പ്രോഡക്റ്റിന്റെ ഓഫർ മുന്നോട്ട് വെക്കുന്നത്, അവർക്ക് എന്ത് ഔട്ട്കം ആണ് കൊടുക്കാൻ പറ്റുന്നത്. ഇപ്പം ഒരു ജിമ്മിൽ മെമ്പർഷിപ്പ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ആൾക്കാരെ വിളിച്ച് കയറ്റാണോ വേണ്ടത്, അല്ല നമ്മൾ അവിടെ വരുന്ന ഓരോരുത്തർക്കും റിസൾട്ട് എടുത്തു കൊടുക്കാൻ നമുക്ക് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ഡിസൈൻ ചെയ്ത പ്രോഡക്ട്സ് ഉണ്ടോ, ഇതൊക്കെ മാറ്റർ ചെയ്യും. അതായത് ഒരേ ടൈപ്പ് ഓഫ് ബിസിനസ്സിൽ തന്നെ നമുക്ക് പല ആംഗിളിലും ഡിമാൻഡും സപ്ലൈയും ക്രിയേറ്റ് ചെയ്യാം. നമ്മൾ കണ്ടിട്ടുണ്ടാവുമല്ലോ കുറെ ടൈപ്പ് ഓഫ് ആൾക്കാർ ഈ സെയിം സെഗ്മെന്റിൽ തന്നെ ചെയ്യുന്ന ഡിഫറെന്റ് ടൈപ്പ് ഓഫ് വർക്ക്ഔട്ട്, ഡിഫറെന്റ് ടൈപ്പ് ഓഫ് റിക്വയർമെന്റ് ഉള്ളത്. അപ്പൊ നമ്മൾ അതിന്റെ ഡിമാൻഡ് സപ്ലൈ ആലോചിക്കുക. അല്ലാണ്ട് ആസ് എ ഹോൾ ജിം ഇൻഡസ്ട്രി നോക്കുമ്പോൾ ഡിഫറെന്റ് ആവും. അവിടെ ഒന്ന് നമ്മളിപ്പോ പറയുന്ന ടാം ഐഡന്റിഫൈ ചെയ്തിട്ട് വലിയ കാര്യമൊന്നുമില്ല. നമുക്ക് ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. കാരണം മെജോറിറ്റി ആൾക്കാർ വർക്ക്ഔട്ട് ചെയ്യാത്ത ഒരു കൺട്രിയിൽ അപ്പം ഡെഫിനറ്റ്ലി ഡിമാൻഡ് ഇല്ലെങ്കിലും ക്രിയേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഇപ്പൊ ഗൂഗിൾ ആഡ്സിന്റെ കേസ് ആണെങ്കിലും നമുക്ക് ഇംപ്രഷൻസ്, CTR, CPC അങ്ങനെ കുറെ ടേംസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടല്ലോ. യെസ്, അപ്പം ഇതും ഈ പറയുന്ന പോലെ അറിഞ്ഞിരിക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുന്ന ഇതിൽ കാര്യങ്ങളാണ്. എന്തെങ്കിലുമൊക്കെ അറിഞ്ഞിരിക്കേണ്ട ആവശ്യമുണ്ടോ? നേരത്തെ പറഞ്ഞൊന്നും അറിഞ്ഞിരിക്കണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. നമ്മൾ ഇനീഷ്യലി സ്റ്റാർട്ട് ചെയ്യുന്നവന് ഒരുപാട് ടെക്നിക്കൽ സാധനം പോകുന്നതിനേക്കാളും ബേസിക് ആയിട്ടുള്ള സാധനങ്ങൾ മസ്റ്റ് ആയിട്ട് അറിഞ്ഞിരിക്കുക. ഗൂഗിൾ ആഡ്സിന്റെ പാർട്ടിലും നമ്മൾ ആകെ അറിഞ്ഞിരിക്കേണ്ടത് എന്താ, ഇത്ര കാശ് ഇടുമ്പോൾ ഇത്ര വരുന്നുണ്ട്. ആദ്യത്തെ അറിയുന്നത് അത് കുറവാണെങ്കിൽ എവിടെയാണ് കുറയുന്നത്, അപ്പം അവിടെ കോമ്പറ്റീഷൻ കൂടുതലുണ്ടോ, അല്ല നമുക്ക് ഇനഫ് ആയിട്ടുള്ള സെർച്ച് വോളിയം ഇല്ലേ, ഇങ്ങനെയുള്ള ഫസ്റ്റ് ലെവലിൽ ഉള്ള സംഭവങ്ങളാണ്. ഇത് കുറച്ചും കൂടി ടെക്നിക്കലായി ഇനിയിപ്പോ മാക്സിമം എന്താ സംഭവിക്കുക, ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിച്ച ആരെക്കൊണ്ടെങ്കിലും ചോദിക്കണം. ഇനി അതും അല്ലെങ്കിൽ എന്താ സംഭവിക്കുക, ഏതെങ്കിലും യൂട്യൂബ് വീഡിയോ ഇരുന്ന് കാണണം. ഇത്രേ ഉള്ളൂ. ഈ എഫേർട്ട് ഇടുക എന്നുള്ളതാണ് അതിൽ നമുക്ക് ഫർദർ ആയിട്ട് മനസ്സിലാക്കുക. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതൊക്കെ കേട്ടിട്ട് ഇത് വലിയ സംഭവമായി കാണേണ്ട ആവശ്യമില്ല. ഇംപ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ആൾക്കാരുടെ മുമ്പിൽ നമ്മൾ എത്തി, എത്ര ക്ലിക്ക് വന്നു, അതിൽ CTR എന്ന് പറഞ്ഞാൽ ക്ലിക്ക് ത്രൂ റേറ്റ്, ആവറേജ് 100 പേര് കാണുമ്പോൾ എത്ര പേര് ക്ലിക്ക് ചെയ്തു. അപ്പൊ അതിനൊക്കെ ഇമ്പ്രൂവ് ചെയ്യുമ്പോൾ ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മീസ് ഫ്രെയിംവർക്കിൽ ഒരു സാധനം യൂസ് ചെയ്യുകയാണെങ്കിൽ കൺവേർഷൻ പെർസെൻറ്റേജ്, only one thing that we have to focus, improve conversion percentage in every step. ഇപ്പൊ വീഡിയോയിലാണെങ്കിൽ വീഡിയോക്ക് കൂടുതൽ ആൾക്കാർ ക്ലിക്ക് ചെയ്യണം, അതാണ് വീഡിയോന്റെ കൺവേർഷൻ പെർസെൻറ്റേജ്. ക്ലിക്ക് ചെയ്യണമെങ്കിൽ എന്താക്കണം, നല്ല വീഡിയോ ഉണ്ടാക്കണം, നല്ല വീഡിയോ ഉണ്ടാക്കണേ, നല്ല അറ്റൻഷൻ ഉണ്ടാക്കണം, ബേസിക് സൈക്കോളജി യൂസ് ചെയ്യുക. ഇതെല്ലാം പഠിച്ചിട്ടല്ല പല വൈറൽ ക്യാമ്പയിൻസും വരുന്നത്. അവരുടെ വളരെ ബേസിക് സൈക്കോളജി. ഇപ്പൊ നമ്മളെ നാട്ടുമ്പുറത്തുള്ള കുറെ ആൾക്കാരെ നോക്കി നോക്ക്, പ്രത്യേകിച്ച് ഫുഡ് ബ്ലോഗേഴ്സ്, അവരെങ്ങനെയാ രക്ഷപ്പെട്ടെ? അവർ ഓൺലി വൺ തിങ് ആലോചിക്കുന്നുള്ളൂ. ഇങ്ങനെ ആലോചിക്കുക, ഇത് നാട്ടുകാർ കണ്ടാ രക്ഷപ്പെടുവോ, നാട്ടുകാർക്ക് ഇഷ്ടപ്പെടുവോ, ഇത് വൈറൽ ആവുമെന്ന് മാത്രമേ അവരെ ചിന്ത ഉള്ളൂ. അവര് CTR നോക്കുന്നില്ല, ഇംപ്രഷൻസ് നോക്കുന്നില്ല. അവർ ഓൺലി ഒരു തിങ്, ഇത് ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട് ഇത് സെറ്റ് ആവുമെന്ന് മാത്രമേ ഉള്ളൂ. അത് നോക്കുമ്പോ എന്താ, നമ്മളെല്ലാം ഇമ്പ്രൂവ് ആക്കും ഓട്ടോമാറ്റിക്കലി. അത് ഇമ്പ്രൂവ് ആക്കുമ്പോ എന്താ സംഭവിക്കുന്നേ, മോർ റിസൾട്ട് വരും. കൺസിസ്റ്റൻസി ഇതില് വലിയൊരു പാട്ടല്ലേ ശരിക്കും. നമ്മൾ ആര് ഹുക്ക് ചെയ്ത് വീഡിയോസ് ക്രിയേറ്റ് ചെയ്താലും എത്ര നമ്മൾ കൺസിസ്റ്റന്റ് ആവുന്നു അതിനനുസരിച്ചിട്ടുള്ള റിസൾട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. യെസ്, അതിന്റെ ഇമ്പാക്റ്റും കൂടി നമ്മൾ നോക്കണം. ഇപ്പം ഞാൻ വളരെ ഏർലി സ്റ്റേജിൽ ചെയ്തൊരു മിസ്റ്റേക്ക് ആയിരുന്നു. ഇപ്പം ഒരുപാട് ബ്ലോഗൊക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്തിടുക. പക്ഷെ ആക്ച്വലി ആ ബ്ലോഗിൽ നിന്ന് നമുക്ക് കിട്ടുന്ന റിട്ടേൺ
ഉം. നമ്മൾ ഐഡന്റിഫൈ ചെയ്യാണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന എല്ലാം വേസ്റ്റഡ് എഫേർട്ടാണ്. ഉം. അതായത് നമ്മൾ ചെയ്യുന്ന ഒരു ആക്ടിവിറ്റിക്ക് എന്ത് ഇമ്പാക്റ്റ് ആണ് ഉണ്ടാവുക എന്ന് നമ്മൾ ഉം. എപ്പോഴും മെഷർ ചെയ്യണം. ഉം. ഇപ്പം ഒരു വളരെ സിമ്പിളായി പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ പണിയെടുക്കുന്ന ആൾക്കാരും കുറച്ച് ഞാൻ ആരെ വെച്ച് കമ്പയർ ഉം. ചെയ്യാൻ വേണ്ടി പറയുന്നില്ല, അവരും തമ്മിലുള്ള വ്യത്യാസം എന്താ? ഉം. അവർ ആ ഇമ്പ്രൂവ്മെന്റ് എടുക്കാൻ റെഡി ആവുന്നില്ല. ഉം, ഉം, ഉം. ഉം, ഉം. ഉം, പക്ഷെ അത് ആക്ച്വലി വലിയൊരു പാടാണോ? ഉം, നമുക്ക് അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും ഉം. കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യാൻ. ഉം. അപ്പോൾ ഇത് ആക്ച്വലി പാടുള്ളതൊന്നുമല്ല, ഉം. ഇമ്പ്രൂവ്മെന്റ് എടുക്കാൻ റെഡി ആവാത്തതാണ് പ്രോബ്ലം. ഉം. 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 ഞാൻ പറഞ്ഞ പെർസ്പെക്റ്റീവ് മനസ്സിലായോ? മനസ്സിലായി. അപ്പം നമുക്ക് ഇപ്പോൾ കോണ്ടന്റ് ചെയ്യുകയാണെങ്കിലും നമ്മുടെ ജീവിതത്തിലാണെങ്കിലും നമ്മൾ കീ ആയിട്ട് ആ 20% വർക്കായി കഴിഞ്ഞാൽ നമ്മൾ ഉം. രക്ഷപ്പെടും. അതെ. അല്ലാണ്ട് 80% നമ്മൾ ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആണ്. ഉം. ഒരുപാട് ഹാർഡ് വർക്കിംഗ് ഒന്നും നമ്മൾ രക്ഷപ്പെടുത്തില്ല. ഉം. നമ്മൾ ആ 20% എവിടെ ഇടണം എന്ന് ഉം. നമ്മൾക്ക് തീരുമാനിക്കാനും സെൽഫ് റിഫ്ലക്ട് ചെയ്യാനൊക്കെ നമുക്ക് ഇതാക്കുമ്പോഴാണ് ഉം. അത്. അപ്പം നമ്മൾ ഏത് സംഭവം ചെയ്യുമ്പോഴും അതിന്റെ ഇമ്പാക്റ്റ് ഐഡന്റിഫൈ ചെയ്യണം. ഉം. മനസ്സിലായോ? നമ്മൾ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. ഉം. നമ്മൾ ചിലപ്പം സെയിൽസിലൊക്കെ രാവും പകലും പണിയെടുക്കുന്നുണ്ടാവും. ഉം. സെയിൽസ് വന്നില്ലെങ്കിൽ അതൊന്നും കാര്യമില്ല. ഉം. എന്തുകൊണ്ടാണ് വർക്ക് ആവാത്തതെന്ന് കണ്ടെത്താൻ ഒരു അരമണിക്കൂർ എല്ലാ ദിവസവും ഇരുന്നാൽ മതി. ഉം, ഉം. right, right. അപ്പൊ ഇമ്പാക്റ്റ് അസോസിയേറ്റ് ചെയ്ത് അവിടെ കൺസിസ്റ്റൻസിനേക്കാളും ഞാൻ ഫോക്കസ് ചെയ്യുക എന്ത് ഇമ്പാക്റ്റ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്, എന്ത് ഇമ്പ്രൂവ്മെന്റ് ഇന്ന് നമുക്ക് അതിന് അഗെയിൻസ്റ്റ് ആയി കൊണ്ടുവരാൻ Right, പറ്റുക. right. ഉം. നമ്മൾ ക്യാക്കിന്റെ കാര്യം പറഞ്ഞല്ലോ നേസെ. ഇപ്പോൾ ഒരുപാട് ടൈപ്പ് ഓഫ് ബിസിനസ്സസ് മാനേജ് ചെയ്തല്ലേ. ഉം. ഒരു ഇത് അങ്ങനെ കറക്റ്റ് ഒരു ആൻസറിലേക്ക് എത്താൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാലും ഡിഫറെന്റ് ഇൻഡസ്ട്രീസിൽ നോക്കുമ്പോൾ ഓരോന്നിനും ഉള്ളൊരു മിനിമം അല്ലെങ്കിൽ ആവറേജ് ക്യാക്ക് എങ്ങനെയൊക്കെ ആയിരിക്കും കേരളത്തിൽ മാർക്കറ്റ് ചെയ്യുന്ന കമ്പനീസ്? ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇത്രയും കമ്പനീസിൽ ഇത്രയും നമ്പർ ഓഫ് ഇൻഡസ്ട്രീസും വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിൽ തന്നെ ഒരേ ഇൻഡസ്ട്രിയിൽ തന്നെ ഞാനൊരു സിമ്പിളായി പറയാം, ബൈജൂസ് അല്ലെങ്കിൽ ലക്ഷ്യ പോലുള്ള കമ്പനികളും അവർക്ക് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള കോമ്പറ്റീറ്ററെ നമ്മൾ എടുക്കുക. ആ കോമ്പറ്റീറ്റർ ഒരു വർഷമായിട്ടുള്ള സ്റ്റാർട്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ ഇന്ന് തുടങ്ങാൻ പോകുന്ന സ്റ്റാർട്ടപ്പ് ആണെന്ന് വിചാരിക്കുക. ബൈജൂസ് അല്ലെങ്കിൽ ലക്ഷ്യ പോലുള്ള, ഞാൻ വലിയ ഫേം എടുത്തതെന്നുള്ളൂ അവർ എക്സാമ്പിൾ ആക്കിയിട്ട്, അവരുടെ ബ്രാൻഡ് പ്രസൻസ് കസ്റ്റമേഴ്സിന്റെ ഉള്ളിൽ ഇല്ല. ഉം. അതുകൊണ്ട് തന്നെ ഇതിന് രണ്ടിന് ക്യാക്ക് വ്യത്യാസം. അതായത് സെയിം ഇൻഡസ്ട്രിയിൽ പോലും രണ്ട് ടൈപ്പ് ഓഫ് ക്യാക്ക്. ഞാൻ പറഞ്ഞ മനസ്സിലായോ? 100 പേര് ലീഡ് വന്നു കഴിഞ്ഞാൽ ചിലപ്പം കമ്പനി പോപ്പുലർ ആയിട്ടുള്ള കമ്പനി എക്ക് 4% കൺവേർഷൻ റേറ്റ് ഉണ്ടാവും. പോപ്പുലർ അല്ലാത്ത ബി എന്നുള്ള സെയിം ഇൻഡസ്ട്രിയിലെ കമ്പനിക്ക് ചിലപ്പോൾ 1% അതിൽ കുറവേ ഉണ്ടാവുള്ളൂ. നമ്പർ 1. അത് മാത്രമല്ല ഇവരുടെ പ്രൈസ് കൂടുതലാവും, ഇവരുടെ പ്രൈസ് കുറവാവും, ഇവരുടെ സെയിൽസ് ടീം അടിപൊളിയാവും, ഇവരുടെ സെയിൽസ് ടീം മോശമാവും. അവിടെയും അതും എല്ലാം ക്യാക്ക് അസോസിയേറ്റഡ് ആണ്. അപ്പം നമ്മൾ ഐഡന്റിഫൈ ചെയ്യേണ്ടത് നമ്മളുടെ റൈറ്റ് ക്യാക്ക് എന്താണ്. നമുക്കിപ്പം 100 രൂപ കിട്ടുകയാണെങ്കിൽ ആ 100% ഐഡന്റിഫൈ ചെയ്യാനാ പറഞ്ഞത്. 100 രൂപ കിട്ടുകയാണെങ്കിൽ അതിൽ എത്ര രൂപ വരെ ക്യാക്കാക്കി മാറ്റി വെക്കാൻ പറ്റുമെന്ന് കണ്ടെത്തുക. ലെറ്റ്സ് സേ നമുക്ക് 30% or 20% നെറ്റ് പ്രോഫിറ്റ് ഉണ്ട്. അപ്പൊ നമ്മളുടെ ബ്രേക്ക് ഈവൻ പോയിന്റ് 20%. 100 രൂപ കിട്ടിയ 20 രൂപ വരെ സ്പെൻഡ് ചെയ്താലും കമ്പനിക്ക് പൈസ ചെലവില്ല, അല്ലെങ്കിൽ കമ്പനി പുറത്തുനിന്ന് കാശ് കൊണ്ടുവരണ്ട. പക്ഷെ ഈ ബ്രേക്ക് ഈവൻ എത്തിയാലും മതി, കാരണം അവരുടെ റിപ്പീറ്റഡ് പർച്ചേസ്, ലോങ് ടേം പർച്ചേസസ്, റഫറൽസ്, മൗത്ത് പബ്ലിസിറ്റി, ബ്രാൻഡിന് ഈ പറയുന്ന സ്പെൻഡ് ചെയ്തതിനെ കൊണ്ടുള്ള അഡ്വാൻറ്റേജസ്, ഇങ്ങനെ പറയുന്ന എല്ലാ കാര്യങ്ങളും കിട്ടും. അപ്പൊ നമ്മളുടെ ക്യാക്ക് നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് അത് ഇമ്പ്രൂവ് ചെയ്ത് അതിൽ നമുക്ക് കസ്റ്റമറെ കൊണ്ടുവരാൻ പറ്റുമോ എന്ന് ഐഡന്റിഫൈ ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. നമുക്കിപ്പോൾ മാർക്കറ്റിംഗ് എൻക്വയറീസ് ഒക്കെ വരുന്ന സമയത്ത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ, എനിക്ക് ഇതാ ഇന്നൊരു പ്രോഡക്റ്റ് ഉണ്ട്, അത് ഇന്ന സ്ഥലത്ത് മാർക്കറ്റ് ചെയ്യണം, എത്ര പൈസയാവും? ഇതാണ് ചോദ്യം വരിക. അപ്പോൾ ഇതിനൊരു മറുപടി എങ്ങനെ പറയാ? അത് നമ്മൾ നേരിടുന്ന ഒരു പ്രശ്നമല്ലേ? അതെ, വളരെ വലിയ പ്രശ്നമാണ്. പക്ഷെ അതിൽ എഡ്യൂക്കേഷൻ ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പം ജിജിന് ഡൽഹി പോകണം. ഡൽഹി പോകണമെങ്കിൽ നമുക്ക് എങ്ങനെയൊക്കെ പോവാം. 500 രൂപ കയ്യിൽ തരാണ്, ഡൽഹി പോകണമെന്ന് പറയാണ്, എങ്ങനെ പോവും? 500 രൂപയ്ക്ക് എങ്ങനെ പോകാനാ? സൈക്കിൾ ചവിട്ടി പോകേണ്ടി വരും. അതിന്റെ സ്പീഡേ കിട്ടൂ. ഞാൻ പറഞ്ഞ മനസ്സിലായി. അപ്പൊ അങ്ങനെ ആദ്യം നമുക്ക് എങ്ങനെ പോകണം എന്ന് ഐഡന്റിഫൈ ചെയ്യണം. നമ്മളുടെ ഓപ്ഷൻസ് എന്തൊക്കെയാ? സൈക്കിൾ ഉണ്ട്, നടന്നു പോവാം, ട്രെയിനിൽ പോവാം, ഫ്ലൈറ്റിൽ പോവാം. ഇതുപോലെ തന്നെയാണ് ഈ ഒബ്ജക്റ്റീവും ഇതും. അപ്പം നമുക്കത് മനസ്സിലാക്കണം. ഞാൻ വളരെ സിമ്പിളായി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സ്പീഡാക്കി പോകണമെന്ന് നമുക്ക് എന്താ വേണ്ടതെന്നുള്ളതും കൂടി നമ്മൾ ഐഡന്റിഫൈ ചെയ്യണമല്ലോ. അപ്പൊ അതിൻ്റെതായുള്ള കോസ്റ്റുകൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ലെറ്റ്സ് സേ നമുക്ക് ഇതിനെ വളരെ സിമ്പിളായി ഞാൻ പറയാം, നമുക്ക് 100 കസ്റ്റമർ വേണം എന്ന് വിചാരിക്കുക.
നമ്മുടെ ടീമിന്റെ കൺവേർഷൻ പെർസെൻറ്റേജ് 1% ആണെന്ന് വിചാരിക്കാം. ഉം. ടീമിന്റെ കൺവേർഷൻ പെർസെൻറ്റേജ് നമുക്ക് സിംപ്ലി എന്താ ചെയ്യണ്ടേ? 100 കസ്റ്റമേഴ്സ് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ 10,000 ലീഡ്സ് എടുക്കണം. ഉം. 10,000 ലീഡ്സ് വന്നാൽ 1% ഓഫ് കൺവേർഷനിൽ 100 കസ്റ്റമറെ കിട്ടി. ആ. 10,000 ലീഡ്സിന് നമുക്ക് 100 രൂപക്കും ലീഡ് കിട്ടാം. കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യാം, അതിൽ കുറയാം. ഉം. കുറച്ച് സ്ട്രോങ് ആക്കുകയാണെങ്കിൽ അതിൽ കൂടാം. അപ്പോൾ അതിൻ്റെ കോസ്റ്റും കിട്ടി. 10,000 ഇൻറ്റു 100 രൂപയാണെങ്കിൽ എത്ര വരും? 10 ലക്ഷം രൂപ അഡ്വർടൈസിങ് സ്പെൻഡിൽ 100 കസ്റ്റമേഴ്സിനെ കിട്ടും. ഉം. ഇനി അതല്ല, ഈ കമ്പനിക്ക് 2% കൺവേർഷൻ പെർസെൻറ്റേജ് ഇമ്പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ 5,000 ലീഡ്സ് മതി. 3% വരികയാണെങ്കിൽ 3,333 ലീഡ്സ് മതി. അപ്പോൾ 3 ലക്ഷത്തിൽ 100 കസ്റ്റമേഴ്സിനെ കിട്ടും. അല്ല, ഇത്രയും കസ്റ്റമേഴ്സിനെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് കൂടി നോക്കിയിട്ട് സ്കെയിൽ ചെയ്യുന്നതല്ലേ നല്ലത്? അല്ല, ഞാൻ വെറുതെ എക്സാമ്പിളിന് വേണ്ടി പറഞ്ഞതാ. ഉം. ഇപ്പോൾ അതല്ലാണ്ട് ഒരു കമ്പനി പറയാണ്, ഉം. എൻ്റെ ബഡ്ജറ്റ് ഇതാണ്, എനിക്ക് 100 കസ്റ്റമേഴ്സ് വേണം. ആ, അത് നടക്കില്ല. അത് പോസിബിൾ അല്ല. അതാണ് പ- സാധാരണ എല്ലാരും എല്ലാരും പറയാറ്. പറയാം ആ. ഇതാണ് ബഡ്ജറ്റ്, ആ, നമുക്ക് ഇത്ര. ആ, ഈ അപ്പൊ പൈസക്ക് ഇത്ര റുപ്പീസിന് ആഡ് ചെയ്താൽ മതി, പക്ഷെ ഞങ്ങൾക്ക് ഇത്രയൊക്കെ കസ്റ്റമേഴ്സിന് കസ്റ്റമേഴ്സ് വേണം. വേണം. പക്ഷെ അതിന് എപ്പോഴും നമ്മൾ ബേസിക് നമ്പേഴ്സിലേക്ക് പോകണം. ബേസിക് നമ്പേഴ്സ് എന്താ? ആ നമ്പേഴ്സ് എത്താൻ എന്തൊക്കെ നമ്മുടെ കയ്യിലുണ്ട്? ഉം, നമ്മുടെ സെയിൽസ് ടീമിന്റെ സ്കിൽ എത്രയാണ് കൺവേർഷൻ പെർസെൻറ്റേജിൽ? ഉം, നമുക്ക് ആവറേജ് എത്ര ക്വാളിഫൈഡ് ലീഡ്സ് വരാറുണ്ട്? ഉം, ഞാനിത് സിംപ്ലി പറഞ്ഞതേ ഉള്ളൂ. ഉം. ഉം, അപ്പം ഇതിൽ തന്നെ നമുക്ക് ഇമ്പ്രൂവ്മെന്റ് ചെയ്യാൻ പറ്റും. പല ആംഗിൾ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ഉം, സെയിൽസ് ടീമിന്റെ ഇമ്പ്രൂവ്മെന്റ് എടുക്കാം, ഉം, നമ്മളുടെ ലീഡ് കോസ്റ്റിന്റെ ഇമ്പ്രൂവ്മെന്റ് എടുക്കാം. ഇതൊക്കെ ചെയ്യുന്നതിനോടുകൂടെ ഓവറോൾ എമൗണ്ട് കുറയും എന്നുള്ളതാണ്. അപ്പോൾ അവിടെ നമുക്ക് എന്ത് കോസ്റ്റ് വരുമെന്ന് പ്രീഡിഫൈൻ ചെയ്യാൻ പറ്റും നമുക്ക് എക്സിസ്റ്റിംഗ് ഡാറ്റ ഉണ്ടെങ്കിൽ. ഉം. പക്ഷെ വിത്തൗട്ട് എക്സിസ്റ്റിംഗ് ഡാറ്റ മിനിമം നമുക്കൊരു 3 മാസമെങ്കിലും റൺ ചെയ്ത് നോക്കണം. ഉം. അതേ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പോസിബിലിറ്റി. അപ്പോൾ നേരത്തെ പറഞ്ഞ പ്രോബ്ലത്തിന് അഗെയിൻസ്റ്റ് ഉം. നമുക്ക് അതിൽ ക്ലാരിറ്റി എടുക്കുക എന്നുള്ളത് മാത്രമാണ്. അതെ, 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 അതെ. എഡ്യൂക്കേറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. യെസ്, അവർക്ക് കറക്റ്റായി പറഞ്ഞ് മനസ്സിലാക്കുക, Right. എക്സിസ്റ്റിംഗ് ഡാറ്റ എടുക്കുക. അപ്പം ഞാൻ ഇന്ന് ഒരു മീറ്റിംഗിൽ ഇരുന്ന സമയത്ത് അവരോട് ഒരുപാട് ക്വസ്റ്റ്യൻ ചോദിച്ചു. അവരെല്ലാ മാസം എത്ര എമൗണ്ട് ദിർഹംസിൽ സ്പെൻഡ് ചെയ്യുന്നുണ്ട്, എത്ര കസ്റ്റമേഴ്സിനെ കിട്ടിയെന്ന് അവർക്ക് അറിയില്ല, എത്രയാണ് അവരുടെ കസ്റ്റമർ ലൈഫ് ടൈം വാല്യൂ ഉം, അറിയില്ല. അവരൊരു കസ്റ്റമറെ കൊണ്ടുവരാൻ 20 വർഷമായിട്ട് കമ്പനി റൺ ചെയ്യുന്ന കമ്പനിയാണ്. ഉം, ഉം. 4 വർഷമായിട്ട് എല്ലാ മാസവും 4,000 ദിർഹംസിന് അഡ്വർടൈസിങ് സ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഉം, ഉം. പറയുന്ന ഒരു നമ്പേഴ്സും അറിയില്ല. ഉം, പിന്നെ എങ്ങനെ ഇവർക്ക് മനസ്സിലാക്കണം? 4,000 സ്പെൻഡ് ചെയ്യണോ, 10,000 സ്പെൻഡ് ചെയ്യണോ, ഉം, 1 ലക്ഷം സ്പെൻഡ് ചെയ്യണോ, ഉം, ഇത്ര രൂപ കിട്ടുമോ? എങ്ങനെ ഇത് മനസ്സിലാക്കുക? ഉം. നമ്മൾ എന്നും എന്തെല്ലോ എഫേർട്ട് ഇടുന്നു. അത് നമുക്ക് തോന്നിയ സമയത്ത് പൈസ കൂട്ടുന്നു, തോന്നാത്ത സമയത്ത് കുറക്കുന്നു. ഉം, നമ്പേഴ്സിന്റെ ക്ലാരിറ്റി നമുക്ക് ഉണ്ടാവുക എന്നുള്ള നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് എന്നാലല്ലേ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റൂ. ഉം, ഇപ്പോൾ 1% കൺവേർഷൻ മനസ്സിലാക്കിയാലാണ് ഉം, ഇതിന് ഞാൻ സിമ്പിളായിട്ട് തരാം. ഞാൻ ഏർലി സ്റ്റേജിൽ 2020 കൺസൾട്ട് ചെയ്യുന്ന ഒരു വലിയ ഫേം, ഉം, അറിയപ്പെടുന്ന ഫേം, ഉം, അവരുടെ വെബ്സൈറ്റ് കൺവേർഷൻ പെർസെൻറ്റേജ് 0.1%. ഉം, അവർ ഇൻ ലാക്ക്, ഉം, മൾട്ടിപ്പിൾ മില്യൺസ്, ഐ മീൻ 10+ ഉം, ലാക്ക്, ലാക്കുകളിലാണ് ചെയ്യുന്നത്. ഓക്കെ. അതിനെ ജസ്റ്റ് ഇമ്പ്രൂവ് ചെയ്തതിനെ കൊണ്ട് അത് CR ലെവലിലേക്ക് വന്നു. ഉം. അവരുടെ ഉം. പൊട്ടൻഷ്യൽ ഉം, ലോസ് ഉം, എത്രയാ അത് ഉം, ഉം. ഇമ്പ്രൂവ് ആക്കാത്തതിനെ കൊണ്ട് അതെ, ഓരോ അതെ, മാസം. yeah. അപ്പം നമുക്കിത് അൺഐഡന്റിഫൈഡ് ആണ് ഉണ്ടെങ്കിൽ നമുക്കിത് മനസ്സിലാവോ? കാരണം 0.1% എന്ന് പറയുമ്പോൾ 1000 പേര് ഒരു വെബ്സൈറ്റിൽ എത്തുമ്പോൾ ഒരു കസ്റ്റമർ ആവുന്നത്. ഉം, 1000 പേരെ കൊണ്ടെത്തിക്കാൻ എന്ത് കോസ്റ്റ് ഉണ്ട്? ഉം. 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 അപ്പൊ അതിന് 0.5 എത്തിക്കുമ്പോൾ തന്നെ അത് വലിയ ലെവലിൽ ഇമ്പ്രൂവ് ആയി. അതെ. 200 കസ്റ്റമറിന് 1 കസ്റ്റമറെ കിട്ടും, ഉം. 1000 പേര് വരുമ്പോൾ 5 കസ്റ്റമറെ കിട്ടും. ഉം. 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 Okay. ഇതിനെ കണക്ട് ചെയ്തിട്ടൊരു കാര്യം പറയട്ടെ. ഇപ്പം മാർക്കറ്റിംഗ് ഭയങ്കര എഫക്റ്റീവാണ്. ഇപ്പം നമ്മൾ റീസെൻ്റ്ലി ഫേസ് ചെയ്തൊരു പ്രശ്നമാണ്. നമ്മൾ ചെറിയ രീതിക്ക് ഈ ചെറിയ പിക്ക് ചെയ്തിട്ട് കുറച്ച് ക്ലയൻറ്റ്സിന് നമ്മൾ മാർക്കറ്റിംഗ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം അവരെ കേസിൽ നമ്മൾ നല്ലോണം മാർക്കറ്റ് ചെയ്തു, അവർക്ക് നല്ലോണം ലീഡ്സ് വന്നു. പക്ഷെ അവർ പറഞ്ഞ് ഹോൾഡ് ചെയ്യാൻ, ക്യാമ്പയിൻസ് ഒക്കെ ഒന്ന് സ്റ്റോപ്പ് ചെയ്യണം, കാരണം അവർക്ക് ആ ലീഡ്സ് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം ഇങ്ങനെയൊരു മാർക്കറ്റിംഗ് എന്നുള്ള ലെവലിലേക്ക് അവരിറങ്ങുന്നതിൻ്റെ മുമ്പേ ഇവരുടെ ഒരു സൈഡിൽ ഇവർ എന്തൊക്കെ ഇൻഫ്രാസ്ട്രക്ചർ സെറ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ ഇവരുടെ ഒരു സെയിൽസ് ടീമൊക്കെ എങ്ങനെ ഇതിന് റെഡി ആയിരിക്കണം എന്നുള്ളത്. ബേസിക് ആയിട്ട് സെയിൽസ് ടീമിന്റെ വലിയൊരു പ്രോബ്ലം ഉണ്ട് ഉം, നമ്മുടെ മാർക്കറ്റിൽ. മെജോറിറ്റി സെയിൽസ് ടീം നമ്മൾ ബിസിനസ്സുകാർ കണ്ടെത്തുന്നത് ഉം. നന്നായി സംസാരിക്കാൻ അറിയുമോ എന്നുള്ളതാണ്. ഉം, ഉം. ആൻഡ് നമ്മളുടെ മെജോറിറ്റി സെയിൽസ് ചെയ്യുന്ന ആൾക്കാരുടെ വിചാരം സെയിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്ലോസിങ് പ്രോസസ്സാണ്. ഉം, കസ്റ്റമർ വരുന്നു, ഇവനെ ക്ലോസ് ചെയ്യുന്നു, നമ്മളെ ഉം. സ്കില്ല് യൂസ് ചെയ്തിട്ടും നമ്മൾ നുണ പറഞ്ഞിട്ടും. ഉം. അങ്ങനെയൊക്കെയാണ്. അങ്ങനെയാണ് അതെ, മാർക്കറ്റിലുള്ള അതെ, പ്രോബ്ലമാണ് ഞാൻ അതെ. പറയുന്നത്. ആക്ച്വലി ക്ലോസിങ് അല്ല ആക്ച്വലി വേണ്ടത്. ഉം, ഇതിനെ നമുക്ക് നമ്മുടെ ഈ പോഡ്കാസ്റ്റ് കാണുന്ന ഇതുവരെ കണ്ടിട്ടുള്ള ആൾക്കാർക്ക് എന്തായാലും ബെനിഫിറ്റ് കിട്ടും. ഉം, കൺസൾട്ടേറ്റീവ് സെല്ലിംഗ് എന്ന് പറയും. ഉം, ഒരാളെ ഹെൽപ്പ് ചെയ്യാൻ ശ്രമിച്ചാൽ മതി.
നമ്മളെന്താ ചെയ്യുന്നത്? ഇവിടെ ഇരുന്നിട്ട് എന്താ പറയാ, ഗ്രോത്ത് ഫാദറിനെ എടുക്കണം എന്നൊന്നും പറയുന്നില്ല. ഉം. ഉം. പക്ഷെ നമ്മൾ മാക്സിമം ഇൻഫർമേഷൻസ് പാസ് ചെയ്ത് കൊടുക്കും. അവരെ ഉം. ഹെൽപ്പ് ചെയ്യുന്നു. ഉം. അവർക്ക് താല്പര്യമുള്ളവർ വരും, ഉം. എൻക്വയറി നടത്തും, ആവശ്യമുള്ള ആൾക്കാരെടുക്കും. ഉം. പക്ഷെ നമ്മൾ ഞാൻ ഇതിൽ ഒരു സംഭവം പോലും പറയൂല ഉം. ഗ്രോത്ത് ഫാദറിനെ നിങ്ങൾ കൺസൾട്ട് ചെയ്യണമെന്നോ, ഉം. അവർക്ക് വേണമെങ്കിൽ എടുക്കാം. ഉം. പക്ഷെ നമ്മൾ ഈ ഒരു പെർസ്പെക്റ്റീവിലാണ് വർക്ക് ചെയ്യുന്നത്, ഉം. ക്ലിയർ ആയിട്ടുണ്ടാവും. ഉം. ഇതിനെയാണ് കൺസൾട്ടേറ്റീവ് സെല്ലിംഗ് എന്ന് പറയുക. ഉം. അതായത് മറ്റുള്ള ഒരാളെ ഹെൽപ്പ് ചെയ്യാൻ ശ്രമിച്ചാൽ മതി. ഉം. ഉം. നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ ഒരു വണ്ടി വാങ്ങുന്ന സാറേ ഇതന്നെ അടിപൊളി ഇങ്ങനെ പറയുന്നതിനേക്കാൾ നല്ലത് അയാൾക്ക് അയാളുടെ നീഡ് മനസ്സിലാക്കി, അയാൾക്ക് ഫാമിലി എത്ര പേരുണ്ട്, എങ്ങനെയാണ് അത് ഇരിക്കേണ്ടത്, അപ്പം സാറേ ഇതാവും ബെസ്റ്റ്, അല്ലെങ്കിൽ വട്ടവർ അയാളുടെ പേര് വിളിച്ചിട്ട് ഇതാവും ബെസ്റ്റ്, ഇതാവും നിങ്ങളുടെ അയാളെ ഹെൽപ്പ് ചെയ്യാനുള്ള ഒരു മെൻറ്റാലിറ്റിയിൽ നമ്മൾ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ഉം. നമ്മളൊരു ബിസിനസ് ചെയ്യുന്നത് എന്താ, എപ്പോഴും ഒരു പ്രോബ്ലത്തിന് ഒരു സൊല്യൂഷനാണ്. ആ പ്രോബ്ലം അയാൾക്ക് ഉണ്ടെന്നും ആ പ്രോബ്ലത്തിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഈ സൊല്യൂഷൻ പ്രൊവൈഡ് ചെയ്യുന്നതെന്നും നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഉം. ഈ ടേം അവർക്ക് ഫർദറായി വേണ്ടവർക്ക് സെർച്ച് ചെയ്തു പോകാം. കൺസൾട്ടേറ്റീവ് സെല്ലിംഗ് ആണ്. ഉം. ഈ ഇതുപോലുള്ള ബേസിക് ആയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് പോലും ഇല്ലാത്തവരാണ് നമ്മുടെ മെജോറിറ്റി ഫ്രണ്ട് ലൈൻ സെയിൽസിൽ കിടക്കുന്ന ആൾക്കാർ. ഉം. ഉം. അത് വലിയൊരു പ്രോബ്ലമാണ്. ഉം. രണ്ടാമത്തത് ഇത് ബിസിനസ്സുകാരനും അറിയില്ല. കാരണം ഒരു ബിസിനസ്സുകാരന് ഏതൊരു പ്രോബ്ലം വരുമ്പോഴും അവന് അറിയാം ഇതെങ്ങനെ സെല്ല് ചെയ്യാന്ന്. പക്ഷേ ഈ നോളജ് ട്രാൻസ്ഫർ ചെയ്യാനുള്ള ടൈമോ സ്കില്ലോ ഉണ്ടാവില്ല. ഉം. ഉം. Okay. ഇപ്പോൾ ഒരു ബിസിനസ്സുകാരന് അവൻ്റെ മുമ്പിൽ ഒരു ലീഡ് വന്നു കഴിഞ്ഞാൽ ഈസി ആയിട്ട് അവന് കൺവേർട്ട് ചെയ്യും. ഉം. കാരണം അവന് ഇവനെ ഹെൽപ്പ് ചെയ്യാനാ നോക്കുക. അതെ. ബിസിനസ് അവനറിയാലോ എന്തൊക്കെ നീഡ് കൊണ്ടാണ് ഇവൻ ഈ ഉം. റിക്വയർമെന്റിലേക്ക് ഉം. എത്തിയെന്നുള്ളത്. പക്ഷെ ഇത്രയും അണ്ടർസ്റ്റാൻഡിങ് ഒരിക്കലും ഈ പറയുന്ന സെയിൽസിൽ സെയിൽസ് ഇരിക്കുന്ന ആൾക്ക് ടീമിൽ ചിലപ്പം ഉണ്ടാവില്ല. ഉണ്ടാവില്ല. ഉം. അപ്പോൾ അവിടെ നമുക്ക് സെയിൽസ് ടീമിനെ പ്രോപ്പർ ആക്കാൻ ഒരുപാട് സാധനങ്ങളുണ്ട്. ഉം. പ്രോപ്പർ ട്രെയിനിങ് കൊടുക്കുക, സെയിൽസ് മെത്തേഡ് പഠിപ്പിക്കുക, അവരുടെ USPs പഠിപ്പിക്കുക, അവരെങ്ങനെ ഹെൽപ്പ് ചെയ്യിപ്പിക്കണം എന്ന് പഠിപ്പിക്കുക, ഉം. എന്തുകൊണ്ട് അവർ നമ്മുടെ പ്രോഡക്റ്റ് യൂസ് ചെയ്യണമെന്ന് പഠിപ്പിക്കുക. ഇങ്ങനെ പറയുന്ന സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ട്രെയിനിങ് കൊടുക്കുന്നതിലുൾപ്പെടെ ഇതിനെ പ്രോപ്പറായി ട്രാക്ക് ചെയ്യുക, ഓരോരുത്തരുടെയും ഡെയിലി ട്രാക്കിംഗ് നടത്തുക, അത് പറഞ്ഞ CRM മറ്റേ ഈ പോലുള്ള ഇൻ്റഗ്രേഷൻസ് നടത്തുക. സെറോദന്റെ ഇയാള് നിതിൻ കമ്മത്ത് ഉണ്ടല്ലോ, 4 വർഷം ഞാൻ ഇവരുടെ സെയിൽസ് ടീമിന്റെ കൂടെ ഇരുന്നിട്ടുണ്ട് അത്രേ. പുള്ളിന്റെ പേര് സച്ചിൻ അങ്ങനെ എന്തോ ഉണ്ടായിരുന്നു. എന്നിട്ട് പുള്ളിയാണല്ലോ ഓണർ. Okay. പുള്ളി തന്നെ സംസാരിക്കും. അപ്പം ബാക്കിയുള്ളവർക്ക് അത് ഇൻസ്പിറേഷൻ അല്ലേ, ലൈക്ക് ദെൽ ഗെറ്റ് ടു നോ വാട്ട് ടു സ്പീക്ക് ആൻഡ് വാട്ട് നോട്ട് ടു. അപ്പോൾ അങ്ങനെയൊക്കെ ശരിക്കും അങ്ങനെ പുള്ളീൻ്റെ അത്രയും പ്രൊഡക്റ്റ് നോളജുള്ള വേറെ ആൾ അവിടെ ഉണ്ടാവില്ലല്ലോ. അതെ. ഷുവർ അല്ലേ? അപ്പോൾ ശരിക്കും ഒരു ബിസിനസ് ഓണറെ സംബന്ധിച്ചിടത്തോളം അയാൾ ഏറ്റവും ആദ്യം സെറ്റ് ചെയ്യേണ്ട സെയിൽസ് ടീമില്ലേ? സെയിൽസ് ടീം ഞാൻ പറയുന്ന ആദ്യം അയാൾ തന്നെ സെയിൽസ് പേഴ്സൺ. അയാൾ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ആൾ ക്ലോസ് ചെയ്യണം കുറേ കസ്റ്റമേഴ്സിന് ഇനീഷ്യലി. അതും വലിയ മാർക്കറ്റിംഗ് സ്പെൻഡ് ഒന്നും ഇല്ലാണ്ട് ഹണ്ട് ചെയ്ത് ക്ലോസ് ചെയ്യണം. അപ്പോഴാണ് ശരിക്കും ആ പ്രൊഡക്റ്റിനെ റിഫൈൻഡ് ആവുക. നമുക്ക് ഒരു ഐഡിയ കിട്ടുമ്പോൾ ചിലപ്പം പ്രത്യേകിച്ച് ഒരു ഇനീഷ്യലി വരുന്നവർ നമ്മൾ കണ്ടിട്ടുണ്ട് കുറേ ആൾക്കാരെ, അവന് ഐഡിയ പറയാൻ പോലും പേടിയാ, ഇതെങ്ങാനും കോപ്പി അടിച്ച് പോയാലോ എന്ന് വിചാരിച്ചിട്ട്. പക്ഷേ ഈ സംഭവം വളർത്തുക എന്നുള്ളത് ഈസി അല്ല. അപ്പം അതിൻ്റെതായുള്ള ഹാർഡ് വർക്കും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിൽ നല്ല രീതിയിൽ കിടക്കുന്നുണ്ട്. ലേൺ ചെയ്യുക, ഇമ്പ്രൂവ് ചെയ്യുക, അതിനെ റിഫൈൻ ചെയ്യുക. അല്ലാണ്ട് നമ്മൾ ഐഡിയ അല്ല ബെസ്റ്റ്, പകരം ആ പ്രോഡക്റ്റിൻ്റെ എല്ലാവിധ ഇപ്പം 4 കസ്റ്റമർ അടുത്ത് പോകുമ്പോഴാവും ഇത് ഞാൻ ഉണ്ടാക്കിയ സാധനം എനിക്ക് മാത്രമേ സൂപ്പറായി തോന്നുള്ളൂ. അതല്ലാണ്ട് ഒരു കസ്റ്റമറുടെ പെയിൻ പോയിന്റ് അവിടെ സോൾവ് ചെയ്യപ്പെടുന്നില്ലല്ലോ. കസ്റ്റമറുടെ പെയിൻ പോയിന്റ് അത് സ്ട്രോങ് അല്ലാത്ത ഒരാൾ പൈസ തരുമോ? ഞാൻ ഒരു ഐഡിയ ആയിട്ട് വരികയാണ്. അപ്പോൾ ആ ഐഡിയ ബൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത്ര റിക്വയർമെന്റ് വേണ്ടേ? ആ റിക്വയർമെന്റ് ഇല്ലെങ്കിൽ ഇവിടെ വർക്ക് ആവില്ല. ഇനി അത് മാത്രമല്ല, നമ്മളിപ്പോൾ ഏത് സാധനം എടുക്കുകയാണെങ്കിലും ഓവർ പ്രൈസ്ഡ് ആണോ അൺപ്രൈസ്ഡ് ആണോ എന്നൊക്കെ. ഇപ്പം നമുക്ക് 10 രൂപയുടെ ഒരു വാട്ടർ ബോട്ടിൽ എന്നിട്ട് ഇത് ഭയങ്കര ഹൈ ക്വാളിറ്റി ആണ് 100 രൂപ എന്ന് പറഞ്ഞാൽ ചിലപ്പം വാങ്ങുന്ന ആൾക്കാരുണ്ടാവും. ഡിപ്പെൻസ് അല്ലേ, ഓവർ പ്രൈസ്ഡ് അണ്ടർ പ്രൈസ്ഡ് എന്ന് പറയുന്നത് ഡിപ്പെൻസ് ഓൺ പേഴ്സൺ ആയിരിക്കും. ഡിപ്പെൻസ് ഓൺ പേഴ്സൺ മാത്രമല്ല, ഡിപ്പെൻസ് ഓൺ പ്രോഡക്റ്റും ഞാൻ പറയാം. നമുക്ക് പറയാം. അതിൽ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അതായത് ആവറേജ് മാർക്കറ്റ് വാല്യൂ എന്നുള്ള വേരിയേഷൻ അല്ല, നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ് അതിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ 100 രൂപ കൂടുതൽ ഉണ്ടാവുന്ന ആൾക്കാരുണ്ടാവും, കുറവുള്ള ആൾക്കാരുണ്ടാവും. 1000 കൂടുതലുള്ള ആൾക്കാരുണ്ടാവും, കുറവുള്ള ആൾക്കാരുണ്ടാവും. 1 കോടിയും കൂടുതലുള്ള ആൾക്കാരുണ്ടാവും, കുറവുള്ള ആൾക്കാരുണ്ടാവും. പക്ഷേ ഇതിൽ നമ്മളുടെ പ്രോഡക്റ്റ് ആരെയാണോ ഫിറ്റ് ചെയ്യുന്നത്, നമ്മുടെ ടാർഗറ്റ് ഓഡിയൻസ് ആരാണോ, അല്ലെങ്കിൽ നമ്മുടെ കസ്റ്റമർ അവതാർ അല്ലെങ്കിൽ ഐഡിയൽ കസ്റ്റമർ പേഴ്സണ, അവരുടെ ബൈയിങ് കപ്പാസിറ്റി നമ്മൾക്ക് ക്ലിയർ ആയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് വേണം. അതിൽ വേറൊരു ആംഗിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു നല്ലൊരു പ്രോഡക്റ്റ് ക്രിയേറ്റ് ചെയ്തു എന്ന് വിചാരിക്കുക. ഇപ്പം അതിൽ തന്നെ നമ്മുടെ പെർസ്പെക്റ്റീവ് തന്നെ എടുക്കാം. 10 രൂപയുടെ ഒരു വാട്ടർ ബോട്ടിൽ 100 രൂപക്ക് തന്നു കഴിഞ്ഞാൽ ഈവൻ ദോ അത് നമുക്ക് അഫോർഡബിൾ ആണെങ്കിലും നമുക്ക് നെഗറ്റീവ് മെൻറ്റാലിറ്റിയാണ്. അവൻ എന്നെ
പറ്റിക്കാൻ പോകുന്നത്. ഉം, ഉം. പക്ഷെ അതേ സ്ഥാനത്ത് 100 രൂപയുടെ ഒരു പ്രോഡക്റ്റ് നമുക്ക് 10 രൂപ കിട്ടുമെങ്കിൽ നമുക്ക് ഭയങ്കര അപ്പോൾ അട്രാക്റ്റീവാണ്. ഉം, അപ്പം ഉം. വാല്യൂ ആണ് ഇതിൽ ഇമ്പോർട്ടൻറ്റ് പാർട്ട്. എന്ത് വാല്യൂ ആണ് ആ ഒരു ഓപ്പോസിറ്റ് പേഴ്സൺ കാണുന്നത്. ഇപ്പോൾ 2000 രൂപയുടെ ജിം മെമ്പർഷിപ്പ് 20,000 രൂപയുടെ ഒരു സ്പെഷ്യൽ കോഴ്സും 6 വീക്കിലേക്കുള്ള ചിലപ്പോൾ 20,000 കുറഞ്ഞ കോസ്റ്റ് ആവും, ഉം, 2,000 എക്സ്പെൻസീവ് ആവാം. ഉം, നമ്മൾ എന്ത് വാല്യൂ ആണ് ഇതിന് കാണുന്നത് എന്നുള്ളത്. കാണാന്നുള്ള ഉം, വിഷയം. ഉം, Yeah, ഉം. yeah. ഈ 20,000 എന്തുകൊണ്ടാണ് എക്സ്പെൻസീവ് അല്ലാത്ത, അത് പ്രൊവൈഡ് ചെയ്യുന്ന വാല്യൂ വി ആർ ഉം, പൊസിഷനിങ് ഹയർ ഉം, ദാൻ ഉം, ഉം. 2,000 രൂപയുടെ ജസ്റ്റ് സബ്സ്ക്രിപ്ഷൻ ഇൻ എ ജിം. Yeah. ഇപ്പൊ ശരിക്കും ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ഇൻസ്റ്റന്റ് റിസൾട്ട് തരുന്ന ഒരു സംഭവമാണെന്ന് കുറെ ആൾക്കാർക്കെങ്കിലും ഒരു ധാരണ ഉണ്ട്. ഒരു ഏജൻസിനെ ഏൽപ്പിച്ചാൽ അപ്പോഴേക്ക് അത് ബ്രാൻഡ് ബ്ലാസ്റ്റ് ആവും എന്നുള്ള. അത് ശരിക്കും ഒരു മിത്താണോ, അതോ ഓർഗാനിക് ആയിട്ട് ഒരു സ്ട്രാറ്റജി ബിൽഡ് ചെയ്ത് ഒരു ടൈം എടുത്ത് ഒരു ബ്രാൻഡിനെ ബിൽഡ് ചെയ്ത് കൊണ്ടുവരുന്നതാണോ? ഇത് രണ്ടും നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ എന്താ പറയാ? ഇത് ഇൻ എ ഡിഫറെൻറ്റ് വേയിൽ ഞാനൊന്ന് പറയട്ടെ. ഉം, ഇത് ലെവൽസ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട് പല ഉം, ആംഗിളിലും നോക്കുകയാണെങ്കിൽ. നമ്മൾ ഓരോ ആ, ഒരിക്കലും ഒരു ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനെ ഏജൻസിനെ ഏൽപ്പിച്ചാലൊന്നും ഒരു ബിസിനസ് രക്ഷപ്പെടില്ല. ഉം. അത് രക്ഷപ്പെടാൻ സാധ്യതയുള്ളതും അനുയോജ്യമായുള്ളത് എന്തായാലും രക്ഷപ്പെടും. ഓക്കെ. അതല്ലാത്തത് നമ്മൾ വർക്ക് ചെയ്താലേ രക്ഷപ്പെടുള്ളൂ. ഉം. ഉം, ഇതിപ്പം നമ്മൾ നാളെ ഒരു സ്വിഗ്ഗി ആപ്പ് ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്വിഗ്ഗി ബിൽഡ് ചെയ്യാൻ പറ്റുമോ? ഉം, നമുക്ക് ഇൻവെസ്റ്റേഴ്സ് വേണം, ഉം, ഉം. അതിന് മാർക്കറ്റ് ചെയ്ത് മാർക്കറ്റ് അക്വയർ ചെയ്യാൻ പറ്റണം, ഉം, വെൻഡേഴ്സിനെ ക്രിയേറ്റ് ചെയ്യണം, അതിൻ്റെ ഒരുപാട് ടീമുകൾ വേണം, ഉം, അതിന് sales, അതിൻ്റെ marketing. ആലോചിച്ച് നോക്കുക. ഉം. അപ്പം വാട്ട് ഇഫ് ഇതെല്ലാം ഏകദേശം സെറ്റ് ആയിട്ടുള്ള ഒരു ഡെഫിനറ്റ്ലി ബ്രാൻഡ് അവിടെ ആണ്. സ്ട്രാറ്റജിക്ക് വേണം, സ്ട്രാറ്റജി ഇനീഷ്യേറ്റീവ് വേണം. ഇതൊരു ഓക്കെ. ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസിനെ നടത്താൻ പറ്റില്ല. ഉം, ഞാനിപ്പോൾ പറഞ്ഞത് കമ്പൈൻഡ് ആയിട്ടുള്ള ഒരു എഫേർട്ട് റിക്വയർഡ് ആണ് എന്നുള്ളതാണ്. ഓക്കെ. ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസി എന്താ ചെയ്യുന്നത്? മെജോറിറ്റി പാർട്ടിൽ ദേ ഡു ദ കമ്മ്യൂണിക്കേഷൻ പാർട്ട്. ഉം, ഉം. ദേ നെവർ ഇൻ ടു ദ പ്രൈസിങ് ഓഫ് ദ പ്രോഡക്റ്റ്. Yeah. Yeah. അവരൊരിക്കലും അവിടെ വാല്യൂ ആഡ് ചെയ്യാൻ ശ്രമിക്കുന്നില്ല. ഞാൻ ഉം, നേരത്തെ പറഞ്ഞല്ലോ, ഈ ജിം ഓണർക്ക് ഈ 2 കോഴ്സ് ഉണ്ടാക്കാം. ഉം, ജിം ഓണർ 2,000 രൂപയുടെ സബ്സ്ക്രിപ്ഷൻ വെക്കുകയാണെങ്കിൽ ഹാർഡാവും ഉം, ഡിജിറ്റൽ മാർക്കറ്റിംഗ് പേഴ്സണ് ഉം, സെല് ചെയ്യാൻ. ഉം, പക്ഷേ 20,000 രൂപയിൽ നമുക്ക് ചിലപ്പോൾ 5,000 രൂപ കസ്റ്റമർ അക്വസിഷൻ കോസ്റ്റിൽ മാറ്റി വെക്കാം. ഉം, 15,000 എക്സ്ട്രാ കിട്ടിയാൽ മതി. ഉം, ഈ 2,000 എങ്ങനെ ഈ 5,000 കണ്ടെത്തും? ഉം. ഞാൻ പറഞ്ഞ മനസ്സിലായോ? മനസ്സിലായി. അപ്പം ഈ കസ്റ്റമർ അക്വസിഷൻ കോസ്റ്റ് കൂടുതലുള്ളതിനെ കൊണ്ട് ഈ 20,000 നമുക്ക് എത്രയും സെല് ചെയ്യാം. ഉം, ആൻഡ് അത് മാത്രമല്ല, 20,000 10 പേര് വാങ്ങിയാൽ തന്നെ 2 ലക്ഷമായി. അതെ. 2,000 രൂപയുടെ പ്രോഡക്റ്റ് കുറെ 100 വോളിയം പേര് വേണം. വാങ്ങണം. അതെ. അതെ. അപ്പം ഇത് ഒരിക്കലും ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് കമ്പനിയോ ഉം, ഇവരോ ഒന്നും വിചാരിക്കുന്നില്ല. ഇതിനെ നമ്മൾ കൊടുക്കുന്ന ഓഫർ, നമുക്ക് ഉം, കിട്ടുന്ന റിട്ടേൺ, ഇതിന് ഭയങ്കര റോളുണ്ട്. ഉം, നമ്മുടെ ഓഫർ വാല്യൂ കൂടുതലാക്കിയിട്ട് ഉം, കുറഞ്ഞ പ്രൈസിൽ കൊടുക്കാൻ പറ്റുക. ഉം, ഉം. ഈ പറയുന്ന 20,000 രൂപയുടെ പ്രോഡക്റ്റിന് 2 ലക്ഷത്തിന്റെ വാല്യൂ ആൾക്കാരിലേക്ക് ഫീൽ ചെയ്യിപ്പിക്കുക. ഉം. 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 എന്നിട്ട് 20,000 കൊടുത്ത് ഈസിയായി വിൽക്കൂലേ? അതെ, ഉം, അതെ, അതെ. ഞാൻ പറഞ്ഞ അതാണ് ഞാൻ നേരത്തെ ഉം. പറഞ്ഞ വാല്യൂ ഇക്വേഷൻ. ഉം. ഓക്കെ. ഇനി ഞാൻ വേറൊരു ആംഗിൾ പറയാം. ഇതിൽ ലെവൽസ് ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് എന്ന് പറയും. ഉം, ഇപ്പോൾ ലെവൽ ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് എന്ന് പറയാം, ഒരു ബിസിനസ് തുടങ്ങുന്ന സമയത്ത് ഏറ്റവും ടോപ്പ് ഓഫ് ദ ലെവൽ എന്താ? മാർക്കറ്റിംഗ് ചെയ്യണം എന്നുള്ള അണ്ടർസ്റ്റാൻഡിങ്. ഉം, ഉം. അപ്പോഴാണ് അത് പറയുന്നത്. അതിൻ്റെ നേരെ താഴെയുള്ള ലെവൽ ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്താൽ രക്ഷപ്പെടും എന്നുള്ളത്. ഉം. ഉം. അതിൻ്റെ താഴെയുള്ള ലെവൽ ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് മേ ബി പെയ്ഡ് അഡ്വർടൈസ്മെന്റ് അതെ, ചിലപ്പോൾ അതെ. എനിക്ക് നല്ല രീതിയിൽ വർക്ക് ഉം, ആവുന്നതാവും, അല്ലെങ്കിൽ SEO വർക്ക് ആവുന്നതാവും. ഉം. അതിൻ്റെ താഴെയുള്ള ലെവലിൽ നിങ്ങളുടെ ലാൻഡിംഗ് പേജിന്റെ കൺവേർഷൻ പെർസെൻറ്റേജ് ഇമ്പ്രൂവ് ആക്കുന്നതാവും. യെസ്. അതിൻ്റെ ലെവലിലുള്ളത് നിങ്ങളുടെ ഓവറോൾ കോസ്റ്റ് എങ്ങനെ ഡൗൺ ചെയ്ത് ഉം, മാക്സിമം പ്രോഫിറ്റ് ഉം, ഉണ്ടാക്കുന്നതാവും. അതിൻ്റെ ലെവലിൻ്റെ താഴെയാവും പ്രോഫിറ്റബിൾ ആയിട്ട് എങ്ങനെ അഡ്വർടൈസ് ചെയ്യുക ഉം, എന്നുള്ളത്. അതിൻ്റെ ലെവലിലാവും പ്രോഫിറ്റബിൾ ആയിട്ട് എങ്ങനെ സ്കെയിൽ ചെയ്യുക എന്നുള്ളത്. ഉം, നമ്മളെപ്പോഴും ഈ ടോപ്പ് ഓഫ് 3 ലെയറിലാണ് മെജോറിറ്റി ആൾക്കാർ ഇൻഫർമേഷൻ പാസ് ചെയ്യുക. ഉം. ഇതിൻ്റെ താഴത്തേക്ക് ഇൻഫർമേഷൻ ഇൻഫർമേഷൻ കിട്ടൂല, അല്ലെങ്കിൽ അറിയില്ല. അത് എക്സ്പേർട്സിന് മാത്രമേ ഉണ്ടാവുള്ളൂ. അതെ. അത് എത്ര വർഷത്തെ എക്സ്പീരിയൻസ് വേണം? Yeah. ഇപ്പം പ്രോഫിറ്റബിൾ ആയിട്ട് അഡ്വർടൈസ് ചെയ്യുമെന്ന് കേരളത്തിലുള്ള എത്ര ആൾക്കാർക്ക് പോസിബിൾ ആയിട്ടും അറിയാത്തതുണ്ട്. അവരുടെ ഉം. ബിസിനസ് പ്രോഫിറ്റബിൾ ആയിട്ട് അഡ്വർടൈസ് ചെയ്ത് സ്കെയിൽ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ ഒരു നിധി അപ്പുറത്ത് കിടക്കുന്നുണ്ട്. എന്താ പറയുക, ഗോൾഡ് മൈൻ. അത് അവർ എക്സ്പ്ലോർ ചെയ്യാത്തതിനെ കൊണ്ട് അതെപ്പോഴും അവിടെ കിടക്കുന്നുണ്ട്. അതെ, അതെ. അത് അറിയുന്ന വളരെ ചുരുക്കം പേര് മാത്രമേ അത് യൂസ് ചെയ്യുന്നുള്ളൂ. ഉം. റൈറ്റ് ആണ്, റൈറ്റ് ആ ആണ്. ലെവൽ ഓഫ് അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ ഡിഫറൻസ് ആണ്. യെസ്. നമ്മളിപ്പോൾ ആഡ്സിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു വെബ്സൈറ്റ് ഫ്രീക്വൻ്റ് ആയിട്ട് ആഡ് ചെയ്ത് പിന്നെ അത് നിർത്തി കഴിഞ്ഞാൽ അതിലേക്ക് ഫ്രീക്വൻ്റ് ആയിട്ട് ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഗൂഗിൾ ആഡ്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ SEO വൈസ് ഒരു പുഷ് നോർമലി ഉണ്ടാവാറുണ്ട്. അത് ഞങ്ങൾക്ക് പേഴ്സണലി ഞങ്ങളെ ഓൺ ആയിട്ടുള്ള ബ്രാൻഡുകളും വേറെ പല ബ്രാൻഡുകളൊക്കെ ചെയ്തപ്പോൾ തോന്നിയിട്ടുണ്ട്. പിന്നെ അത് വൺസ് നമ്മൾ ആഡ്സ് സ്റ്റോപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത്ര വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടല്ലോ. അപ്പോൾ അത് മുന്നേ എവിടെയായിരുന്നു ആ ഒരു സ്പോട്ടിലേക്ക് തന്നെ റാങ്കിങ്ങിൽ തിരിച്ചു പോകും. അതേപോലെ തന്നെയാണ് ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലുള്ള ഇപ്പോൾ ഒരു പേജ് ആണെന്നുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ ഒരു ബ്രാൻഡിൻ്റെ പേജ്, അതിൽ സ്ഥിരമായിട്ട് നമ്മൾ
ബൂസ്റ്റ് പോസ്റ്റോ അല്ലെങ്കിൽ ആഡ് തന്നെ ചെയ്യുന്ന രീതിയിൽ പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ പേജിന് ഓവറോൾ ഒരു വിസിബിലിറ്റിയിൽ ഒരു 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 ഇൻക്രീസ് വന്നതായിട്ട് കണ്ടിട്ടുണ്ട്. വൺസ് നമ്മൾ സ്റ്റോപ്പ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഓർഗാനിക് റീച്ചും കുറയുന്ന പോലെ ഫീൽ ചെയ്ത്. അത് നിയാസിൻ്റെ എക്സ്പീരിയൻസ് സെയിം തന്നെയാണോ അല്ല വേറെ എന്തെങ്കിലും ആയിട്ട് തോന്നിയിട്ടുണ്ടോ? ഇത് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഗ്രാഫ്, ഇതൊരു ഗ്രാഫിന്റെ സാധനമായിട്ട് കാണാം. ഇങ്ങനെ വരികയാണെങ്കിൽ നമ്മളൊരു ബ്രാൻഡ് പ്രൊമോട്ട് ചെയ്യുന്ന സമയത്ത് ഇതിങ്ങനെ അപ്ലിഫ്റ്റ് ആവും. ഇതിങ്ങനെ പോയിട്ട് ഇവിടെ നമ്മൾ നിർത്തുകയാണെങ്കിൽ ഇങ്ങനെ വരില്ല, കറക്റ്റഡ് ആവും. കറക്റ്റഡ് ആയിട്ട് ഇവിടെ ഒരു സ്റ്റോപ്പിലെത്തും. ഇവിടെയാണ് ഇതാവുക. പക്ഷെ അതെന്താ വെച്ച് കഴിഞ്ഞാൽ എക്സ്ട്രീംലി പ്രീവിയസ് പൊസിഷനിലേക്ക് അത് പോവില്ല. കാരണം ആ ബ്രാൻഡിന്റെ പ്രസൻസ് ഓൾറെഡി എത്തിയിട്ടുണ്ടാവും. കുറച്ചുകൂടി കൂടിയുണ്ട് മുന്നേ ഉണ്ടായിരുന്ന സ്പോട്ടിനേക്കാൾ. ബ്രാൻഡിന്റെ പൊസിഷൻ ഇൻക്രീസ് ആയി. പക്ഷെ അഡ്വർടൈസ്മെന്റിന്റെ എഫക്റ്റ് നിന്നു. ഉം, ഉം, ഉം. പക്ഷെ മുമ്പേ ബിൽഡ് ചെയ്തിട്ടുള്ള ബ്രാൻഡിന്റെ പൊസിഷൻ ഉണ്ടാവും. അഡ്വർടൈസ്മെന്റിന്റെ കൺവേർഷൻ പെർസെന്റേജ് ഉണ്ടാവും. ബ്രാൻഡിന്റെ പേഴ്സ്പെക്റ്റീവ്സ് ഉണ്ടാവും. അപ്പം തീരെ കാണാത്ത ഒരു പ്രൊഡക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മളത് രണ്ടാമതോ അഞ്ചാമതൊക്കെ ആവും ചിലപ്പം കാണുന്നത്. അപ്പൊ ആ ബ്രാൻഡ് നമ്മുടെ തലയിൽ ഉണ്ടാവും. പിന്നെ കാണുമ്പോൾ ഇതിനെ കോൾഡ് വാം ഹോട്ട് എന്നൊക്കെ പറയുമല്ലോ നമ്മുടെ ഓഡിയൻസിന്. അതിലെ കോൾഡ് അത് വാമിലേക്കൊക്കെ മാറിയിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഇതിൽ നിന്ന് ഓൾറെഡി പർച്ചേസ് ചെയ്ത് നല്ല എക്സ്പീരിയൻസ് കിട്ടിയ ആൾക്കാരുണ്ടാവും. അവരുടെ റിപ്പീറ്റ് ഓർഡേഴ്സ് വരാം. സോ എപ്പോഴും നമ്മളൊരു അഗ്രസീവ് അപ്രോച്ച് നടത്തി കഴിഞ്ഞാൽ അതിനെ കറക്ഷൻ ചെയ്യുന്നുണ്ടെങ്കിലും ഏറ്റവും പഴയ പൊസിഷനിലേക്ക് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. പക്ഷെ അത് നല്ല ഇമ്പ്രൂവ്മെന്റ്. അഡ്വർടൈസ്മെന്റ് നമുക്ക് എപ്പോഴും ബ്രേക്ക് ഈവനിൽ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ സ്പെൻഡ് 10 ലക്ഷമോ കോടികളോ സ്പെൻഡ് ചെയ്യുക. ₹1 നമുക്ക് റിട്ടേൺ വരണ്ട. പക്ഷെ കമ്പനിക്ക് നഷ്ടവും പാടില്ല. ബ്രേക്ക് ഈവൻ ആണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അത്രയും ഇപ്പൊ 1 കോടി നമ്മൾ അഡ്വർടൈസ് ചെയ്തു, നമുക്ക് ഫുൾ എമൗണ്ട് അഡ്വർടൈസ്മെന്റിന് പോയി, മാർക്കറ്റിങ്ങിനും പോയി എന്ന് വിചാരിക്കുക. എന്താ അഡ്വാൻറ്റേജ്? 1 കോടിയുടെ അഡ്വർടൈസ്മെന്റ് ഫ്രീ ഓഫ് കോസ്റ്റിൽ കിട്ടിയില്ലേ? ₹1 ചെലവാക്കാണ്ട് 1 കോടിയുടെ അഡ്വർടൈസ്മെന്റ് കിട്ടിയില്ലേ? ഇതിന്റെ ബെനിഫിറ്റ് ആ കമ്പനിക്ക് യൂസ് ചെയ്തൂടെ ഓവർ ദ പീരിയഡ് ഓഫ് ടൈം? കാരണം എപ്പോഴും നമ്മൾ തന്നെ ആലോചിച്ച് നോക്കുക, നമ്മളൊരു പ്രോഡക്റ്റ് എടുക്കുന്നത് ആ ബ്രാൻഡിനെ കാണുമ്പോൾ അപ്പോഴാണോ? ഫസ്റ്റ് ട്രൈ എന്ന് മുതൽ കാണുന്നുണ്ടാവും ചെയ്യാം. ഇപ്പോഴാവും ചിലപ്പോൾ അതിന്റെ കസ്റ്റമറായി ഉണ്ടാവുക. ഇതുപോലെ തന്നെയല്ലേ നമ്മൾ പല പ്രോഡക്റ്റുകളും നമ്മളുടെ ഫസ്റ്റ് ടച്ച് പോയിന്റിൽ നമ്മൾ ഒരിക്കലും ഒരു പ്രോഡക്റ്റ് മേടിക്കുന്നില്ല. ഓവർ ദ പീരിയഡ് ഓഫ് ടൈം ആ ബ്രാൻഡിന്റെ പൊസിഷൻ സോ ഹൈ ആവും. അപ്പൊ എത്രത്തോളം നമുക്ക് അക്വയർ ചെയ്യാൻ പറ്റുമോ നമുക്ക് ഇന്ന പോസിറ്റീവ് മാനറിൽ അതിനെ മാക്സിമൈസ് ചെയ്യുക എന്നുള്ള എന്റെ ബേസിക് ആയിട്ട് എനിക്ക് തോന്നുന്നത് അങ്ങനെ ചെയ്യുന്ന ഏറ്റവും ബെസ്റ്റ്. ഇപ്പം ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ എന്തൊരു ക്വറി ഉണ്ടെങ്കിലും ആദ്യം ChatGPT അല്ലെങ്കിൽ ജെമിനൈന്റെ അടുത്ത് അത് ചോദിക്കുന്നു, അതിനൊരു ആൻസർ കിട്ടുന്നു. അപ്പൊ ഈ ഒരു സിറ്റുവേഷനിൽ ശരിക്കും SEOന്റെ ഒരു റെലവൻസ് കുറഞ്ഞു വരികയല്ലേ? ഇനി ഒരു SEOന്റെ ഫ്യൂച്ചർ നോക്കുകയാണെങ്കിൽ ശരിക്കും SEO is dead എന്ന് പല സ്ഥലത്തും പറയുന്നുണ്ട്. ഇതില് ഞാനല്ല ശരിക്കും ഏറ്റവും വലിയ ആൻസർ പറയാനോ ഇവിടെ ഇരിക്കുന്നുണ്ട്. അവിടെ അപ്പുറത്ത് ഇരിക്കുന്നുണ്ട്. പക്ഷെ അതിലേക്ക് ഞാൻ തിരിച്ചു ചോദിക്കും. എന്തായാലും എന്റെ ഒരു പെർസ്പെക്റ്റീവില് തീരെയല്ല. അതൊരിക്കലും ഡെത്ത്. കാരണം മനുഷ്യന്മാർക്ക് എന്നും ക്വയറി ഉണ്ടാവും. അവരുടെ ചാനൽസ് മേ ബി മാറാം. ക്വയറി ഇല്ലാത്ത മനുഷ്യന്മാരുണ്ടാവില്ല. ചാനൽസ് മേ ബി മാറാം. ബേസിക്കലി എന്താ സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ. ചിലപ്പോൾ നമ്മൾ വേറൊരു ചാനൽ ഒപ്റ്റിമൈസ് ചെയ്ത് കൊണ്ടുവരേണ്ടി വരും. വേറൊരു മെത്തേഡ് ആവും നമ്മൾ യൂസ് ചെയ്യുക. ബട്ട് ഈവൻ ഇനി നമ്മൾ ഗൂഗിളാണ് SEO എന്ന് കൺസിഡർ ചെയ്ത് പറയുകയാണെങ്കിൽ അതുപോലും ഡെത്തിലേക്ക് പോകില്ല. നമുക്ക് വേണ്ട ക്വയറീസ് അവിടെ എന്തായാലും ഉണ്ടാവും. അല്ലെങ്കിൽ ചിലപ്പോൾ ഗൂഗിൾ മാറിയിട്ട് വേറെ ഏതെങ്കിലും പ്ലാറ്റ്ഫോം വരുമായിരിക്കാം, മേ ബി, ഐ ഡോണ്ട് നോ. പക്ഷെ അതൊക്കെ അവർ അഡാപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പുതിയ ലെവലിൽ. പക്ഷെ എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഒരു SEO ഡെത്ത് നടന്നിട്ടുണ്ടെന്ന്. പക്ഷെ ഇപ്പം ChatGPTയിലൊക്കെ നല്ല റിസൾട്ടുകൾ വരുന്നുണ്ട്. അപ്പൊ അതിനെ ഒപ്റ്റിമൈസ് ചെയ്യാനുള്ള പുതിയ മെത്തേഡ്സ് നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ട് അതിലെങ്ങനെ നമുക്ക് കൊണ്ടുവരാൻ പറ്റും എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാം. ഈ SEO is dead എന്ന് എനിക്ക് തോന്നുന്നു 2004 മുതൽ അങ്ങാണ്ട് എല്ലാ വർഷവും ഈ സാധനം ട്രെൻഡിങ് ആവുന്നത്. സെർപ്പും ഭയങ്കരമായിട്ട് അല്ല, അത് വിശ്വസിക്കുന്നവര് വിശ്വസിക്കട്ടെ എന്നുള്ളത്. ഓവർ ദ ടൈം ടഫായിട്ടുണ്ട് SEO. ഓവർ ദ ടൈം എല്ലാം അതിപ്പോ ആഡ്സ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പോ CAC ഒക്കെ കൂടിയില്ലേ, കോമ്പറ്റീഷൻ കൂടി. അതേപോലെ തന്നെ SEOന്റെ കേസ് ആണെന്നുണ്ടെങ്കിലും ടെക്നോളജി കുറെ വലുതായപ്പോ ഇപ്പൊ AI ഒക്കെ വരുന്നുണ്ട്. അപ്പൊ നമ്മള് ഈ കോണ്ടന്റ് ഒക്കെ ആദ്യമൊക്കെ എന്താന്ന് വെച്ചാൽ നമ്മളെ കോണ്ടന്റ് എന്തോ ആയിക്കോട്ടെ, കുറെ മെറ്റാ ഡിസ്ക്രിപ്ഷനും മെറ്റാ ടൈറ്റിലും ഒക്കെ എന്തായിരുന്നു അതിന്റെ പേര്, ടാഗ്സ് ഒക്കെ ആഡ് ചെയ്താൽ ആ ടാഗ്സ് ഒക്കെ വെച്ചിട്ട് നമ്മളെ പേജ് ഐഡന്റിഫൈ ചെയ്ത് ട്രാഫിക് വരുന്ന റാങ്കിങ് ഒക്കെ ഉണ്ടാകുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അതൊന്നും വേണ്ട. ഐ മീൻ ഇപ്പൊ നമ്മൾ കീവേഡ്സ് ഇവൻ റൈറ്റ് ആയിട്ട് പ്ലേസ് ചെയ്യുക പോലും വേണ്ട. ഗൂഗിളിന് അറിയാം ഈ ഒരു പീസ് ഓഫ് കോണ്ടന്റിൽ എന്തെന്നാ ഉള്ളത് ഗൂഗിളിന് അറിയാം. ഗൂഗിളിന്റെ അൽഗോരിതം അത്രയും ഡെവലപ്ഡ് ആയി. അപ്പോ ഇത് ചേഞ്ച് ചെയ്യും, ഇവോൾവ് ആവും എന്നുള്ളതല്ലാതെ ഇതിന് ഡെത്ത് എന്നുള്ളൊരു
ലെവലൊന്നും നമുക്ക് ഇപ്പൊ പറയാൻ പറ്റില്ല. റെഡിറ്റ് പോലത്തെ ഉം. പ്ലാറ്റ്ഫോംസ് എല്ലാം റാങ്ക് ആവുന്നത് അതെ പോലെ. പക്ഷേ ഇതില് റെഡിറ്റ് റാങ്ക് ആവാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ റെഡിറ്റും ഗൂഗിളായിട്ട് ഒരു ടൈപ്പിലാണ് ഇപ്പോൾ പോകുന്നത്. എന്താണെന്ന് വെച്ചാൽ റെഡിറ്റിൽ എല്ലാം യൂസർ ക്വയറീസ് ആണല്ലോ. ഉം. ഈ യൂസർ ക്വയറീസ് ഗൂഗിളിന്റെ ജെമിനായി വെച്ച് ട്രെയിൻ ഉം, ചെയ്തുകൊണ്ടിരിക്കുക. ഉം, ഉം, ഉം. അപ്പോൾ ഇതിന് മുന്നേ ഒരു ഇതുണ്ടായിരുന്നു, ലൈക്ക് ഒരു മീമൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ചോദിക്കുന്ന സാധനത്തിനൊക്കെ ജെമിനായി വേറെ എന്തൊക്കെ ആ, ആൻസർ അതെ അതെ പറയുന്നത്. അതെ എന്ന് അതെ. വെച്ചാൽ ഇത് ഈ ആൻസേഴ്സ് ഒക്കെ ജെമിനായി എടുക്കുന്നത് റെഡിറ്റിൽ നിന്നാണ്. റെഡിറ്റിൽ നിന്ന് ആൾക്കാർ തമാശക്ക് പറയുന്ന കാര്യങ്ങളൊക്കെ ഹൗ സീരിയസ് ടു ആണെന്ന് മേക്ക് വിചാരിച്ചിട്ട് ചീസ് എന്ന് പറഞ്ഞപ്പോ എന്തോ ആ. ഫെവിക്കോൾ വെച്ചിട്ട് ചീസ് ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ടൊരു അതന്നെ സാധനം, അതന്നെ ഒരു മീമൊക്കെ അതെ വന്നു. അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജെമിനായിക്ക് അറിയില്ല ഇത് റിയൽ ആണോ അല്ല ഇത് തമാശ പറയുന്നതാണോ എന്നുള്ള ആ കോണ്ടെക്സ്റ്റ് അറിയില്ല. ഉം. സോ അതുകൊണ്ടാണ് റെഡിറ്റ് റാങ്ക് ആവുന്നത് എന്നുള്ളത് പറയുന്നത്, ആ ഒരു ടൈ അപ്പ് ഉള്ളത് കൊണ്ടാണ്. പക്ഷെ അതർ ദാൻ ദാറ്റ് നമ്മൾ ഇപ്പോൾ ഗൂഗിളിന്റെ കേസ് പറയുകയാണെങ്കിൽ ആസ് ലോങ് ആസ് നമുക്ക് ബ്രാൻഡ് ബിൽഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, അല്ലെങ്കിൽ എന്ത് തന്നെ നീഷാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഒരു ബ്രാൻഡ് ഉണ്ടോ, ആ ബ്രാൻഡിന് എപ്പോഴും വിസിബിലിറ്റി ഉണ്ടാവും. എനിക്കതിൽ 2 സാധനം ആഡ് ഓൺ ചെയ്യാനുണ്ട്. ഉം. ഒന്ന് ബ്രാൻഡ് സെർച്ചേഴ്സ് ആണ്. ഉം. അതായത് ഇപ്പോൾ ഒരു ബ്രാൻഡിനെ ഇപ്പം നമുക്ക് എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ മൈജി തന്നെ ഒരുപാട് പേര് സെർച്ച് ചെയ്യുമ്പോൾ ഉം. ബൈ ഡിഫോൾട്ട് ഗൂഗിൾ കൺസിഡർ ഇറ്റ് ഇസ് എ ബിഗ് ബ്രാൻഡ് ഇൻ ഉം. കേരള. ഉം. ഉം, ഉം. അതെ അതെ അതെ. അപ്പം അത് ഓട്ടോമാറ്റിക്കലി കേരളത്തിൽ നിന്ന് സെർച്ച് ചെയ്യുന്ന അവരുടെ സിമിലർ പ്രോഡക്ട്സിലേക്ക് റാങ്കിങ് വരും. ഉം, ഉം, ഉം. ഉം. ഞാൻ പറഞ്ഞ മനസ്സിലായി. അപ്പം ബ്രാൻഡ് സെർച്ച് ടേംസ് നമുക്ക് എത്രത്തോളം ഇൻക്രീസ് ചെയ്യാൻ പറ്റുമോ അത് ആക്ച്വലി ബ്രാൻഡിങ്ങും പൊസിഷനിങ്ങിൻ്റെ ഒക്കെ പാർട്ടാണ്. ഉം. അത് നല്ല രീതിയിൽ വർക്ക് ചെയ്യില്ല. ഈവൻ കോഡ് ഡിസൈനിൽ നല്ല രീതിയിൽ ഉം. വർക്ക് ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ ഇവൻ ഇപ്പോൾ ചാറ്റ് ജി പി ടിന്റെ കേസാണ്. ഇപ്പോൾ ചാറ്റ് ജി പി ടി അല്ലെങ്കിൽ സെർച്ച് ജി പി ടി എന്ന് പറയുന്ന ഇതാണല്ലോ ഇപ്പോൾ ഇതിന് കോമ്പറ്റീഷൻ ആയിട്ട് വരാൻ പോകുന്ന ഗൂഗിൾ ഡെഡ് ആവും എന്നൊക്കെ പറയുന്നത് അത് വെച്ചിട്ടാണല്ലോ. അതിലാണെങ്കിൽ പോലും ലെറ്റ്സ് ഇപ്പോൾ മൈജീൻ്റെ എക്സാമ്പിൾ തന്നെ എടുക്കുക. നമ്മൾ മൈജീനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേജസ് ഉണ്ട് എന്ന് വിചാരിക്കുക. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ കോറയിൽ പിന്നെ വാട്ട് ആർ ദി ടോപ്പ് ഇലക്ട്രോണിക് സെല്ലിംഗ് ബ്രാൻഡ്സ് അല്ലെങ്കിൽ ഹോം അപ്ലയൻസസ് ബ്രാൻഡ് ഇൻ കേരള എന്നുള്ള ഒരു ക്വയറിക്ക് ഒരു ടോപ്പ് 5 ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് യൂസർ ജനറേറ്റഡാ. ഒരു യൂസർ പറയുകയാണ് ഇതാണ് ടോപ്പ് 5. അതിൽ മൈജി ഉണ്ടാവാം, നന്ദിലത്ത് ഉണ്ടാവാം, കണ്ണങ്കണ്ടി ഉണ്ടാവാം, ഇവരൊക്കെ ഉണ്ടാവാം, പിട്ടാപ്പള്ളി ഉണ്ടാവാം. സോ അതിൽ നമ്പർ 1 മൈജി ആണെന്ന് വിചാരിക്കുക ഫോർ എക്സാമ്പിൾ. അപ്പോൾ അങ്ങനെ പല പേജസ് നിന്ന് ഇങ്ങനെയുള്ള റെഫറൻസസ് വന്നിട്ടുണ്ട് മൈജിക്ക്. അപ്പോൾ സ്വാഭാവികമായിട്ടും സെർച്ച് ജി പി ടി എന്ന് പറയുന്നത് റിയൽ ടൈം ആയിട്ട് ഡാറ്റ എടുക്കുന്ന രീതിയിൽ മാറുന്ന സമയത്ത് അതിൽ പോയി സെർച്ച് ചെയ്യുമ്പോൾ ഇതിനെയാണ് പറയുക. അതായത് ഐ ഹാവ് ഗോട്ട് റെക്കമെൻഡേഷൻസ് ഫ്രം ദീസ് പ്ലേസസ്. അത് പറയുന്നത് മൈജിയാണ് നമ്പർ 1 എന്നുള്ളതാണ്. അപ്പോൾ മൈജി ഇപ്പുറത്ത് അതേപോലെ ഒപ്റ്റമൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒപ്റ്റമൈസേഷൻ നമ്മൾ റൈറ്റ് ആയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എപ്പോഴും മൈജിനെ നമ്പർ 1 ആയിട്ട് കാണിക്കുള്ളൂ. യെസ് യെസ് അത് ഇതാണ് ഞാൻ പറഞ്ഞത്, ലൈക്ക് എന്ത് തന്നെ ഇത് ജി പി ടി എന്ത് തന്നെ വന്നാലും അത് ഇവോൾവ് ആകുന്നതിനനുസരിച്ച് നമ്മൾ ഇപ്പുറത്ത് എസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതൊരു ബ്രാൻഡും ആണെന്നുണ്ടെങ്കിൽ നോട്ട് ആൻ ഇഷ്യൂ. രണ്ടാമത്തെ പാർട്ട് ഞാൻ പറയാം. ഡ്വൽ ടൈം. അതായത് ഒരാള് ആ വെബ്സൈറ്റിലെത്തി അവർ അവിടുന്ന് എക്സിറ്റ് ആവുന്നതിന്റെ ഇൻ ബിറ്റ്വീനുള്ള ടൈമിനെയാണ് ഡ്വൽ ടൈം എന്ന് പറയുന്നത്. DWELL ടൈം. ഈ ഡ്വൽ ടൈം ആക്ച്വലി ഭയങ്കര ഇമ്പാക്റ്റ് ഉണ്ട്. അതായത് ഗൂഗിൾ കൺസിഡർ ചെയ്യുന്ന ഒരു വെബ്സൈറ്റിൽ ഒരാൾ എത്തിക്കഴിഞ്ഞാൽ അയാൾ ഇവിടെ ജെനുവിൻലി സ്പെൻഡ് ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഗൂഗിൾ മനസ്സിലാക്കുക ഇറ്റ്സ് എ റെലവൻറ്റ് ഫോർ ഓഡിയൻസ് ഫോർ ദിസ് പർട്ടിക്കുലർ കീവേഡ്. ഇത് അപ്പാർട്ട് ഫ്രം ടെക്നിക്കൽ SEO ആണ് ആക്ച്വലി. ഇത് രണ്ടും മാത്രമാണ് കോഡ് ഡിസൈനൊക്കെ നിൽക്കുന്നത്. കാരണം കോഡ് ഡിസൈനിൽ നമ്മൾ അതിനു വേണ്ടി എന്താ ചെയ്തത്, വളരെ സിമ്പിൾ ആണ്. ഫസ്റ്റ് ലെവലിൽ തന്നെ പ്രോംപ്റ്റ് ഓപ്ഷൻ കൊടുത്തു. പ്രോംപ്റ്റ് ഓപ്ഷൻ കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുക, പീപ്പിൾ വിൽ ടൈപ്പ് പ്രോംപ്റ്റ്, എന്നിട്ട് അവർ ജനറേറ്റ് വെബ്സൈറ്റ് അടിക്കും. ദേ വിൽ എൻഡ് അപ്പ് ആഫ്റ്റർ 5 to 6 മിനിറ്റ്സ് എന്താ പറയുക അതൊക്കെ എക്സ്പീരിയൻസ് എഴുതിയിട്ടാവും മേ ബി എക്സിറ്റ് ആവുക. ഡെൽ ടൈം ഭയങ്കര ഹൈ ആ. അപ്പൊ നമ്മൾ ഒരാളെ കൊണ്ടുപോയി ലോഗിൻ ചെയ്യിപ്പിക്കാനോ ഒന്നിനും നിന്നില്ല. ജസ്റ്റ് വി ചേഞ്ചഡ് എന്താ പറയാ ഒരു പ്രോംപ്റ്റ്, ഓപ്പൺ പ്രോംപ്റ്റിനുള്ള ഓപ്ഷൻ എല്ലാ പേജിലും കൊടുത്തു. പല പേജസും നമ്മളിപ്പം ജനറേറ്റർ, വെബ്സൈറ്റ് ജനറേറ്റർ, വെബ്സൈറ്റ് ബിൽഡർ പോലുള്ള കീവേഡുകളിലൊക്കെ നമ്മൾ റാങ്ക് ചെയ്യുന്നതിനുള്ള റീസൺ ഈ പറയുന്ന ഒരു വളരെ ചെറിയ ചേഞ്ചസ് ആണ്. പക്ഷെ ഇത് നമ്മൾ വൈസായി യൂസ് ചെയ്ത പല കമ്പനികൾക്കും ഇതേപോലെ എങ്ങനെ ഡ്വൽ ടൈം കൂട്ടാം എന്നുള്ളത് എക്സ്പെരിമെന്റ് ചെയ്യുകയാണെങ്കിൽ നല്ലതാവും. ഈ ഡ്വൽ ടൈം ഇൻ വേല് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതാണ് AI പോലുള്ള കോണ്ടന്റുകളെ ഔട്ട് റാങ്ക് ചെയ്യുന്നതും. കാരണം കോണ്ടന്റ് അത്ര അടിപൊളിയല്ല എന്നുണ്ടെങ്കിൽ പീപ്പിൾ വിൽ ജസ്റ്റ് ക്ലിക്ക് ആൻഡ് എക്സിറ്റ്. അത് ഓട്ടോമാറ്റിക്കലി താഴത്തേക്ക് പോകും. പക്ഷെ റെഡിറ്റ് പോലുള്ളതിനൊക്കെ ആ അഡ്വാൻറ്റേജും കിട്ടുന്നുണ്ട് അങ്ങനെ. കാരണം ആൾക്കാർ അവിടെ പോയിട്ട് കുറെ പീപ്പിൾ എഴുതുന്നുണ്ട്. അപ്പൊ ആ ഡ്വൽ ടൈം ഭയങ്കര പ്രയോറിറ്റി ആയിട്ട് ഗൂഗിൾ കൺസിഡർ ചെയ്യുന്ന രണ്ടാമത്തെ ഒരു മെട്രിക്സ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. നമ്മളിപ്പോൾ AI കേസ് പറയുമ്പോഴും ഈ AI ഏജൻസ് ആണല്ലോ ഇപ്പോൾ അടുത്ത്. ഇപ്പോൾ ഒരുപാട് വർക്കുകളൊക്കെ നമുക്ക് ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ
നമ്മളതിനെ സ്ട്രീം ലൈൻ ഒപ്റ്റിമൈസ് ചെയ്ത് കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ നമ്മളെ വർക്ക് എന്താണോ അതിനനുസരിച്ച് അത് പെർഫോം ചെയ്തോളൂ. അങ്ങനെയാകുമ്പോൾ ഈ മാർക്കറ്റിങ്ങിലൊക്കെ ഉള്ള ഒരു ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഇനി അങ്ങോട്ട് കുറയാണോ ചെയ്യുക? വാട്ട്സ് യുവർ ടേക്ക് മേ ഓൺ ബി ദിസ്? എനിക്ക് എനിക്കത് ഇപ്പം എനിക്ക് തോന്നുന്നതാണ് കേട്ടോ. നല്ല പണി കിട്ടും. ഉള്ളത് പറയാലോ. ഏഹ്, കാരണം പക്ഷെ ജോബ് ഡെഫിനറ്റ്ലി ഉണ്ടാവും. റീപ്ലേസ്മെന്റ് ഉണ്ടാവും. പക്ഷെ ഇപ്പം ട്രാൻസാക്ഷണലായി ചെയ്യുന്നവർക്ക് കുറേ പണി കിട്ടാൻ സാധ്യതയുണ്ട്. ഞാൻ ഒരു പറയാം, നമ്മുടെ കോഡിസൈൻ്റെ പാർട്ടായിട്ട് തന്നെ വി ആർ ബിൽഡിങ് എ സോഫ്റ്റ്വെയർ ദാറ്റ് അത് പുള്ളി സ്ക്രീൻ ഷെയർ ചെയ്ത് നമുക്ക് പറഞ്ഞുതരും എങ്ങനെയാണ് ആഡ് റൺ ചെയ്യുക ഓൺ എ ലൈവ് കോൾ. അപ്പോൾ തീർത്തിരിക്കുന്ന AI ആണ്. നമുക്ക് സംസാരിക്കാം. ഓക്കെ. യു ക്യാൻ ഇന്ററാക്ട് വിത്ത് എ കമ്പ്യൂട്ടർ പ്രോഗ്രാം ഓവർ എന്താ പറയുക, ഇങ്ങനെ റിയൽ ആയിട്ട് സംസാരിക്കുന്നത്. പുള്ളി അവിടെ കീവേഡും ആഡും എല്ലാം സെറ്റ് ചെയ്യും. അസെറ്റ്സ് നമ്മൾ ചോദിക്കുമ്പോൾ ഒന്ന് അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ മതി. റിമൈനിങ് എവറിത്തിങ് ദാറ്റ് പുള്ളി വീക്കിലി നമുക്ക് വേണ്ടിയിട്ട് ഓഡിറ്റ് ചെയ്ത് തരും. ഇത് പെർഫോമിംഗ് ആണ്, ഇതാണ്ട് പെർഫോമിംഗ് ആണ്. ആൾക്കാരെ പണി പോകും. അതും ഓട്ടോമാറ്റിക് ആയല്ലോ. അതും ഏറ്റവും automatic. ഒപ്റ്റിമൈസ് വേയിൽ ഇതിന് ഏറ്റവും കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് പ്രോംപ്റ്റ് കൊടുക്കുന്നത്. അപ്പൊ നമ്മൾ മാറാൻ റെഡി ആവുക എന്നുള്ളതാണ്. പക്ഷെ ഇത് പലരും നമ്മളിതിനെ ഭയങ്കര സിമ്പിളായി എടുക്കുന്ന സാധനമാണ്. പക്ഷേ AI അടുത്തൊരു 5 വർഷത്തിൽ മാറ്റാൻ പോകുന്ന ഒരു വളരെ ഈസി അല്ല. മേ ബി നമുക്ക് നാളെ വേറൊരു ലെവലിലേക്കൊക്കെ ജോലിയിലേക്കൊക്കെ മാറാം. ഇപ്പോൾ നമുക്ക് ഇപ്പം ഇറ്റ്സ് ഓൾമോസ്റ്റ് എനിക്ക് ഫീൽ ചെയ്തില്ല. ഞാൻ ഇന്നലെ പോലും ആലോചിച്ചിട്ടുള്ളതാ. നമ്മൾ ഒരു ഇതിനെന്താ പറയാ, അയൺ കണ്ടെത്തിയില്ലേ, ഇരുമ്പ് യുഗം. എന്താ അതിന് പറയാ, ഇരുമ്പ് യുഗം എന്താ അതിന് അയൺ ഏജോ റവല്യൂഷൻ. അയൺ ഇരുമ്പ് കണ്ടെത്തിയ റവല്യൂഷൻ ഉണ്ടല്ലോ. അതിന് മുമ്പ് നമ്മൾ എന്താ ചെയ്തിരുന്നേ, കല്ലേറ്റ് കമ്പേറ്റ് ആ സാധനം കണ്ടെത്തിയിട്ട് വിത്തിൻ എ ഇയറിന്റെ ഉള്ളിൽ എല്ലാവർക്കും ഈ സാധനം കിട്ടുകയെന്ന് വിചാരിക്കുക. കാരണം ഇന്നത്തെ ഈ നമ്മുടെ ഈ അഡ്വാൻസ് ടൂൾ എല്ലാവരുടെ കയ്യിലുണ്ട്. അപ്പം അവിടെ നടന്നിട്ടുള്ള ഒരൊറ്റ ഷിഫ്റ്റ് ഇല്ലേ, പക്ഷെ ഇന്ന് എല്ലാവർക്കും പണിയുണ്ട്. ആ നടന്ന മാറ്റത്തിന്റെ പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭീകര വർഷങ്ങളും 100-50 വർഷങ്ങൾ എടുത്തിട്ടാണ് ഈ ഒരു പീരീഡ് നടന്നിട്ടുള്ളത്. പക്ഷെ ഇത് 2-3 ഇയേഴ്സിലാണ് നടക്കുന്നത്. AI അത്രയും ഡിഫറൻസ് വരും ഈ AI ഓട്ടോമേഷനും വരുന്ന സമയത്ത്. അപ്പൊ അതിന് നമ്മൾ എക്യുപ്ഡ് ആവുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ എനിക്ക് തോന്നുന്നത്. അതിൽ നമുക്ക് ആകെ ചെയ്യാൻ പറ്റും, നമ്മൾ ആദ്യം പറഞ്ഞ നമ്മുടെ നോളജിനെ ഭയങ്കര ഇൻക്രീസ് ചെയ്തുകൊണ്ടേയിരിക്കുക. നമ്മളുടെ വേറൊരു സാധനം പറഞ്ഞത് നമ്മളുടെ ലെവൽ ഓഫ് അണ്ടർസ്റ്റാൻഡിങ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എത്രത്തോളം ഡെപ്ത് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവുമോ അതിനൊരിക്കലും AIക്കൊന്നും ക്രാക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മൾ കണക്ട് ചെയ്യുന്നത് ഭയങ്കര അടിപൊളിയാണ്. ഇപ്പൊ നമ്മൾ ഇന്നത്തെ പോഡ്കാസ്റ്റ് എടുത്ത് നോക്കിയാൽ തന്നെ അറിയാം, ഞാൻ ഒരു സാധനം നോക്കിയിട്ടില്ല. ജസ്റ്റ് വന്നിരിക്കുന്നു, എനിക്ക് വന്ന തോട്ട്സ് ഞാൻ ഷെയർ ചെയ്യുന്നു. പക്ഷെ ഇതുപോലെ നമുക്ക് ചിലപ്പോൾ AIക്ക് ഈ ഒരു പെർസ്പെക്റ്റീവിൽ ആൻസർ ചെയ്യാൻ പറ്റിക്കൊള്ളുന്നില്ല, അല്ലെങ്കിൽ നമുക്ക് എക്സ്പെക്റ്റഡ് ഔട്ട്പുട്ട് കിട്ടിക്കൊള്ളുന്നില്ല. ഞാൻ പറഞ്ഞത് എന്താ ആൾക്കാർക്ക് പറ്റുമെന്ന് എനിക്കറിയില്ല. ബട്ട് സ്റ്റിൽ നമ്മൾക്ക് ആ ഒരു സംഭവം നമ്മളുടെ നോളജ് ഇൻക്രീസ് ചെയ്യുമ്പോൾ മാത്രമേ കിട്ടുക. നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ലെവൽ ഓഫ് കണക്ടിവിറ്റി മേ ബി AI ലാക്ക് ചെയ്യും. അല്ലെങ്കിൽ പുള്ളി ഇപ്പം നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ മിസ്റ്റേക്സ് വരുത്തും. നമുക്ക് അവിടെ ആ മിസ്റ്റേക്സ് അവോയ്ഡ് ചെയ്യാനുള്ള കുറച്ച് ലോജിക്കൽ സാധനങ്ങളുണ്ട്. പക്ഷേ ഇപ്പൊ ഇത്രയും ഡ്രാസ്റ്റിക് ആയിട്ട് ഒരു ചേഞ്ച് വരുന്ന സമയത്ത് AI-യും അത്രയും റിഫൈൻഡ് ആയി വരാനുള്ള ചാൻസസ് 100% ഒരു സംശയമില്ല. ഒരു സംശയമില്ല. ഇപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ഒരു സമയത്ത് പ്രോബബ്ലി ഐ ഡോണ്ട് നോ, പണ്ട് മനുഷ്യന്മാരായിരുന്നു സർജറി ചെയ്തിരുന്നത്, എനിക്ക് പേടിയാവുന്നു കേൾക്കുന്നതെന്ന് പറയുന്ന ഒരു സ്റ്റേജിലേക്ക് എത്തും. ഞാൻ പറഞ്ഞ നേരെ തിരിച്ചാ, റോബോട്ട്സ് സർജറി ചെയ്യാൻ വന്ന പേടിയാ. എക്സ്പീരിയൻസ്ഡ് ഡോക്ടർമാർ തന്നെ ചെയ്യണം. അത് നമുക്ക് ഇപ്പൊ ഈ കാണുന്ന ഇലക്ട്രിസിറ്റി വന്ന സമയത്ത് നമ്മൾ പേടിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് ഇലക്ട്രിസിറ്റി ഇതിലൂടെ പോകുന്നുണ്ട്, ഞാൻ സമരം ചെയ്യുമെന്ന് പറഞ്ഞ ഇറങ്ങി നോക്കിയാ. അപ്പൊ അത് നോക്കണ്ട, കുറെ ആൾക്കാരെ ജോലി പോകുന്നൊക്കെ പറഞ്ഞിട്ട് അത് നോക്കണ്ട. ഇന്ന് കമ്പ്യൂട്ടർ ഇല്ലാണ്ട് നമ്മൾ ജീവിക്കുന്ന അതൊക്കെ വേണ്ട. ഞാൻ ഒരു പാർട്ടിക്കാരനെ പറഞ്ഞുള്ളൂ. ഓക്കെ. വെറുതെ. പിന്നെ അല്ല, നമുക്ക് ഈ പറയുന്ന ഈ സംഭവം വരും. മനുഷ്യന്മാരായിരുന്നു പണ്ട് സർജറി നടത്തിയിരുന്നത്. കാരണം നമ്മൾ ആലോചിച്ച് നോക്കുക, നമ്മുടെ കാല് മുറിച്ചിട്ട് മാറ്റുന്ന ഒരു കഴിഞ്ഞ 100-200 വർഷം മുമ്പേ നമുക്കൊരു അസുഖം വന്ന കാല് മുറിച്ച് മാറ്റുക, സർജറി ഒക്കെ വിത്തൗട്ട് പെയിനിൽ ചെയ്യുന്ന ഒരു 100 വർഷത്തിൽ നടന്നിരുന്ന ഒരു മനുഷ്യന്മാരായിട്ടുള്ള നമ്മൾ ഈ ഒരു 100-150 വർഷം കൊണ്ട് നമ്മൾ അച്ചീവ് ചെയ്തത് വെറും നോളജ് ഷെയറിങ്ങിലൂടെ
നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റാത്ത ദൂരാണ്. അപ്പൊ ഇനി വരാൻ പോകുന്ന ആലോചിച്ച് നോക്കുക. അടുത്ത ഇനിയും ഫാസ്റ്റ് ആയിരിക്കുമല്ലോ. കാരണം എനിക്ക് തോന്നുന്നു നമ്മുടെ ഇപ്പൊ ഈ പറയുന്ന നമ്മുടെ ഇപ്പോഴത്തെ ഒരു ജനറേഷൻ ഓഫ് ഹ്യൂമൻ ബീയിങ്സ് 2.5 ലാക്ക് ഇയേഴ്സ് ആയി എന്നാണ് അറിയപ്പെടുന്നത്. എനിക്ക് എക്സാക്ട് കാൽക്കുലേഷനുകൾ പോയി ഐഡന്റിഫൈ ചെയ്യാം. അപ്പം നമ്മുടെ ഇപ്പോൾ ഹോമോസാപ്പിയൻസ് എന്ന് പറയുന്നത്, അപ്പം ഇതിന്റെ ഒരു ബേസിസിൽ തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഈ പറയുന്ന എല്ലാം അച്ചീവ് ചെയ്തിട്ടുള്ള 90% കഴിഞ്ഞ 100-200 വർഷത്തിലാണ്. നമ്മളുടെ നോളജും നമ്മൾ റിഫൈൻ ചെയ്ത് നമ്മളെപ്പോഴും പറയും പഴയ കാലമാണ് നല്ലത് എന്ന്. ഒരിക്കലുമല്ല. നമ്മൾ ഇപ്പം ഈ പഴയതിന്റെ ചരിത്രം എടുത്ത് നോക്കുകയാണെങ്കിൽ ആവറേജ് മനുഷ്യന്മാരുടെ ജീവിക്കുന്ന ഏജൊക്കെ ആവറേജ് ആണ്. ചിലവര് 100 കടന്നവരുണ്ടാവും. പക്ഷെ ആവറേജ് എടുക്കുന്ന സമയത്ത് കേരളത്തിന്റെ ഒക്കെ എനിക്ക് തോന്നുന്നു ലെസ് ദാൻ 40 ആണ് ആവറേജ് ലൈഫ് സ്പാൻ. ഞാൻ വെറുതെ പറയുന്നില്ല, എന്നോട് എതിരഭിപ്രായമുള്ളവരൊക്കെ ചിലപ്പോൾ ഇത് കാണുന്നുണ്ടാവും. പക്ഷെ നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യുക. നമുക്ക് റിസർച്ച് ചെയ്യാൻ താല്പര്യമില്ല, എനിക്ക് കുറച്ച് സയൻസ് റിലേറ്റഡ് പോകാനുള്ളതിനെ കൊണ്ടാണ്. ഇതൊക്കെ നമുക്ക് ഓവർ ദ പീരിയഡ് ഇമ്പ്രൂവ് ആയി വന്നിട്ടുള്ളത്. അപ്പം നമ്മൾ പക്ഷെ ഒരു ലെവലിൽ കാണുമ്പോൾ ഇതൊക്കെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കോവിഡ് പോലെ, അല്ലെങ്കിൽ കോവിഡ് അല്ല, കുറച്ചും കൂടി മാരകമായിട്ടുള്ള അസുഖം വരുമ്പോൾ മില്യൺസ് ഒരൊറ്റയടിക്ക് പോകുന്നത്. ഇപ്പൊ നമുക്ക് കൺട്രോൾഡ് ആണ്. അപ്പം ഇതുപോലുള്ള അപ്പോൾ ആവറേജ് നമ്മുടെ നല്ല കുറയും. മനസ്സിലായോ? ഒരു വലിയൊരു രോഗം വന്നു കഴിഞ്ഞാൽ അത് ആവറേജ് ചെയ്യുമ്പോൾ കുറയും. അന്നും നല്ലത് ഇതാക്കുന്ന നല്ല പ്രായമുള്ളവരുണ്ടായിരുന്നു. പക്ഷെ ഇന്നും അതുണ്ട്. പക്ഷെ ആവറേജ് നോക്കുമ്പോൾ ഇന്നും ഒരുപാട് ദൂരെയാണ് നമ്മൾ. അടുത്ത ആക്ച്വലി ഞാനിപ്പോ ജിമ്മിലടക്കം പോകുന്നതിനുള്ള ഒരു റീസൺ ഞാൻ ജിജിനോട് പറഞ്ഞതെന്ന് ഓർമ്മയില്ല. എനിക്കിത് അടുത്തൊരു 10-20 വർഷം കാണാനൊരു ആഗ്രഹമുണ്ട്. എന്താ ഉണ്ടാവുക? ഐ എം റിയലി എക്സൈറ്റഡ്. എന്താണ് ഇനി ഈ ഒരു 20 വർഷത്തിൽ എന്താ സംഭവിക്കാൻ പോകുന്നുള്ള കാണാനുള്ള ഒരു ആഗ്രഹത്തിലാണ് ശരിക്കും ജിമ്മിൽ പോയി കുറച്ച് ഹെൽത്ത് ഒക്കെ റെഡിയാക്കാൻ തോന്നി. ഒരുപാട് ജീവിക്കാനൊന്നും താല്പര്യമുള്ള ടൈപ്പ് അല്ല, പക്ഷെ ഇത് കാണാനൊരു രസമുണ്ടല്ലോ. അപ്പൊ ആ ഒരു എക്സൈറ്റ്മെന്റ് നല്ലോണം ഉണ്ട്. നമ്മളിപ്പം നേരത്തെ പറഞ്ഞല്ലോ പ്രോഫിറ്റബിൾ ആയിട്ട് മാർക്കറ്റ് അല്ലെങ്കിൽ സീറോ കോസ്റ്റിൽ മാർക്കറ്റിംഗ് എന്നുള്ള. അപ്പൊ ആ ഒരു സീറോ ആഡ് കൂടെ ഭയങ്കര സക്സസ്ഫുൾ ആയി എന്ന് പറയുന്ന ഒരു ബ്രാൻഡാണ് സെറോദ എന്ന് പറയുന്നത്. പക്ഷേ ഇപ്പൊ എസ്സിഒന്റെ കേസിലോ അല്ലെങ്കിൽ റീജിയണലായിട്ട് പെnetrate ചെയ്യുന്ന കേസിൽ സോഷ്യൽ മീഡിയ ഭയങ്കര ആക്റ്റീവായിട്ട് ഉള്ളത് ഗ്രോയ്ക്കാണ്. പക്ഷെ ഏറ്റവും കൂടുതൽ അസറ്റ് മാനേജ് ചെയ്യുന്ന സെറോദ. അപ്പം നമ്മുടെ പ്രൊഡക്റ്റ് എത്രയും നല്ലതാണെങ്കിൽ അതിനൊരു മാർക്കറ്റിംഗ് വേണ്ട എന്ന് പറയുന്നതുകൊണ്ട് ഈ ഒരു എക്സാമ്പിൾ വെച്ച് യോജിക്കുന്നുണ്ടോ? നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ 5 ടൈപ്പ് ഓഫ് മാർക്കറ്റിംഗ്. അതിൽ ലാസ്റ്റ് വൺ ഹൈലി വർക്കിംഗ് ആണ്. അതാണ് സിമ്പിൾ ആയിട്ട് പറഞ്ഞത്. അതായത് റെഫറൽസും മൗത്ത് പബ്ലിസിറ്റിയും ഭയങ്കര വർക്കിംഗ് ആണ്. അത് ചിലപ്പം അതർ ബ്രാൻഡ്സിന് ഉണ്ടാവണം നിർബന്ധമില്ല. അത്രേ ഉള്ളൂ വ്യത്യാസം. സം ചാനൽസ് ഔട്ട് പെർഫോം ചെയ്യുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് റെഫറൽസും മൗത്ത് പബ്ലിസിറ്റി വരുന്നത്? നല്ല പ്രൊഡക്റ്റ് ആയതുകൊണ്ട്. എക്സ്ട്രീംലി ഗുഡ് പ്രൊഡക്റ്റ് ആയതുകൊണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ജിം മെമ്പർഷിപ്പ് 2000 രൂപക്ക് നമുക്ക് എടുക്കാം എന്ന് വിചാരിക്കുക. 20,000 രൂപയുടെ എടുത്ത 100 പേരിൽ 90 പേർക്കും നല്ല റിസൾട്ട് ഉണ്ട്. ഏത് പ്രോഡക്റ്റാ ബെസ്റ്റ്? 20,000 കൊടുക്കുന്ന പ്രോഡക്റ്റാ ബെസ്റ്റ്, 2,000 കൊടുക്കുന്ന പ്രോഡക്റ്റ് അല്ല. അപ്പൊ ആ പ്രോഡക്റ്റിന്റെ വാല്യൂ വേഴ്സസ് റിട്ടേൺ ഡെഫിനറ്റ്ലി ചർച്ച ചെയ്യപ്പെടും. ഇപ്പൊ നമ്മൾ ആലോചിക്കുക, നമ്മൾ എന്തൊക്കെയാ അപ്പുറത്തെ ആൾക്കാരോട് റെക്കമെൻഡ് ചെയ്യപ്പെടുന്നത്. നമുക്കിപ്പോൾ ചിലപ്പോൾ നല്ല വാച്ച് ഉണ്ടാവും, നമുക്ക് നല്ല ഡ്രസ്സ് ഉണ്ടാവും, അതൊക്കെ നമ്മൾ റെക്കമെൻഡ് ചെയ്യപ്പെടുന്ന സാധനമാണ്. ഇപ്പം നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന ഇപ്പം പല കാര്യങ്ങളും നമുക്ക് ഭയങ്കരമായിട്ട് വാല്യൂ ഫീൽ ചെയ്യുന്നതിനെയാണ് നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത് അപ്പുറത്തെ ആളോട്. അപ്പോൾ അത് സ്വാഭാവികമായിട്ട് അത് കോമ്പൗണ്ട് ചെയ്യും. ഇപ്പം നമ്മൾ ആ നേരത്തെ പറഞ്ഞ പാർട്ടിൽ 5ാമത്തെ പാർട്ട് റെഫറൽസ് ആൻഡ് മൗത്ത് പബ്ലിസിറ്റി എന്നുള്ളത് ഹൈലി വർക്ക് ചെയ്തതിനെ കൊണ്ട് റെഫറൽസ് ആൻഡ് മൗത്ത് പബ്ലിസിറ്റി എന്ന് പറയുമ്പോൾ അത് പബ്ലിസിറ്റി പോസിറ്റീവും നെഗറ്റീവും അല്ലേ? അപ്പോൾ ഈ നെഗറ്റീവ് പബ്ലിസിറ്റി കൊണ്ട് ആളെ കൂട്ടുന്ന പരിപാടി ഇപ്പം നമ്മൾ പല കേസുകളിലും കാണുന്നുണ്ട്. അത് വെച്ചിട്ട് പക്ഷേ ഞാൻ ബോച്ചേൻ്റെ എക്സാമ്പിൾ തന്നെ എടുക്കുക. പുള്ളി ഓവർ ദ ടൈം പുള്ളി ഒരു നെഗറ്റീവ് പബ്ലിസിറ്റിൻ്റെ മുകളിലാണ് തുടങ്ങിയത് അല്ലേ? പിന്നെ അവിടെ നിന്ന് ഇപ്പോൾ എനിക്കൊന്ന് ലാസ്റ്റ് ഒരു 5-10 വർഷം കൊണ്ട് പുള്ളി ഉണ്ടാക്കിയ ഒരു ഓളൊന്നും കേരളത്തിൽ വേറെ ആരും ഉണ്ടാക്കിയിട്ടില്ല. അത് നെഗറ്റീവ് പബ്ലിസിറ്റിയിൽ നിന്ന് തുടങ്ങി പലപ്പോഴും പുള്ളിക്ക് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കമൻറ്റ്സ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പം അത് നേരെ തിരിയാൻ തുടങ്ങി, കുറേയൊക്കെ തിരിയാൻ തുടങ്ങി. പുള്ളിക്ക് ഒരു ഫാൻ ബേസ് ഒക്കെ വന്നു തുടങ്ങി. സോ അങ്ങനെ മാർക്കറ്റ് ചെയ്ത് തുടങ്ങിയാലും നമുക്കൊരു ഒരു സ്പേസ് ഉണ്ടാക്കിക്കൂടെ? ഇതിന് 2 ടൈപ്പ് ഉണ്ട്. അത് നമ്മൾ ഈ പറയില്ലേ ഇരുതല മൂർച്ചയുള്ള വാളാണ് എന്നുള്ളത്.
നമുക്ക് എപ്പോഴാ തിരിച്ചടിക്കാന്ന് അറിയില്ല. ഉം. എനിക്ക് തോന്നുന്നു ഇപ്പൊ പുള്ളി എന്തോ നല്ല പ്രശ്നത്തിൽ പ്രശ്നത്തിലാണ്. കിടക്കുന്നതല്ലേ. അതെ, അതെ. അപ്പം നമുക്ക് പറ്റുമെങ്കിൽ ഏറ്റവും നല്ലത് നമ്മളുടെ ബിസിനസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പോസിറ്റീവായിട്ട് എനിക്ക് എൻ്റെ എത്തിക്കൽ പേഴ്സ്പെക്റ്റീവിലാണ് ഞാൻ പറയുന്നത്. ഉം. അത് ശ്രമിക്കുക എന്നുള്ളതാണ്. പക്ഷേ അത് നല്ല രീതിയിൽ യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഉം. കാരണം എന്താ വെച്ചാൽ ഇമോഷൻസ് ഇങ്ങനെ പീരിയഡിനനുസരിച്ച് മാറും. ഉം. ഉം. ഇപ്പോൾ നമ്മളുടെ കഴിഞ്ഞൊരു 10 വർഷത്തിൽ നമുക്ക് നല്ല ദേഷ്യമുള്ള ആൾക്കാരുണ്ടായിട്ടുണ്ടാവും. ഉം. ഇപ്പം ഒരുപാട് എക്സാമ്പിൾ സന്തോഷ് പണ്ഡിറ്റ്. ഉം. ഉം. പുള്ളി വരുന്ന സമയത്ത് നമുക്ക് വേറെ പെർസ്പെക്റ്റീവാണ്. ഉം. പുള്ളിയുടെ ഇപ്പൊ പിന്നെ അത് പിന്നെ മാറി. വീഡിയോ മാറിയത്. മാറി. അതെ, അപ്പം അതെ, അതെ. നമ്മൾ പലരുടെ എക്സാമ്പിൾ എടുത്ത് നോക്കുക. ഉം. ഉം. ചിലര് നമ്മൾ ഭയങ്കര ഹൈപ്പിലാവും. ഉം. അവര് പിന്നെ താഴത്തേക്ക് പോകും. ഉം. അതൊരു മനുഷ്യന്മാരുണ്ടാക്കുന്ന ഒരു വേവ് ഉണ്ട്. ഉം. അപ്പം നമ്മളുടെ 3 പേരുടെ അഭിപ്രായം ഉം. ഈ നമ്മളുടെ ഒപ്പം ഇരിക്കുന്ന ഈ 3 പേരുടെ അഭിപ്രായത്തിലേക്ക് ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടും. ഉം. ഉം. അപ്പൊ എനിക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാം ഈ പറയുന്ന എല്ലാവരെയും. ഉം. ഉം. ഞാൻ ഒരു നെഗറ്റീവ് പറഞ്ഞ് തുടങ്ങിയാൽ മതി. ഉം. ഉം. ബട്ട് അത് സ്ഥിരമായി പറയുമ്പോഴോ, ഉം. അപ്പം അങ്ങനെ ഒരു സാധനം നമുക്ക് പലപ്പോഴും വരും. ബട്ട് ഓവർ ദ പീരിയഡ് ഓഫ് ടൈം ഐ മീൻ ഏറ്റവും ബെസ്റ്റ് സ്റ്റിക്ക് ഓൺ ഇതിൽ എനിക്ക് തോന്നുന്നതാണ്. പക്ഷെ നെഗറ്റീവ് മാത്രം യൂസ് ചെയ്ത് വലിയ ലെവലിലെത്തിയ വളരെ വലിയ ബ്രാൻഡുകൾ വരെ ഉണ്ട്. ഉം. നല്ല രീതിയിൽ വളർന്നിട്ടുള്ള ഉം. ഒരുപാട് ബ്രാൻഡുകളുണ്ട്. പക്ഷെ നമ്മളുടെ ഡിപ്പെൻഡ് ചെയ്യും അത് എന്നുള്ളതാണ്. പിന്നെ നമ്മളിതുപോലുള്ള പ്രശ്നങ്ങളിലേക്കും എത്തിപ്പെടാനുള്ള ചാൻസസ് കൂടുതലാണ്. ഉം. ഉം. അതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എനിക്ക് പിന്നെ അതിൽ പ്രത്യേകിച്ച് കമന്റ് ഒന്നുമില്ല. ഉം. കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്ന് പറയുന്ന പോലെ നമുക്ക് എന്ത് മാർക്കറ്റിംഗ് ആയാലും അതെ അതെ കൊടുക്കുന്ന സർവീസസിൽ മോശമില്ല എന്നുണ്ടെങ്കിൽ ഇപ്പം മാർക്കറ്റിംഗ് അങ്ങനെയാണെങ്കിലും സർവീസസ് നല്ലതാണെന്നുണ്ടെങ്കിൽ ഉം. പീപ്പിൾ വിൽ ലവ് ദ പ്രോഡക്റ്റ്. ഇപ്പോൾ സോഫർ നിയാസ് ഇപ്പോൾ ഒരുപാട് ബ്രാൻഡുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വർക്ക് ചെയ്തില്ലേ? ഈ കൺസൾട്ടിങ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ അല്ലെങ്കിൽ ഏജൻസി ബിസിനസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ അന്ന് ഉണ്ടായിരുന്ന എന്തെങ്കിലും ഒരു ടാർഗറ്റ് ഉണ്ടോ? ടാർഗറ്റഡ് ബ്രാൻഡ്സ് ഉണ്ടോ ദാറ്റ് യു വാണ്ട് ടു വർക്ക് വിത്ത് ഇൻ ദ ഫ്യൂച്ചർ? അങ്ങനത്തെ 2-3 ബ്രാൻഡ്സ് പറയാം. എനിക്ക് ഡെഫിനറ്റ്ലി അതായത് ഞാനെപ്പോഴും ഹൈലി സ്കെയിലബിൾ സ്റ്റാർട്ടപ്സ് അതാണ് നമുക്ക് ഭയങ്കര കിക്ക് തരുന്നത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഹിഡനായി കിടക്കുന്ന സീറോ കോസ്റ്റിലും പ്രോഫിറ്റബിൾ ആയിട്ട് മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്ന ബ്രാൻഡുകളെ നമുക്ക് കണ്ടെത്തി അതിനെ ഭീകരമായിട്ട് സ്കെയിൽ ചെയ്യാം. ഇപ്പോൾ എനിക്ക് അങ്ങനത്തെ കുറച്ച് സക്സസ് സ്റ്റോറീസ് നല്ലുണ്ട്. അതായത് അവർ 1 കോടി 2 കോടിയും ചെയ്ത് കമ്പനികൾ, അതായത് ആനുവലി ഒരു 10 കോടിയൊക്കെ ചെയ്യുന്ന കമ്പനികളെ 50-60 ഈവൻ ഞാനിപ്പോൾ റീസെൻ്റ്ലി ഒരെണ്ണം കൺസൾട്ട് ചെയ്യുന്നുണ്ട്. ദേ സ്റ്റാർട്ടഡ് അറൗണ്ട് ലെസ് ദാൻ 20 crore. നൗ ദിസ് ഇയർ അവർ 50 കോടി എത്തി. അടുത്ത വർഷം 150 കോടിയിലേക്കാണ്. D2C മറ്റേ സർവീസാണ്. പക്ഷേ 150 കോടിയുടെ സർവീസിലേക്ക് വിത്തിൻ 3 ഇയേഴ്സിൻ്റെ ഉള്ളിലാണ് എത്തുന്നത്. അപ്പം ഇങ്ങനെ കാണുന്ന ബ്രാൻഡുകളിൽ നമുക്ക് ആഫ്റ്റർ ഓൾ ഒരു പർപ്പസ് ഉണ്ടല്ലോ. ഇപ്പോൾ കുറേ കാശ് നമുക്കൊരു സമയം നമുക്ക് വേണ്ട നെസസറി കോസ്റ്റുകൾ അല്ലാണ്ട് ബാക്കിയുള്ളൊരു പാർട്ടിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് നമുക്ക് ഈ സക്സസ് നമ്മൾ ഭയങ്കര കിക്ക് തരും. മനസ്സിലായി? ഇങ്ങനത്തെ കമ്പനികളിൽ വർക്ക് ചെയ്യുക, പ്രത്യേകിച്ച് ഞാൻ ഭയങ്കര പാഷനേറ്റാണ്. അല്ലാണ്ട് ഇപ്പോൾ ഞാനങ്ങനെ വേറെ ഒന്നിലും അഗ്രസീവ് അല്ല. എനിക്ക് ഈ ഒരു പാർട്ടിൽ ഇങ്ങനെ സക്സസ് കാണാനുള്ളൊരു ആഗ്രഹമുണ്ട്. പിന്നെ എനിക്ക് അങ്ങനത്തെ ബ്രാൻഡുകളെ ബിൽഡ് ചെയ്യേണ്ടത് നാളെ. അപ്പം ഈ ഒരു ലെവലിലേക്ക് പോകുമ്പോൾ ആ ഒരു ഇൻസൈറ്റും ആ ഒരു അഡ്വാൻറ്റേജസും ഒക്കെ നമുക്ക് കിട്ടും. അതായത് ഭയങ്കര എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് എടുക്കാൻ പറ്റുന്ന കമ്പനികളിൽ വർക്ക് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഒരു ഭയങ്കര ഒരു സാധനം. അത് കിട്ടിയിട്ടുണ്ട്. നല്ല കമ്പനികൾ കുറേ കിട്ടിയിട്ടുണ്ട്. അവരൊക്കെ നമ്മുടെ ഭയങ്കര അഡ്വക്കേറ്റ്സുമാണ്. കാരണം നമുക്കൊക്കെ പല ടെസ്റ്റിമോണിയലും ഒരു മാർക്കറ്റിംഗ് ഏജൻസിക്ക് കിട്ടുന്നതിനേക്കാളും കൂടുതൽ നമുക്ക് ആ ഒരു ലെവലിൽ പോസിറ്റീവായിട്ടുണ്ട്. കാരണം അവരെ നമ്മൾ റാദർ ദാൻ അവരുടെ അഡ്വർടൈസ്മെന്റ് മാനേജ് ചെയ്യുന്നതിന് പകരം അവരുടെ സെയിൽസിലാണെങ്കിലും അവരുടെ പേഴ്സണലാണെങ്കിലും അവർക്ക് വേണ്ട സപ്പോർട്ട് കൊടുക്കാനൊക്കെ നമ്മൾ ശ്രമിക്കാറുണ്ട്. ഇപ്പോൾ ഗ്രോത്ത് ഫാദറിനെ നമ്മൾ കുറഞ്ഞ വീഡിയോസ് ഷൂട്ട് ചെയ്തിട്ടുള്ളൂ ടെസ്റ്റിമോണിയലായിട്ട്. ഓരോന്നും നമ്മുടെ ചാനലിൽ കയറി നോക്കിയാൽ മതി. ദേ ആർ പ്രൊവൈഡിങ് ഉള്ളെന്ന് പറയൂലേ. മാർക്കറ്റിംഗ് ഏജൻസീസിനൊന്നും യൂഷ്വലി ടെസ്റ്റിമോണിയൽസ് കിട്ടൂല. കാരണം മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഭയങ്കര ഡൈനാമിക് നാച്ചുറുള്ളതാണ്. രക്ഷപ്പെടാം, രക്ഷപ്പെടാതിരിക്കാം. അത് ഡിപ്പെൻഡ് ചെയ്യുന്നത് മാർക്കറ്റിംഗ് ഏജൻസിനെയും അല്ല. അതുപോലും നമ്മൾ മനസ്സിലാക്കാത്തൊരു സ്ഥലമാണ് നമ്മൾ. ഒരു ഭയങ്കരമായിട്ട് സാറ്റിസ്ഫൈ ആയാൽ മാത്രമേ മാർക്കറ്റിംഗ് ഏജൻസിക്ക് ഒരു ടെസ്റ്റിമോണി കിട്ടുള്ളൂ. എക്സാക്ട്ലി. ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുപോലെ ആൾക്കാർ പെട്ടെന്ന് സ്വിച്ച് ചെയ്യാനുള്ള ലൈക്ക് 3 months ഒന്ന് നോക്കും, പിന്നെ സ്വിച്ച് ചെയ്തിട്ട് അങ്ങനെ അത് ഇവരുടെ വിവരമില്ലായ്മയാണ് ഒരു വിധം. കാരണം മാർക്കറ്റിംഗ് ഏജൻസിയുടെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കൺട്രോൾ എന്ന് പറയുന്നത് ലിമിറ്റഡാ. ബിയോണ്ട് കൺട്രോളിലുള്ളത് ഞാൻ ഒന്ന് ലിസ്റ്റ് ചെയ്യാം. ആ കമ്പനി ലിസ്റ്റ് ചെയ്യുന്ന പ്രൈസ്, ആ കമ്പനി ഓഫർ ചെയ്യുന്ന പ്രോഡക്റ്റ്, ആ കമ്പനിയുടെ ഡിമാൻഡ്, ആ കമ്പനിയുടെ സപ്ലൈ, ആ കമ്പനിയുടെ കോമ്പറ്റീറ്റേഴ്സ്, ആ കമ്പനി എങ്ങനെയാണ് ഈ പ്രോഡക്റ്റിനെ പ്രസന്റ് ചെയ്യുന്നത്, ഇങ്ങനെ പറയുന്ന എല്ലാ പാർട്ടും ഉണ്ട്. ഇതിൽ എല്ലാത്തിലൊന്നും
ഒരു മാർക്കറ്റിംഗ് കമ്പനിക്കും അതെ ഇല്ല. അതെ നമുക്ക് പറഞ്ഞു കൊടുക്കാം. ഇല്ല. പക്ഷെ അത് മാറ്റങ്ങൾ വരുത്തേണ്ട ആ കമ്പനിയല്ലേ. ഉം, ഉം, ഉം. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ജിമ്മാണ് എൻ്റെ മുമ്പിലേക്ക് വരുന്നത്. ഉം, അവന് 20,000 രൂപയുടെ സാധനം ഇട്ടാലാണ് രക്ഷപ്പെടുക. ഉം, 2,000 രൂപയുടെ സെല്ല് ചെയ്യൽ ഹാർഡാണെന്ന് നമുക്ക് പറഞ്ഞു കൊടുത്താലും അവന് ഈ 2,000 രൂപയുടെ സെല്ല് ചെയ്യാൻ തരുമ്പോൾ എങ്ങനെ നമുക്ക് മാർക്കറ്റ് ചെയ്യാൻ പറ്റും? ഉം, true. ഉം, ഉം. അപ്പം ഇത് ഇതിലെ വൺ പാർട്ട് എന്ന് പറയുന്ന കമ്മ്യൂണിക്കേഷൻ മാത്രമാണ്, അല്ലെങ്കിൽ മെജോറിറ്റി പാർട്ട് ഹാൻഡിൽ ചെയ്യുന്നത്. പിന്നെ നമ്മുടെ അഡ്വൈസേഴ്സും കൺസൾട്ടൻസ്. ഉം, ഇപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് ഇപ്പം നമ്മളൊരു കൺസൾട്ടൻസി സർവീസസ് എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഓഫർ ചെയ്യുന്നുണ്ട്. അതായത് ഇവർ പല കമ്പനികളിലും ടെസ്റ്റ് ചെയ്തിട്ട് രക്ഷപ്പെടാത്ത കമ്പനികളുണ്ടാവും. okay. ആ കമ്പനികളെ എന്തുകൊണ്ട് അവർ ഉം, മാർക്കറ്റിംഗ് ചെയ്യുമ്പോൾ രക്ഷപ്പെടുന്നില്ല, ഉം, ഉം, അവരെ ആ ലെവലിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു കംപ്ലീറ്റ് കൺസൾട്ടിങ് അപ്രോച്ച്. okay. അപ്പോൾ അവരുടെ എവിടെയാണ് ഗ്യാപ്പ്, അതൊരു ഡിഫറെൻറ്റ് പ്രൈസിങ് മോഡലിൽ തന്നെ നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ട്. ഉം, ഉം, അതിൻ്റെ ഒപ്പം തന്നെ അപ്പോൾ ഞാൻ ഇൻഡിവിജ്വലായിട്ട് കൺസൾട്ട് ചെയ്യുന്ന വളരെ കുറഞ്ഞ ക്ലയൻസ് ഉണ്ട്. വളരെ ലിമിറ്റഡ് ക്ലയൻസ്, വിരലിൽ എണ്ണാവുന്ന ക്ലയൻസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അവരിലേക്കും നമ്മൾ ഈ പറയുന്ന ഡെപ്തിൽ പോകും. ഉം, എങ്ങനെ സ്കെയിലബിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അത് വീക്ക്ലി സിറ്റിംഗ് ഒക്കെ ഉണ്ടാവും, കുറച്ചും കൂടി okay. ഹൈലി ഫോക്കസ്ഡ് ആയിട്ടുള്ള. അപ്പം ഇതൊക്കെ നമ്മുടെ ടൈമും എഫേർട്ടും ഇട്ട് ഇരിക്കേണ്ടതാണ്. നമ്മുടെ അതർ ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ കളഞ്ഞിട്ട് ഇരിക്കേണ്ടതാണ്. ഉം. സോ അതിൻ്റെതായിട്ടുള്ള ഒരു ലെവലിൽ ചെയ്യുന്ന ബിസിനസ്സുകാർക്കാണ് നമുക്കതിനെ കൊടുക്കാനും ചെയ്യാൻ പറ്റത്തുള്ളൂ. ഉം. യെസ്. ചെറിയൊരു റാപ്പിഡ് ഫയർ ഉണ്ട്. Like 3-4 ക്വസ്റ്റ്യൻസ്. പോന്നോട്ടെ ഒക്കെ. First one, best tool or software every marketer should use. മാർക്കറ്റർ യൂസ് ചെയ്യേണ്ട ഏത് ടൈപ്പ് ഓഫ് മാർക്കറ്ററാണ്? ഞാൻ നേരത്തെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആയിക്കോട്ടെ നമുക്ക് നമ്മുടെ കേസിൽ. കലണ്ടർ കറക്റ്റ് അല്ലേ? അതാ അതാണ്. ഫസ്റ്റ് യൂസ് ചെയ്യേണ്ടത്. അതെ, Yes. അതെ. പിന്നെ ബുക്സ് വായിക്കാറുണ്ടല്ലേ, പോഡ്കാസ്റ്റ് കാണാറുണ്ട്? ബുക്സ് രണ്ടും ചെയ്യാറുണ്ട്. അതിൽ തന്നെ ഏറ്റവും ഇൻസ്പയറിംഗ് ആയി തോന്നിയ ഞാൻ കുറേ ഉണ്ട്. മാർക്കറ്റിംഗ് പെർസ്പെക്റ്റീവിൽ പറയുകയാണെങ്കിൽ ഹാക്കിംഗ് ഗ്രോത്ത് മേ ബി ഒരെണ്ണം എന്നെ നല്ല ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ. പിന്നെ അതേപോലെ എക്സ്പേർട്ട് സീക്രട്സ്, ട്രാഫിക് സീക്രട്സ് റുസൽ ബ്രാൻസിന്റെ ആണ്. ക്ലിക്ക് ഫണൽസ്. ക്ലിക്ക് ഫണൽസ്. പിന്നെ വേണമെങ്കിൽ നമുക്ക് സെല്ലി ക്രേസി. അത് ആക്ച്വലി സംഭവം ഒരു ചെറിയ ബുക്കാണ്, അത്ര വലിയ പോപ്പുലർ അല്ല. പക്ഷെ അതിൽ ആക്ച്വലി എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് കവർ ചെയ്യുന്നുണ്ട്. ഓക്കെ. പിന്നെ പറയുകയാണെങ്കിൽ ഈഗോ ഇസ് ദ എനിമി, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു പുസ്തകം. അത് എല്ലാവരും വായിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ പ്രത്യേകിച്ച് മാർക്കറ്റർ എന്നൊന്നുമില്ല. ഓക്കെ. പിന്നെ പിന്നെയും ഉണ്ട്, ഞാനും കുറേ ഓക്കെ. ഇനിയിപ്പോൾ പറയാനില്ല. ഓക്കെ, എ ബ്രാൻഡ് യു അഡ്മയർ ഫോർ ഇറ്റ്സ് മാർക്കറ്റിംഗ്. ഐ വുഡ് സേ സൊമാറ്റോ. വൈ സൊമാറ്റോ? അവരുടെ അപ്രോച്ചസ് നോക്കിയാൽ മതി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവരുടെ മാർക്കറ്റിംഗ്. സൊമാറ്റോ എടുക്കാം, പിന്നെ അതേപോലെ ഗ്രോ എടുക്കാം. ഇവരൊക്കെ ഓർഗാനിക് ആയിട്ടും നമ്മളുടെ പറഞ്ഞ പല ചാനൽസ്, സെറോദ വൺ ഓഫ് ദം, പല ചാനൽസും ഹൈലി യൂസ് ചെയ്യുന്നതാണ്. ഇപ്പം സൊമാറ്റോയുടെ ഒരു പെർസ്പെക്റ്റീവ് വരികയാണെങ്കിൽ അവരുടെ നോട്ടിഫിക്കേഷൻസ് മാത്രം നോക്കിയാൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. അതെ അതെ. നമ്മുടെ ടൈംലി ഡെലിവറി, അതേപോലെ അതായത് അവരൊരു വൈറൽ സാധനം ക്രിയേറ്റ് ചെയ്യും. പിന്നെ അതിലെ സൊമാറ്റോയുടെ ഫൗണ്ടർ എടുക്കുന്ന കുറേ ഇനിഷ്യേറ്റീവ്സ് ഉണ്ട്. ഫൗണ്ടർ ഫ്രണ്ടിലേക്ക് വരുന്ന കുറേ പാർട്ടികളുണ്ട്. അതുപോലെ തന്നെ സെറോദയും പുള്ളിയും പുറത്ത് കുറേ വരുന്ന പോഡ്കാസ്റ്റുകൾ അടക്കമുള്ള ചാനലുകൾ യൂസ് ചെയ്യുന്നത്. ഇതൊക്കെ ഞാൻ ഇന്ത്യനാണ് പറഞ്ഞത്. പക്ഷെ നമുക്കതാണ് ഐ മീൻ ഇന്റർനാഷണൽ നോക്കുകയാണെങ്കിൽ ഒരുപാടുണ്ട്. അപ്പം ഇഷ്ടംപോലെ പറയാനുണ്ട്. പക്ഷെ നമുക്ക് ഇന്ത്യൻ മതിയല്ലോ. സൊമാറ്റോ അല്ല, IPO പോയപ്പോ ഇപ്പൊ സ്വിഗ്ഗിയും ഇതിലേക്ക് വരണം എന്ന് പറഞ്ഞിട്ടൊരു അവര് ഭയങ്കര ക്രിയേറ്റീവ് മാർക്കറ്റിംഗ് ചെയ്യുന്ന ആൾക്കാരാണ്. അവരുടെ ഭയങ്കര അടിപൊളി ഒരു ക്യാമ്പയിൻ ഉണ്ടായിരുന്നു. അതായത് അവർക്കൊരു സിഇഒനെ അസിസ്റ്റ് ചെയ്യുന്നതോ അല്ലെങ്കിൽ സിഇഒനെ ഡയറക്ട്ലി റിപ്പോർട്ട് ചെയ്യുന്ന ഒരു പേഴ്സൺ വേണം. കണ്ടായിരുന്നു. ഇങ്ങോട്ട് തരണം, സാലറി ഇല്ല. അത് പക്ഷെ അവർക്ക് എത്ര 1,00,000-ഓളം ജോബ് അപ്ലിക്കേഷൻസ് അങ്ങനെ കിട്ടിയെന്നാണ് കേട്ടെ. എത്ര നമ്പർ എനിക്ക് അറിയില്ല. പക്ഷെ അതൊക്കെ ഭയങ്കര വൈറൽ മാർക്കറ്റിംഗ് സാധനമാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ. ഇഫ് നോട്ട് മാർക്കറ്റിംഗ്, വാട്ട് വുഡ് ബി യുവർ കരിയർ? മേ ബി ഞാൻ ബിടെക് ആയതിനെ കൊണ്ട് പ്രോബബ്ലി ടെക്നിക്കൽ എന്തെങ്കിലും സ്റ്റഫ് ആവും. പ്രോബബ്ലി ഞാൻ ഇലക്ട്രോണിക്സ് കമ്മ്യൂണിക്കേഷൻ ആയിരുന്നു, പക്ഷെ എൻ്റെ ഒപ്പം ചെയ്യാൻ സാധ്യത സോഫ്റ്റ്വെയർ കൈൻഡ് ഓഫ്, കാരണം എനിക്ക് ആ ഒരു താല്പര്യം കുറച്ചുണ്ട്. അതാവാനാ സാധ്യത. ഡിപ്പെൻസ്, അറിയില്ല. മേ ബി ഒരു പണിയും ഇല്ലാണ്ട് നടക്കാവും. ഫേവറേറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഏതാണ് മാർക്കറ്റ് ചെയ്യാനാ? യൂട്യൂബ് ആവും ഏറ്റവും ഇമ്പാക്ട് ചെയ്യുന്നത്. എനിക്ക് ആൾക്കാർ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിലും
വേറെ ഒന്നും ചെയ്യണ്ടെന്നാ പറയാം. ഉം. ജസ്റ്റ് യൂട്യൂബ്. ഫോക്കസ് ഉം. ഓൺ യൂട്യൂബ്. ഉം. ഇൻസ്റ്റഗ്രാം വേണ്ട, ഫേസ്ബുക്ക് വേണ്ട, നത്തിങ്. ഒരു സോഷ്യൽ മീഡിയ വേണ്ട. ഉം. യൂട്യൂബിൽ നമുക്ക് മാസത്തിൽ ഒരു 10-20 മിനിറ്റിന്റെ വീഡിയോ ഇടാൻ ഉം. പറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ബിസിനസ്സിന് കണക്കുണ്ടാവില്ല. കാരണം ഉം. ഞാനിത് മിനിമം എനിക്ക് തോന്നുന്നു എൻ്റെ ഇപ്പോഴത്തെ കൺസൾട്ടിങ്ങിൽ തന്നെ 2 പേരില്ലേ ഉം. യൂട്യൂബിൽ നിന്ന് മാത്രം മില്യൺസ് ഉണ്ടാക്കുന്നതാണ് ഉം. മന്ത്ലി. ഉം. 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 അപ്പം ഓർഗാനിക് ആണോ? 100% ഓർഗാനിക്. അത് ചെറിയ എമൗണ്ട് അല്ല. ഉം. ഓൺലി ഉം. ഡിപ്പെൻഡന്റ് യൂട്യൂബ്. പക്ഷെ അതൊരിക്കലും ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റില്ല. കാരണം ഒരാൾ ഓക്കെ. ട്രസ്റ്റ് ചെയ്യാനുള്ള സമയമുണ്ട്. ഉം. കാരണം വൺസ് കണ്ടു കഴിഞ്ഞാൽ എൻഗേജ് ചെയ്യും. യൂട്യൂബ് ബൈ ഡിഫോൾട്ട് നമ്മുടെ മുമ്പിലേക്ക് ആ കോണ്ടന്റ് പിന്നെ റിപ്പീറ്റ് ചെയ്ത് കൊണ്ടുവരും. ഉം. ഉം. പിന്നെ ആ യൂട്യൂബിന് ഓവർ ദ പീരീഡ് ഓഫ് ടൈമിൽ നമ്മുടെ ആ വീഡിയോക്ക് ഇത് ഉം. വന്നുകൊണ്ടേയിരിക്കും. ഉം. ഇൻസ്റ്റാഗ്രാമൊക്കെ കുറഞ്ഞ സമയത്തേക്ക് മാത്രമേ ഇത് ജീവിക്കുള്ളൂ. ആക്ച്വലി പ്രൊഡക്റ്റ് ബേസ്ഡ് ആണോ സർവീസ് ഇപ്പൊ ഞാൻ പറഞ്ഞത് എന്തായാലും രണ്ടും സർവീസ് അസോസിയേറ്റഡ് ആണ്. പക്ഷെ ഇത് പ്രൊഡക്റ്റ് സർവീസ് ഒന്നുമില്ല. എല്ലാവർക്കും എനിത്തിങ് എനിത്തിങ് പോസിബിൾ ആണ്. പക്ഷെ ഓക്കെ. യൂട്യൂബ് മാത്രം ഫോക്കസ് ചെയ്തിട്ട് നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും കൂടുതൽ പൈസ ഉണ്ടാക്കാം. വെറും ഓർഗാനിക് കോണ്ടന്റ്. നമുക്ക് ഒരുപാട് ഓഡിയൻസ് ഒന്നും വേണ്ട. ഞാനിപ്പോൾ ഈ പറഞ്ഞ 2 സാധനം ലെസ് ദാൻ 10,000 സബ്സ്ക്രൈബേഴ്സേ ഉള്ളൂ. ഓക്കെ. ആഡ് അല്ല നമ്മളുടെ റവന്യൂ സോഴ്സ് ആവണ്ടേ. ഉം. നമ്മൾ കൊടുക്കുന്ന സർവീസുകളാവണം ഉം. എന്നുള്ളതാണ്. ഞാൻ ലാസ്റ്റ് നമ്മളുടെ നിഖിൽ കമ്മത്തിന്റെ ഒരു പോഡ്കാസ്റ്റിൽ ഇപ്പോൾ മോഡിയായിട്ട് ചെയ്തൊരു പോഡ്കാസ്റ്റിലെ ആ. അപ്പോൾ അതിൽ ഒരു ഒരു റീല് കണ്ടിട്ടുണ്ടായിരുന്നു. അതായത് ഒരു 10 വർഷം മുന്നേ ഇവിടെയുള്ള സ്റ്റുഡൻസിൻ്റെ ഒക്കെ മൈൻഡിലുണ്ടായിരുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് പഠിക്കുക, പിന്നെ ഫർദർ സ്റ്റഡീസിന് പുറത്ത് പോവുക, ഉം. അവിടെ പോയിട്ട് ഏതെങ്കിലും ഒരു വലിയ കമ്പനിയിൽ മൈക്രോസോഫ്റ്റ് പോലത്തെ അല്ലെങ്കിൽ ആപ്പിൾ പോലത്തെ ഏതെങ്കിലും ഒരു വലിയൊരു കമ്പനിയിൽ നിൽക്കുക, അവിടെ സെറ്റിൽ ആവുക US-ൽ. പക്ഷെ ഇപ്പോൾ വരുന്ന പുതിയ ജനറേഷൻ, ഇപ്പോഴത്തെ ടീൻസോ അല്ലെങ്കിൽ ഏർലി 20s ആൾക്കാരൊക്കെ ഇവിടെ ബിൽഡ് ചെയ്യണം, എന്തെങ്കിലും ഇവിടെ ബിസിനസ് ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിട്ട് വരുന്നവരാണ്. അപ്പോൾ നിയാസിനും ഇപ്പോൾ ഒരുപാട് വയസ്സൊന്നും ആയിട്ടില്ല. അപ്പോൾ പുതുതായിട്ട് വരുന്ന ആൾക്കാരോട് ഏർലി 20s ഉള്ള ആൾക്കാർ ഇപ്പോൾ ഭയങ്കര അങ്ങനത്തെ ഒരു എനർജി ഇപ്പോൾ ഉണ്ട്. നമ്മുടെ കേരളത്തിലാണെങ്കിൽ പാൻ ഇന്ത്യ പോകാൻ ഇപ്പോൾ ഷാർക്ക് ടാങ്ക് വലിയൊരു ഹെൽപ്പായിട്ടുണ്ട് അതിന്. ഈ പറഞ്ഞ പല പോഡ്കാസ്റ്റുകളും ഒരുപാട് ആളുകളെ പുഷ് ചെയ്യുന്നുണ്ട് അങ്ങനെയുള്ള ഒരു മൈൻഡ് സെറ്റിലേക്ക് പോകാനായിട്ട്. അപ്പോൾ നമ്മൾ ഓൺ എ ഡെയിലി ബേസിസ് പലരെയും കാണുന്നതാണ്. പല സ്ഥലത്ത് വെച്ച് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് ചോദിക്കുന്നത്, ഞാനിങ്ങനെ ഒരു കമ്പനി ഓൺ ചെയ്യുന്ന അല്ലെങ്കിൽ ഓൺട്രപ്രണർ ആണ് എന്നൊക്കെ പറയുമ്പോൾ എന്താ ചെയ്യുക, എനിക്ക് ഇങ്ങനെ ഒരു സാധനം സ്റ്റാർട്ട് ചെയ്യണ്ടല്ലോ, അങ്ങനെ ചോദിച്ചു വരുന്ന ഒരുപാട് ആളുകളുണ്ട്. സോ വാട്ട് യു ഹാവ് ടു സേ ടു ദം? ഇത് നമ്മളെ എന്താ പറയാ, ഈ സ്റ്റേജിൽ കൂടെ നമ്മളും പോയിട്ടുണ്ടല്ലോ. അപ്പൊ എനിക്ക് ഭയങ്കര റിലേറ്റ് ചെയ്യാൻ പറ്റും. ബട്ട് നമുക്കിപ്പോൾ ക്ലാരിറ്റി കുറച്ചും കൂടി വലുതാണ്. എവിടേക്കാ പോകണ്ടേ, ഇനി ഇതില്ലെങ്കിൽ എന്താണ്, അതെല്ലാം നമുക്കറിയാം. നമുക്ക് ഒരുപാട് പ്ലാൻ ഇല്ലെങ്കിലും നമ്മൾ സ്റ്റക്ക് ആവില്ല എന്നുള്ള ഒരു പാർട്ട് നിങ്ങൾക്ക് ബേസിക്കലി അറിയാം. അപ്പോൾ ആ ഒരു സ്റ്റേജിലേക്കെങ്കിലും അറ്റ്ലീസ്റ്റ് എത്തണം എന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കുന്ന സർവീസിന് ഓപ്പോസിറ്റ് പേഴ്സണ് ഒരു ഡ്രീം ഔട്ട്കം കൊടുക്കാൻ പറ്റണം എന്നുള്ളതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ജിം എക്സാമ്പിൾ തന്നെ എടുക്കാം. ഹാവിങ് എ ജിം നെവർ സോൾവ് എ പ്രോബ്ലം. നമുക്കൊരു ജിമ്മ് മെമ്പർഷിപ്പ് ഉണ്ടാവുക എന്നുള്ളത് ഒരിക്കലും നമ്മുടെ പ്രോബ്ലം സോൾവ് ചെയ്യുന്നില്ല. നമ്മളുടെ എയിം വെയിറ്റ് റെഡ്യൂസ് ചെയ്യലാണോ, അതിനൊരു 6 വീക്കിന്റെ പ്രോഗ്രാം ഉണ്ട്. ആ 6 വീക്ക് എന്ന് പറയുന്നത് കുറഞ്ഞ ടൈമിലാണ്. ഞാൻ പറഞ്ഞ മനസ്സിലായോ? ലെസ് ടൈം. 6 വീക്കിൽ മാത്രം പണിയെടുത്താൽ മതി. നമ്മൾ ഞാനിതിന് ഫുൾ മെനു തരാം. വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന മെനു അത് കിറ്റായിട്ട് തരാം. രാവിലെ കഴിക്കണ്ടേ, ഉച്ച കഴിക്കണ്ടേ, വൈകുന്നേരം കഴിക്കണ്ടേ, ഇങ്ങനെയും എൻ്റെ കയ്യിലുണ്ട്. ലെസ് എഫേർട്ടാണ്. അതായത് കുറഞ്ഞ എഫേർട്ടിലും കുറഞ്ഞ ടൈമിലും ഒരു ഡ്രീം ഔട്ട്കം കൊടുക്കാൻ പറ്റുകയും അത് എങ്ങനെയാണ് കിട്ടുന്നതെന്ന് മനസ്സിലാക്കാം. ജിമ്മ് നമുക്കറിയാം എങ്ങനെയാണ് കിട്ടുന്നത്. അവർ വർക്കൗട്ടിന്റെ സ്ക്രിപ്റ്റും കാണിച്ചാൽ മതി. ഈ വർക്കൗട്ട് ആവും, ഇന്ന ദിവസം ഇതാവും ഫോക്കസ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇത്ര കലോറി ഇൻടേക്ക്. അപ്പോൾ ഇതിൽ ക്ലാരിറ്റി ആയി. അപ്പോൾ ഇതിനെ പറയുന്നത് നമ്മൾ വാല്യൂ ഇക്വേഷൻ എന്ന് പറയും. വാല്യൂ ഈക്വൽ ടു ഡ്രീം ഔട്ട്കം ഇൻറ്റു പെർസീവ്ഡ് ലൈക്ലിഹുഡ് ഓഫ് അച്ചീവ്മെന്റ് ഡിവൈഡഡ് ബൈ ലെസ് ടൈം, ലെസ് എഫേർട്ട്, ലെസ് സാക്രിഫൈസ്. അതായത് ഈ താഴെയുള്ള സംഭവം ഉണ്ടല്ലോ, ലെസ് ടൈം, ലെസ് എഫേർട്ട്, ലെസ് സാക്രിഫൈസ്, ഇത് കുറക്കുക, ലെസ് ആക്കുക. ടോപ്പിലുള്ള ഡ്രീം ഔട്ട്കം കൂട്ടുക. യു ക്യാൻ റെഡ്യൂസ് ദ വെയിറ്റ് ബൈ 3 kg അല്ലെ 5 kg ഇൻ 6 വീക്ക്. അപ്പോൾ വെയിറ്റ് കുറക്കുന്ന ആൾക്ക് ഡ്രീം ഔട്ട്കം ആയി. ഇതെങ്ങനെ വരാമെന്ന് പറയുന്നതാണ് പെർസീവ്ഡ് ലൈക്ലിഹുഡ് ഓഫ് അച്ചീവ്മെന്റ്.
നമ്മളൊരു പ്രോഡക്റ്റോ ഒരു സർവീസോ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് പേഴ്സന്റെ മൈൻഡിൽ മനസ്സിലാക്കുക. ഇപ്പം പലരും ഇങ്ങനെയൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്, നമുക്കൊരു ട്രോൾ പേജ് നടത്തി കഴിഞ്ഞാൽ കുറെ കഴിഞ്ഞാൽ അഡ്വർടൈസ്മെന്റ് കിട്ടും ഈ ഉം. ഒരു ചാനൽ. ഇതൊന്നുമല്ല ശരിക്ക്. ഉം. നമ്മൾ ആ ഒരു കസ്റ്റമർക്ക് എന്ത് വാല്യൂ കൊടുക്കുന്നത്, ഉം. നമ്മൾ ഉദ്ദേശിക്കുന്ന കസ്റ്റമർക്ക് കൊടുക്കുന്ന വാല്യൂ എന്താണോ അതിന് നമുക്ക് എന്ത് ചാർജ് ചെയ്യാൻ പറ്റും, ആ ചാർജ് ചെയ്യുമ്പോൾ അങ്ങനത്തെ ഒരു കസ്റ്റമറെ കൊണ്ടുവരാൻ നമുക്ക് എന്ത് ചെലവാക്കാൻ ഉം. പറ്റും, ഉം. ഫണ്ടമെന്റൽ ക്വസ്റ്റ്യൻസ് നമ്മളോട് ചോദിക്കുക. ഉം. ഉം. അപ്പം Yeah. നമുക്ക് ഒരിക്കലും എന്താ പറയാ ചെറിയൊരു സർവീസ് കൊടുക്കുമ്പോൾ അതിനുള്ള വാല്യൂ കൊടുക്കാൻ പറ്റില്ല. ഉം. ഒരു ജിം മെമ്പർഷിപ്പ് നമുക്ക് 2000 വിൽക്കാൻ പറ്റൂ, അത് ഉം. 5000 10,000 ആക്കിയ ആൾക്കാർ വരുന്നത് കുറവ്. അതെ. പക്ഷെ യു ക്യാൻ ചാർജ് അതിനെ 20,000 30,000 ഇതുപോലുള്ള ഉം. ഡ്രീം ഔട്ട്കം ഓറിയന്റഡ് പ്രോഗ്രാം ആക്കുകയാണെങ്കിൽ ഉം. Okay. എന്താ സംഭവിക്കുക, മോർ റവന്യൂ, കുറഞ്ഞ കസ്റ്റമേഴ്സ് മതി, ഉം. മോർ കസ്റ്റമർ അക്വിസിഷൻ കോസ്റ്റ്. സോ നമ്മളൊരു ബിസിനസ് പ്ലാൻ ചെയ്യുന്ന സമയത്ത് തന്നെ ഒരു കസ്റ്റമർക്ക് മാക്സിമം ഉം. പ്രോഫിറ്റ് അല്ലെങ്കിൽ ബെനഫിറ്റ് അവർ തരുന്ന വാല്യൂവിനേക്കാളും കൂടുതലാണ് എന്ന് നമ്മൾ മേക്ക് ഷുവർ ചെയ്താൽ മാത്രം മതി. ഉം. 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 വേറൊരു കാര്യം കൂടി ചോദിക്കട്ടെ നിയാസ്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഈ ഓൺട്രപ്രന്യൂർ മൈൻഡ് സെറ്റ് ആയിട്ട് വരുന്ന ആളുകളുണ്ടല്ലോ, അവർക്ക് പേഷ്യൻസ് കുറവാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അവർക്ക് ഇൻസ്റ്റന്റ് സക്സസ് വേണം. അതിന്റെ ഒരു റീസൺ ഈ പറഞ്ഞ പോലെ റീൽസും ഇതൊക്കെ തന്നെയായിരിക്കും. അതായത് മെറ്റീരിയലിസ്റ്റിക് സക്സസ് ആണ് അൾട്ടിമേറ്റ് എന്ന് വിചാരിക്കുകയും അത് ഇൻസ്റ്റന്റ് ആയിട്ട് ഒരു വിത്തിൻ എ ഇയർ എൻ്റെ ബിസിനസ് യൂണിക്കോൺ ആവണം, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ എനിക്ക് ഫണ്ടിങ് കിട്ടണം, ആ ഒരു ലെവൽ ഓഫ് തോട്ട്സ് മാത്രമേ ഉള്ളൂ. പക്ഷെ ഇത് ടേക്സ് ടൈം എന്നുള്ള കാര്യം അവർ ഇറങ്ങിക്കഴിഞ്ഞാലായിരിക്കും പിന്നെ 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 മെല്ലെ മെല്ലെ ഞാൻ മനസ്സിലാവും. വേറൊരു സിമ്പിളായി ചോദിക്കട്ടെ, ജിജിന് ഇപ്പൊ എത്ര വർഷമായി, അതായത് ഫസ്റ്റ് മാർക്കറ്റിംഗ് ടച്ച് ചെയ്തിട്ട് ഇതുവരെ എത്ര വർഷമായി, അതായത് സക്സസ് തോന്നി എന്ന്, സക്സസ് എന്നല്ല, ഓക്കെ ഐ എം മച്ച് ബെറ്റർ ദാൻ പ്രീവിയസ് എന്ന് തോന്നിയ ഒരു സമയം വരെ നോക്കുകയാണെങ്കിൽ എത്ര വർഷത്തെ എഫേർട്ട് അത്? ഒരുപാട് വർഷത്തെ 2009 അങ്ങോട്ട്. 16 വർഷമായില്ല. എനിക്കും 14 വർഷം 15 വർഷമുണ്ട്. നമ്മൾ പക്ഷെ ഇന്ന് ഈ പോഡ്കാസ്റ്റിൽ ഇരിക്കുമ്പോൾ അപ്പുറത്തുള്ളവനെ ഒരു മൊബൈലിൽ നിന്ന് ഇരുന്ന് കാണുന്നുണ്ടാവുക, അല്ലെങ്കിൽ ഒരു ലാപ്ടോപ്പിൽ നിന്ന് ഇരുന്ന് കാണുന്നുണ്ടാവുക. ദേ തിങ്ക് ടുമോറോ ഇറ്റ് ക്യാൻ ഹാപ്പൻ. പക്ഷേ നമ്മൾ കുറച്ച് ഏർലി വർക്ക് ചെയ്തതിനെ കൊണ്ട് നമ്മൾ ഇത്രയും വർഷം കൊണ്ടെത്തി. പക്ഷെ ഇതൊന്നും ഇത്രയും വർഷം എടുക്കണമെന്നില്ല. പകരം ഇത്രയും വർഷം നമ്മളിപ്പോ എന്ന് പറഞ്ഞത് ഒരു പേനയും പേപ്പറും എടുത്ത് പഠിക്കണമെങ്കിൽ അവനൊരു 10 വർഷം സേവ് ചെയ്യാം. പക്ഷെ എനിക്ക് തോന്നിയ വേറൊരു സംഭവം എന്താ അറിയോ, നമ്മൾ ആ ഫസ്റ്റ് ഇനീഷ്യൽ സക്സസ് ലേക്കുള്ള ദൂരമാണ് കൂടുതൽ. വൺസ് ആ ഒരു പോയിന്റ് എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് ഗ്രോ ആവാൻ കമ്പാരിറ്റീവ്ലി ഈസിയാണ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ആദ്യത്തെ സക്സസ്സിന് ഫസ്റ്റ് മൈൽ സ്റ്റോൺ നിനക്ക് ഒരു 5 years എടുത്തിട്ടുണ്ടെങ്കിൽ അടുത്തതിന് എനിക്ക് ഒരു 3 years എടുക്കുള്ളൂ, അടുത്തത് എനിക്ക് ഒരു 1 year എടുക്കുള്ളൂ, അടുത്തത് ചിലപ്പോൾ എനിക്ക് ലൈക്ക് കപ്പിൾ ഓഫ് മന്ത്സ് കൊണ്ട് ചിലപ്പോൾ ഹ്യൂജ് ആയിട്ടുള്ള ഒരു സക്സസ് ഉണ്ടാവും. സോ അത് ആ ഒരു ഇതുണ്ടല്ലോ, ആ ഒരു എന്താ പറയാ, ഹോക്കി ഗ്രോ ഒരു ടേം ഉണ്ടായിരുന്നു, മറന്നുപോയി. എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് ഒക്കെ വേണമെങ്കിൽ എക്സ്പോണൻഷ്യലിനേക്കാൾ, അതായത് നമ്മൾ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നിട്ട് ഒരു മൊമെന്റ് എത്തുമ്പോൾ പിന്നെ അത് നേരെ കുത്തനെയാവും. അതായത് ഹോക്കി സ്റ്റിക്കിന്റെ അതേ ടൈപ്പ് ആണ് അതിന്റെ ഒരു കർവ് വരിക. സോ ഇതൊന്നും ആൾക്കാർക്ക് അറിയില്ല എന്നുള്ളതാണ്. എൻ്റർ ചെയ്തു ആയി, പിന്നെ അവിടുന്ന് ഒരു കൊല്ലം കഴിയുമ്പോഴത്തേക്ക് റോൾസ് റോയ്സ് വാങ്ങണം എന്നൊക്കെയാണ് പലരെയും തോട്ട്. സോ അതല്ല റിയാലിറ്റി എന്നുള്ളതും ആൾക്കാർ മനസ്സിലാക്കണം. അതിൽ ഏറ്റവും കൂടുതൽ നമുക്ക് ചെയ്യാൻ പറ്റുക ലേണിങ്ങിന്റെ ഇൻക്രീസ് ചെയ്യാന്നുള്ള. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പൊ നമ്മൾ ഇന്ന് ഇത്രയും ഡിസ്കസ് ചെയ്ത പല പാർട്ടുകളും എപ്പോഴും നമ്മൾ ഇന്നത്തെ ലെവൽ ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ആവില്ല ഈ സെയിം പോഡ്കാസ്റ്റ് നാളെ കാണുമ്പോൾ. പക്ഷെ ഇങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ ഒരുപാട് ദൂരം ഓട്ടോമാറ്റിക്കലി സഞ്ചരിക്കും. നമുക്ക് ഇപ്പൊ ഈ പറയുന്ന പല സാധനങ്ങളും ഇപ്പോൾ നമുക്ക് സീറോ കോസ്റ്റ് മാർക്കറ്റിംഗ് പറഞ്ഞു, അല്ലെങ്കിൽ എങ്ങനെയാ പ്രോഫിറ്റബിൾ ആയിട്ട് ക്യാമ്പയിൻ ചെയ്യുക, എങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞു. ഇതൊന്നും ഇനി ശരിയായ രീതിയിൽ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അവർ നാളെ ഒരു ബിസിനസ് ചെയ്യുമ്പോൾ അതിൻ്റെതായുള്ള വിവേകത്തിൽ ചെയ്യാൻ ശ്രമിക്കും. അപ്പം ആ ഒരു അഡ്വാൻറ്റേജ് യൂസ് ചെയ്യുക എന്നുള്ളതാ. ലേണിംഗ് ഭയങ്കര മാക്സിമം ഇടുക, എഫേർട്ട് ഫസ്റ്റ് ഇട്ടുകൊണ്ടേ ഇരിക്കുക, ലേൺ ചെയ്യുക, അൺലേൺ ചെയ്യുക, പഠിച്ചുകൊണ്ടേയിരിക്കുക, ഇമ്പ്രൂവ് ചെയ്യുക. ഇതാണ് എനിക്ക് തോന്നിയിട്ടുള്ള ഏറ്റവും തീർച്ചയായിട്ടും. വൈസപ്പ് ഡെഫിനറ്റ്ലി പോഡ്കാസ്റ്റ് ഞാൻ എൻ്റെ പെർസ്പെക്റ്റീവിൽ കാണുന്നത്, കാരണം പലർക്കും പല പെർസ്പെക്റ്റീവ് ആവില്ലേ. ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ബുക്ക്. നമ്മൾ പണ്ട് എന്താ പറയാ, ഒരു പുസ്തകത്തിൽ എഴുതുന്ന എല്ലാ കാര്യങ്ങളും നമ്മള് ഓഡിയോ ബുക്കും പോഡ്കാസ്റ്റും ഏകദേശം ഒരേപോലെയാണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഓഡിയോ കേൾക്കുന്നതും ഇതിൽ എപ്പോഴും നമ്മൾ പാസീവായി കേൾക്കാണ്ട് ഒരു പേനും പേപ്പറും എടുത്ത് എഴുതിയാൽ ഇത്രയും, കാരണം നമുക്ക് എപ്പോഴും പഠിക്കാൻ പറ്റുന്ന ഒരു ടൂളാണ്. ഇപ്പോൾ നമുക്ക് എപ്പോഴും റീഡ് ചെയ്യാൻ താല്പര്യം ഉണ്ടായിക്കൊള്ളുന്നില്ല.
ഇതെപ്പോഴും പഠിക്കാമല്ലോ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോഴും Yeah. ഏത് ഈവൻ സമയത്ത്. നമുക്ക് വൈസപ്പിനെ പൊക്കി പറയില്ല, എന്നാലും നമുക്ക് കമന്റ് വന്നിട്ടുണ്ടായിരുന്നില്ലേ ബ്രാൻഡ് സാമിന്റെ ഒരു പോഡ്കാസ്റ്റ് കഴിഞ്ഞപ്പം, ലൈക്ക് ഒരു മാർക്കറ്റിംഗ് MBA എടുത്തതിനേക്കാളും എനിക്ക് എഫക്റ്റീവായി തോന്നി ഞാൻ ഈ ഒരൊറ്റ പോഡ്കാസ്റ്റ് Yes, yes, കണ്ടപ്പോഴാണ്. yes. ഒരുപാട് Yeah. നോളേജ് കിട്ടി എന്നുള്ള. യെസ്. അതുണ്ടാവാറുണ്ട്. ഇപ്പം ഗ്രോത്ത് ഫാദറിൻ്റെ എൻ്റെയിലും നമ്മൾ കുറച്ച് പോഡ്കാസ്റ്റുകൾ ചെയ്യുന്ന ഉം, പല സംഭവങ്ങളുണ്ട്. ഉം, ഈ പറയുന്ന കാര്യങ്ങളുടെയൊക്കെ ഡിഫറെൻറ്റ് സെയിൽസ് ആവും ചിലപ്പോൾ എടുക്കുന്നത്, ഉം, പല ആക്ടിവിറ്റീസ് ആവും. പക്ഷെ കുറഞ്ഞ നമ്പർ ഓഫ് ആൾക്കാർ കാണുന്നുള്ളൂവെങ്കിലും അത് ഭയങ്കര ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ചെറുതല്ല, അത് ഉം, ഭയങ്കര ഇമ്പാക്റ്റ്. നമ്മുടെ ഓഡിയൻസ് ഒക്കെ കുറവാണെങ്കിൽ പോലും ഇത് ചിലപ്പോൾ 2000-3000 ആൾക്കാർ കാണുന്നുണ്ടാവും. ആ ഒരു Yeah. നമ്പർ നമുക്ക് ഭയങ്കരമായിട്ട് ഒരു ഔട്ട്കം തരുന്നുണ്ട്. അവർക്കും നല്ല ബെനിഫിറ്റ് ആഡ് ഓൺ ചെയ്യാൻ പറ്റുന്നുണ്ട്. അത് ഭയങ്കര അടിപൊളിയാണ്. ഇപ്പൊ നമ്മൾ ഇനീഷ്യലി പോഡ്കാസ്റ്റ് തുടങ്ങിയപ്പം ഗ്രോത്ത് ഫാദർ ക്യാപിറ്റൽ എന്നുള്ളൊരു പ്രൊജക്റ്റിനെ പറ്റിയിട്ട് സംസാരിച്ചു നിയാസ്. അത് ഇനി എത്ര കാലമെടുക്കും, അല്ലെങ്കിൽ അതിന്റെ ഒരു സ്റ്റേജ് ഇപ്പൊ എവിടെയാണ്? ശരിക്കും ഞാൻ 2025 പ്ലാൻ ചെയ്തത്. ആക്ച്വലി ഈ വർഷം നമ്മളുള്ളത് പറയണല്ലോ. ഉം. അതായത് 3 years ഗ്രോത്ത് ഫാദർ റൺ ചെയ്യുക. ഈ വർഷമാണ് പ്ലാൻ ഓക്കെ. ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ വർഷം അത് എക്സാക്ട്ലി എക്സിക്യൂട്ട് ആവുമോ എന്നുള്ളത് ഡൗട്ടാണ്. അപ്പം ഒന്നാമത്തേത് ഞാനിപ്പോൾ കൺസൾട്ടിങ് കുറച്ചും കൂടി റിഫൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ഇതും കൂടി ഒന്ന് ബെറ്റർ ആയിട്ട്, കാരണം ധൃതിയൊന്നുമില്ലല്ലോ നമുക്കിപ്പോൾ. എനിക്ക് അത്ര വലിയ ധൃതിയൊന്നുമില്ല ആ കാര്യങ്ങൾ വരുന്ന സമയത്ത്. റൺ ചെയ്ത് പോകണം. അപ്പം ഒന്നും കൂടി ഒന്ന് ബെറ്റർ ആയിട്ട് നമുക്ക് അതിലേക്ക് ഒരു സ്റ്റെപ്പ് എടുക്കാം എന്നുള്ളതാണ്. അപ്പം അതിന് ഏറ്റവും ബേസിക് സ്റ്റെപ്പ് ഓൾറെഡി എടുത്തു കഴിഞ്ഞു. ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പറേഷനിൽ നിന്ന് കംപ്ലീറ്റ് ഫ്രീ ആവുക എന്നുള്ളത്. അപ്പം നമ്മൾ ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള ആൾക്കാരെ ഓൾറെഡി ഫേമിൽ ഓക്കെ. കൊണ്ടുവന്നു. റീസെൻ്റ് ആയിട്ട് നമുക്കിപ്പോൾ ജോയിൻ ചെയ്തൊക്കെ NIT ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ്. ഇപ്പം ഓക്കെ. റീസെൻ്റ് ഹയർ ഒക്കെ. അപ്പം അവരുടെ ഒക്കെ ക്വാളിറ്റി നമ്മുടെ കമ്പനിയിൽ നല്ല റിഫ്ലക്റ്റ് ആവാൻ പോകുന്നുണ്ട്. അപ്പോൾ അതുപോലെ നമ്മൾ സെയിൽസിൽ നിന്ന് ഓൾമോസ്റ്റ് ഞാൻ എക്സിറ്റ് ആയി. ഓക്കെ. അപ്പം ഞാൻ കുറേ കൂടെ ഹൈ ലെവൽ സ്ട്രാറ്റജിക് ആൻഡ് ക്വാളിറ്റി കൺട്രോളിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പം ഒപ്പം തന്നെ ഞാൻ കൺസൾട്ടിങ് ചെയ്യുന്ന കുറച്ച് പ്രോജക്റ്റുകളെ എനിക്ക് അതിന് സ്ട്രക്ചർ കൊടുന്ന് ഇമ്പ്രൂവ് ആക്കണം. കൺസൾട്ടിങ്, മാർക്കറ്റിംഗ് ആൻഡ് ടെക്നോളജിക്ക് നമുക്ക് ഓൾറെഡി ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. അപ്പോൾ അതിനെ സ്കെയിലപ്പ് ചെയ്യാനുണ്ട്. അപ്പം ഈ പാർട്ടുകളിൽ ഇത്ര ആയി കഴിഞ്ഞാൽ ഇനി ഇതിപ്പോൾ നേരത്തെ ജിജും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഇതിൻ്റെ ഒക്കെ ഈ ബാക്ക്ഗ്രൗണ്ട് വർക്ക് നമുക്ക് കുറച്ച് ഉണ്ടെങ്കിലും വൺസ് ഇത് ഹിറ്റാവാൻ ആകെ കുറഞ്ഞ സമയം മതി. ആദ്യം എന്താ ബേസിക് ആയിട്ട് വേണ്ടത്? ഇൻവെസ്റ്റേഴ്സിനെ ഐഡന്റിഫൈ ചെയ്യണം. ഇറ്റ്സ് കമ്പാരിറ്റീവ്ലി ഈസി. രണ്ടാമത്തെ പാർട്ട് എന്താ? നല്ല കമ്പനീസിനെ ഐഡന്റിഫൈ ചെയ്യണം. ഈ നല്ല കമ്പനീസിനെ ഐഡന്റിഫൈ ചെയ്യലും ഇൻവെസ്റ്റേഴ്സിനെ ഐഡന്റിഫൈ ചെയ്യലും മാത്രമേ പ്രോബ്ലം ഉള്ളൂ. കമ്പനീസിനെ കിട്ടൽ വളരെ ഈസിയാണ്. കാരണം ഫണ്ട് നോക്കി നടക്കുന്ന ആയിരക്കണക്കിന് കമ്പനികളുണ്ട്. വി നീഡ് ലെസ് ദാൻ 10. മനസ്സിലായോ? ഇൻവെസ്റ്റേഴ്സിനെ ഐഡന്റിഫൈ ചെയ്യലും ഈസിയാണ്. കാരണം ഇൻവെസ്റ്റേഴ്സിന്റെ കയ്യിൽ കാശ് കെട്ടിക്കിടക്കുക. ഇതവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റാത്ത കമ്പനികളെ കണ്ടെത്താൻ സീരിയസ്ലി അവരുടെ കയ്യിൽ അത്രയും കാശുണ്ട്. ഇതെവിടെ ഇൻവെസ്റ്റ് ചെയ്യാന്ന് അവർക്ക് അറിയൂല. ഇതിന്റെ ഒരു ഗ്യാപ്പ് മാത്രമേ ഉള്ളൂ. അപ്പം നമ്മളൊന്നും കൂടി റെഡി ആയി കഴിഞ്ഞാൽ ഇത് ഇംപ്ലിമെന്റ് ചെയ്യാന്ന് പറയുന്നത് വലിയൊരു റോക്കറ്റ് സയൻസ് ആയിട്ട് ഞാൻ ബേസിക്കലി കാണുന്നില്ല. പക്ഷേ അതിന്റെ ഇപ്പൊ നമ്മളിപ്പോ ഒരു ബുർജ് ഖലീഫ ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ ഓടിപ്പോയിട്ട് മേളിന്ന് പണിത് കാര്യമില്ലല്ലോ. നല്ല റൂട്ട് എടുക്കേണ്ടി വരും. ആ റൂട്ട് ലെവലിൽ നമ്മളൊന്നും കൂടി ഡെവലപ്പായി വരിക എന്നുള്ളതാണ്. കുറച്ചും കൂടി സിസ്റ്റം ബെറ്റർ ആവണം, പ്രോസസ്സ് ബെറ്റർ ആവണം. നമുക്ക് അത്രയും എന്താ പറയുക ബെറ്റർ ആവും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ. പിന്നെ കുറച്ചും കൂടി സ്ട്രോങ് കണക്ഷൻസ് ഉണ്ടാക്കണം. ഞാനിപ്പോൾ അങ്ങനത്തെ കുറച്ച് പൊളിറ്റിക്കൽ മുതലുള്ള സാധനത്തിലേക്കൊക്കെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. മേ ബി ഈ വർഷം വരാൻ പോകുന്ന ഇലക്ഷനുകളിൽ ചിലപ്പം കുറച്ച് ചിലപ്പോൾ മിക്സഡ് ഓഫ് എന്താ പറയുക പൊളിറ്റിക്കൽ പാർട്ടീസിന് മാർക്കറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പം അതൊക്കെ നമ്മളെ കുറച്ചും കൂടി സ്റ്റെപ്പ് ഫർദർ ആക്കും. അപ്പം അതും ചെറുതല്ലാത്ത ലെവലിൽ അപ്പം നമുക്ക് ഒരു വലിയ ലെവലിലേക്ക് തന്നെ ഇപ്പം ഓൾറെഡി ഡിസ്കഷൻ സം ഓഫ് ദം ആർ ഗോയിങ് ഓൺ. ചെറുതല്ല, അത് വലിയ ഡിസ്കഷൻ. അപ്പം അതൊക്കെ ഇതിലേക്ക് ആഡ് ഓൺ ആവും. അതൊക്കെ മതി. പക്ഷേ പ്രോബ്ലി വിത്തിൻ 2 years നമ്മൾ ഓൺ ചെയ്യും. അറ്റ്ലീസ്റ്റ് 1-2 കമ്പനികളിലേക്കെങ്കിലും. താങ്ക് യു ഫോർ ദ ക്വസ്റ്റ്യൻ. യെസ്. സോ എന്തായാലും ഒരുപാട് സന്തോഷം നമ്മൾ ഇത്രയും വർഷത്തിന് ശേഷം ഇങ്ങനെ ഒരു പോഡ്കാസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സെറ്റപ്പിലൊക്കെ ഇരിക്കാൻ പറ്റിയത്. അപ്പോൾ ഇപ്പോഴും നമ്മൾ മാർക്കറ്റിൽ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം എന്ന് ഞാൻ വിചാരിക്കുന്നത്. എനിവേ, സോ താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം.